टाइगर का हुक्म। అర్థమైందా రాజా? ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും തയ്യാറല്ലേ? കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന +2 ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് നമ്മളിപ്പോൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിനകത്തുള്ള മുഴുവൻ കോൺസെപ്റ്റുകളും എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും എല്ലാ ഡെറിവേഷൻസും നമ്മളിതാ ഒരു ലൈവ് കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ ലൈവ് പാരലി യൂട്യൂബിനകത്തും സിമിലർവേ ആപ്പിനകത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 പ്ലാറ്റ്ഫോമിലും കമൻറ്റ് ചെയ്യുന്ന മക്കളുടെ എല്ലാവരുടെയും കമൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. യൂട്യൂബിൽ ലൈവ് കാണുന്ന കുട്ടികൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലോട്ടും ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അതിനകത്ത് യാതൊരുവിധ മടിയും നിങ്ങൾ ആരും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് മാത്രം ഓണപ്പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് നേടിയാൽ മതിയോടാ മക്കളെ, പോരാ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഏറ്റവും മികച്ച മാർക്ക് തന്നെ നിങ്ങൾ നേടിക്കൊടുക്കണം. അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ അവർ നിങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം പറയണം, വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷൻ പറയണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കും. സോ മാക്സിമം എല്ലാവരിലോട്ടും നിങ്ങൾ ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രൈമറി തിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ലൈവ് കാണാൻ തുടങ്ങുക. അതിനകത്തൊരു മടിയും കാണിക്കരുത്. എല്ലാവരും ഉറപ്പായും ലൈക്ക് ചെയ്തിട്ട് തന്നെ ലൈവ് കാണാൻ തുടങ്ങുക. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ചാപ്റ്ററിനെ പറ്റി എനിക്കൊരു ധാരണയില്ല. ഈ ചാപ്റ്റർ ഞാൻ ആദ്യമായാണ് പഠിക്കാൻ തുടങ്ങുന്നത് എന്ന് പറയുന്ന കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ ഓൾറെഡി ഞാൻ പഠിച്ചതാണ്. ഇപ്പോൾ ആപ്പിലെ കുട്ടികൾക്ക് മേ ബി ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി പഠിച്ചതാണ്, ഇതിൻ്റെ ഒരു റിവിഷൻ എന്ന നിലയ്ക്കാണ് ഞാനിപ്പോൾ കാണുന്നത് എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടാവും. ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിലും കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലായാലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലും ഉറപ്പായും നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിനകത്ത് റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങളാണെങ്കിൽ ധൈര്യപൂർവ്വം എല്ലാവരും കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങളെല്ലാം തീർത്ത് കൃത്യമായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനകത്ത് പഠിച്ചെടുക്കാൻ പോവുകയാണ്. എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും തയ്യാറാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എന്നത്തെയും പോലെ ഒരു മസ്ലി മോജി ഇട്ടാൽ നമുക്ക് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാം. റെഡിയല്ലേ? യെസ്, അഖിലേ റെഡിയല്ലടാ തങ്കമേ? എല്ലാവരും റെഡിയാണ്. എല്ലാവരും അടിപൊളിയായി തന്നെ കൂടെ നിൽക്കുന്നു. സോ ഗൈസ്, ഇതേ എനർജിയും പവറും ത്രൂ ഔട്ട് ദ ലൈവ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണം. അല്ലാതെ ലൈവ് തുടങ്ങുമ്പോൾ യെസ് പോരട്ടെ എന്ന വൈവല്ല, ലൈവ് അവസാനം വരെയും ഇതേ എനർജിയിൽ ഇതേ പവറിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. മാക്സിമം പോസിബിൾ കോൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തു വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് ഉഷാറായി പഠിക്കാം. ഫിസിക്സിന് ഇഷ്ടപ്പെട്ട് പഠിക്കാം. റെഡിയല്ലേ? യെസ്, പോരട്ടെ സോണിയ. മസ്ലിമോജി അങ്ങ് വരട്ടെ, അങ്ങ് അടിച്ച് കയറി വാടാ മക്കളെ. യെസ്, റെഡി, ഓൾ സെറ്റ്. എല്ലാവരും കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുന്നുണ്ട്. ഷെയർ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വേണമെങ്കിൽ അണ്ണൻ ഒരു പോസ്റ്റ് തരാം, ഒരു സ്ക്രീൻഷോട്ട് എടുത്തോടാം. കിട്ടിയോ? യെസ്, ഫൈൻ. സ്ക്രീൻഷോട്ട് എടുത്താൽ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുമ്പോൾ എന്നെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഐ ആം നോട്ട് നിതിൻ, ദാറ്റ്സ് മൈ ഇൻസ്റ്റ ഐ ഡി. ഉറപ്പായും റീമെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരിലോട്ടും എത്തിക്കുക. എല്ലാവരും വരട്ടെ, എല്ലാവരും പഠിക്കട്ടെ, തകർക്കാം നമുക്ക്. സോ ഗൈസ്, കറണ്ട് ഇലക്ട്രിസിറ്റി നമ്മൾ തുടങ്ങുവാണ്. കഴിഞ്ഞ 2 ചാപ്റ്ററിലും നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ്, രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഈ 2 ചാപ്റ്ററിലും നമ്മൾ പഠിച്ചത് വെറുതെ ഇരിക്കുന്ന ചാർജിനെ പറ്റിയാണ്, അല്ലേ? അനങ്ങാതിരിക്കുന്ന ചാർജിനെ പറ്റിയാണ് ഈ 2 ചാപ്റ്ററിലും പഠിച്ചത്. ചാർജസ് ആർ ഇൻ റെസ്റ്റ്, സ്റ്റേഷനറി ആയിരിക്കുന്ന ചാർജിനെ പറ്റി, അവയുടെ പ്രോപ്പർട്ടീസിനെ പറ്റി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ 2 ചാപ്റ്ററിലും നമ്മൾ പഠിച്ചെടുത്തത്. പക്ഷെ ഈ ചാപ്റ്ററിൽ അങ്ങനെയല്ല. ഈ ചാപ്റ്ററിൽ നമ്മുടെ ചാർജ് അങ്ങ് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്, ചാർജ് അങ്ങ് അനങ്ങാൻ തുടങ്ങുകയാണ്. സോ മൂവിങ് ചാർജിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള അതിൻ്റെ പ്രോപ്പർട്ടിയെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, അതാണല്ലോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. റൈറ്റ്. സോ കഴിഞ്ഞ 2 ചാപ്റ്ററിൽ നിന്ന് മാറിയിട്ട് ഇവിടെ നമ്മൾ മൂവിങ് ചാർജിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് കറണ്ടിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? എല്ലാവരും തയ്യാറല്ലടാ? ഒട്ടും ലേറ്റ് ആക്കാത്ത കാര്യങ്ങളിലോട്ട് കടക്കുന്നു. വട. ആദ്യം എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ? കുഞ്ഞു ക്ലാസ് മുതലേ 10ാം ക്ലാസ്, 9ാം ക്ലാസ്, 8ാം ക്ലാസ് എല്ലാ ക്ലാസ്സിലും നമ്മൾ പൊതുവെ പഠിക്കുന്ന കാര്യമാണ്. ഇലക്ട്രിക് കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന ചാർജിൻ്റെ നിരക്കിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക എന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്, അല്ലേ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്.
റേറ്റ് എന്ന വാക്കിനർത്ഥം എന്താണ് മക്കളെ? അറിയുന്ന ആളുകൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവോ? എന്താണ് ഈ റേറ്റ് എന്ന വാക്കിനർത്ഥം? റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നിരക്ക് എന്ന് പറയുന്നത്. സമയത്തിനനുസരിച്ച് ഒരു കണ്ടക്ടറിൽ എത്രത്തോളം ചാർജ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജുകൾ എന്ന് പറയുക. സോ അതാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. സോ ഇക്വേഷൻ എല്ലാവരും മനസ്സിലാക്കി വെച്ചോ. I ഈക്വൽ ടു Q ബൈ ടി. I ഈക്വൽ ടു Q ബൈ ടി. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുക. I ഈക്വൽ ടു Q ബൈ ടി. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ് മക്കൾ? എല്ലാവരും പറയണം. വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ്, വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? അതും നിങ്ങളേവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, ഇറ്റ് ഈസ് ആംപിയർ. കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്താണ് മക്കളെ? അതാണ് ആംപിയർ എന്ന് പറയുന്നത്. യെസ്, ഇറ്റ് ഈസ് ആംപിയർ. ചാർജിൻ്റെ SI യൂണിറ്റ് എന്താണ് മക്കളെ? അതാണ് കൂളോംബ് എന്ന് പറയുന്നത്. ടൈമിൻ്റെ SI യൂണിറ്റ് എന്താണ് മക്കളെ? അത് സെക്കൻഡ് ആണ്. റൈറ്റ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇലക്ട്രിക് കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ എ കണ്ടക്ടർ. കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംപിയർ ആണ്, ചാർജിൻ്റെ കൂളോംബ് ആണ്, ടൈമിൻ്റെ സെക്കൻഡ് ആണ്. സെറ്റല്ലേ മോനെ ദിനേശ? സെറ്റ് ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു സെറ്റ് മെസ്സേജ് ഇട്ടെ. എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഇതെനിക്ക് ഓക്കെയാണ് സാറേ, സെറ്റ്, ആദ്യത്തെ കാര്യം മനസ്സിലായി എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു സെറ്റ് മെസ്സേജ് ഇട്ടാ. എങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. എങ്കിൽ നമുക്ക് മുന്നോട്ട് പോവേണ്ടിയിരിക്കുന്നു. കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. റൈറ്റ്, നമ്മൾ ക്വാണ്ടൈസേഷൻ പ്രകാരം നമ്മളൊരു ഫോർമുല പഠിച്ചായിരുന്നു. എന്താണ്? Q ഈക്വൽ ടു. ക്വാണ്ടൈസേഷൻ പ്രകാരം നമ്മളൊരു ഫോർമുല പഠിച്ചായിരുന്നു. ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജിൽ നമ്മളൊരു ഫോർമുല പഠിച്ചായിരുന്നു. Q ഈക്വൽ ടു എന്താണ് മക്കളെ? Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE എന്ന് പഠിച്ചില്ലേ? Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE എന്ന് പഠിച്ചില്ലേ? ഇവിടെയും നമുക്ക് ആ കാര്യം റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് I ഈക്വൽ ടു NE ബൈ ടി. മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആണ് കേട്ടോ. സോ അതിനാൽ തന്നെ പ്ലസ് ഓർ മൈനസ് വേണ്ട, സിംപ്ലി NE ബൈ ടി എന്ന രീതിയിൽ നമുക്ക് എഴുതാം. സോ I ഈക്വൽ ടു NE ബൈ ടി എന്ന രീതിയിൽ കൂടി റീപ്ലേസ് ചെയ്യാം. ക്യൂവിന് പകരം എന്ത് കൊടുക്കാം? NE ബൈ ടി എന്ന രീതിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. നമുക്കറിയാം ചാർജ് എന്ന് പറഞ്ഞാൽ NEക്ക് ഈക്വലൻ്റ് അല്ലേ? സോ ക്യൂവിന് പകരം NE കൊടുത്തു. പ്ലസ് ഓർ മൈനസ് കൊടുക്കാത്തതിന് കാരണം മാഗ്നിറ്റ്യൂഡാണ് എടുക്കുന്നത്, കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് വേണ്ട. സോ രണ്ട് ഇക്വേഷൻ ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട് എൻ്റെ അനിയന്മാരും അനിയത്തിമാരും പഠിക്കണം. ഒന്നാമത്തെ Q ബൈ ടി, അടുത്തത് NE ബൈ ടി. രണ്ടും സെറ്റല്ലേ? ഒന്ന് പേപ്പറിൽ എഴുതി വെക്കാവോ? കാരണം ഇതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. സോ എല്ലാവരും ഒന്ന് ഒരു A4 ഷീറ്റിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിനകത്ത് ഇതൊന്ന് എഴുതി വെക്കാനാണ്. ഫൈൻ, മുന്നോട്ട് പോകുന്നു. എല്ലാവരും കൂടെ നിൽക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ്. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ പ്ലസ് വണ്ണിനകത്ത്? മോഷനിനെ സ്ട്രെയിറ്റ് ലൈനിനകത്ത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിച്ചതല്ലേ? എന്തായിരുന്നു ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? സ്പീഡോമീറ്റർ കാണിക്കുന്ന സ്പീഡായിരുന്നു ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, അഥവാ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിലുള്ള കറണ്ടിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറയുക. ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിലുള്ള കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. അതായത് ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. സോ 4ാമത്തെ സെക്കൻഡിൽ എത്ര കറണ്ടാണ് ഒഴുകുന്നത്? അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. അല്ലെങ്കിൽ 5ാമത്തെ സെക്കൻഡിൽ ആ സർക്യൂട്ടിലൂടെ എത്ര കറണ്ടാണ് ഒഴുകുന്നത്? അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിൽ ഒഴുകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. സെറ്റല്ലേ? അതിനെ എഴുതുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇക്വേഷൻ. സോ I ഇൻസ്റ്റൻറ്റേനിയസ് ഈക്വൽ ടു DQ ഡിവൈഡഡ് ബൈ, എൻ്റെ ക്യൂ ശരിയായില്ലേ? എന്നാ പിടിച്ചോ, DQ ഡിവൈഡഡ് ബൈ DT. I ഇൻസ്റ്റൻറ്റേനിയസ് അഥവാ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ഈക്വൽ ടു DQ ബൈ DT. DQ എന്ന് പറഞ്ഞാൽ സ്മോൾ ചേഞ്ച് ഇൻ ചാർജ്, DT എന്ന് പറഞ്ഞാൽ സ്മോൾ ടൈം ഇൻട്രവൽ. ക്ലിയർ? ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിൻ്റെ ഇക്വേഷൻ. I ഇൻസ്റ്റൻറ്റേനിയസ് ഈക്വൽ ടു DQ ബൈ DT. DQ എന്ന് പറഞ്ഞാൽ സ്മോൾ ചേഞ്ച് ഇൻ ചാർജ്, DT എന്ന് പറഞ്ഞാൽ സ്മോൾ ടൈം ഇൻട്രവൽ. സെറ്റ്, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇതും നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടതാണ്. ഇതും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. സോ I ഇൻസ്റ്റൻറ്റേനിയസ് ഈക്വൽ ടു DQ ബൈ DT. സോ ഇതാണ് കറണ്ടിനെ പറ്റി എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എന്തിലോട്ട് കിടക്കാം? കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാൻ തയ്യാറാണോ? എങ്കിൽ എല്ലാവരും ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എടുക്കുക. സാധാരണ കാൽക്കുലേറ്റർ ആണെങ്കിൽ ഒന്ന് കയ്യിലെടുക്കുക, കാരണം കാൽക്കുലേറ്റർ ഇല്ലാതെ നടപടി ആവില്ല. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. എല്ലാവരും കാൽക്കുലേറ്റർ കയ്യിലെടുക്കുക കേട്ടോ. മുഴുവൻ മക്കളും വാടാ, ലാലേട്ടൻ പറഞ്ഞ പോലെ വാടാ, എങ്കിൽ വാടാ. ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. വാടാ. എ ഫ്ലോ ഓഫ് 10⁻⁷ electrons per second in a conducting wire constitute a current of dash. ഒരു സെക്കൻഡിൽ ഒരു കണ്ടക്ടറിലൂടെ 10⁻⁷ ഇലക്ട്രോൺസ് ആണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുമൂലം എത്രത്തോളം കറണ്ട് ആണ് ഉണ്ടാവുക എന്നാണ് ചോദ്യം.
ഒരു സെക്കൻഡിൽ എത്രയാണ് മക്കളെ ഒഴുകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം? 10⁻⁷ ഇലക്ട്രോൺസ് ആണ് ഓരോ സെക്കൻഡിലും ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്നത്. എങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന കറണ്ട് എത്രയാണ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. നിസ്സാരമായ ചോദ്യമാണ്. ഒന്ന് ചോദ്യം മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റാസ് എന്ന് അനലൈസ് ചെയ്യുക. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നൽകിയിട്ടുണ്ട് 10⁻⁷. റെഡി. അടുത്തത് ടൈം നൽകിയിട്ടുണ്ട്. എത്രയാണ്? 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒഴുകുന്ന കാര്യമല്ലേ പറയുന്നത്. സോ ടൈം ഈക്വൽ ടു 1 സെക്കൻഡ്. കണ്ടുപിടിക്കേണ്ടത് കറണ്ടാണ്. ഏത് ഫോർമുലയാണ് മക്കളെ യൂസ് ചെയ്യുക? എല്ലാവരും പറയടാ. ഈ സാഹചര്യത്തിൽ, ഈ സിറ്റുവേഷനിൽ കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഏത് ഫോർമുല വെച്ചിട്ടാണ് മക്കളെ കറണ്ട് കണ്ടുപിടിക്കുക? നിസ്സാരമായ കാര്യമല്ലേ, ഈസി ആയ കാര്യമല്ലേ? യെസ്, കറണ്ട് നമ്മൾ ഏത് ഫോർമുല വെച്ചിട്ടാണ് മക്കളെ കണ്ടുപിടിക്കുക? സിമ്പിൾ. യെസ്, നമുക്കറിയാം. എന്നൊക്കെ വരുന്ന ഫോർമുല ഏതാടാ? I ഈക്വൽ ടു NE/T ആണ്. സോ I ഈക്വൽ N എത്രയാണ്? 10⁻⁷. E എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 ചാർജ് ഓഫ് ഇലക്ട്രോൺ. ടൈം 1 സെക്കൻഡ് ആണ്. അപ്പോൾ കറണ്ട് എത്ര വരുടാ? ഇവിടെ 10⁻⁷ ആണ്, ഇവിടെ -19 ആണ്. അപ്പോൾ എത്രയാണ് മക്കളെ വരിക? ദാറ്റ് ഈസ് 1.6 ഇൻറ്റു 10⁻⁻12 ആംപിയർ. 1.6 ഇൻറ്റു 10⁻⁻12 ആംപിയർ. ദിസ് ഈസ് അവർ റൈറ്റ് ആൻസർ. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ മോനെ ദിനേശ? അടിപൊളിയായിട്ട് മനസ്സിലായോടെ? സാന്ദ്ര, നിങ്ങളുടെ കമൻറ്റ് കുറച്ചുകൂടി ഞാൻ വലുതാക്കാവേ. പേരൊന്നും വായിക്കാൻ കിട്ടുന്നില്ലപ്പാ. യെസ്, എന്തായാലും നിങ്ങളൊക്കെ റൈറ്റ് ആൻസേഴ്സാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി. യെസ് സാന്ദ്ര, ഒന്നുകൂടി സൂം ചെയ്യട്ടെ. സൂം കരോ. റെഡി, ഓക്കെ സെറ്റ്. യെസ്, നവീൻ, പ്രണവ്, അമൃത, എല്ലാവരും റൈറ്റ് ആൻസർ. വെങ്കടേശ്വരൻ, വെങ്കി അനിയ, നീ വന്നാ? യെസ്, എല്ലാവരും റൈറ്റ് ആൻസേഴ്സാണ് കമൻറ്റ് ചെയ്തത്. അടിപൊളി, ഉഷാർ, തകർത്തു. സോ ഗൈസ്, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേടാ. ഹൗ മെനി ഇലക്ട്രോൺസ് ഡു പാസ് ത്രൂ എ ലാമ്പ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ഇലക്ട്രോൺസ് ആണ് ഒരു ലാമ്പിലൂടെ ഒഴുകുന്നത്? സോ ഗൈസ്, വി ഹാവ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 മിനിറ്റ് ഫോർ എ കറണ്ട് ഓഫ് 300 മില്ലി ആംപിയർ. ഒരു സർക്യൂട്ടിലൂടെ 1 മിനിറ്റ് സമയത്തിൽ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 300 മില്ലി ആംപിയർ ആണ്. സോ അതിന് കാരണമാവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് കണ്ടുപിടിക്കുന്നത്. എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 മിനിറ്റ് ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുമ്പോഴാണ് 300 മില്ലി ആംപിയർ കറണ്ട് ഉണ്ടാവുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഗൈസ്, വി ഹാവ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് 300 മില്ലി ആംപിയർ കറണ്ട്. റെഡി അല്ലേ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കുന്നത് എന്നത് മനസ്സിലങ്ങ് ആണി അടിച്ച പോലെ ഉറപ്പിച്ച് വയ്ക്കുക. വാടാ, നമുക്ക് നോക്കാം. സോ ഗിവൺ ഡാറ്റാസ് ഒന്ന് എഴുതാം. ടൈം അവർ നൽകിയിട്ടുണ്ട് 1 മിനിറ്റ്. എൻ്റെ മക്കളെ, നിങ്ങൾ പറയടാ, നമ്മൾ മിനിറ്റിലാണോ സമയത്തിനെ എക്സ്പ്രസ് ചെയ്യുക? ഒരിക്കലുമല്ല. മിനിറ്റിലല്ല നമ്മൾ സമയത്തിനെ എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ ഏത് യൂണിറ്റിലാണ് മക്കളെ സമയത്തിനെ എക്സ്പ്രസ് ചെയ്യുക? സെക്കൻഡിലാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ് മക്കളെ? സീരീസ് 60 സെക്കൻഡാണ് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, അത് 60 സെക്കൻഡാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത കാര്യം, കറണ്ട് എത്രയാണെന്ന് അവർ പറയുന്നു. കറണ്ട് ഈക്വൽ ടു 300 മില്ലി ആംപിയർ ആണ് കറണ്ട്. ശരിയല്ലേ? കറണ്ട് ഈക്വൽ ടു 300 മില്ലി ആംപിയർ. അതിന് ആംപിയറിലോട്ട് എങ്ങനെയാണ് മക്കളെ മാറ്റുക? നമുക്കറിയാം. 300 ഇൻറ്റു 10⁻³ ആംപിയർ. 300 ഇൻറ്റു 10⁻³ ആംപിയർ. കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഡയറക്റ്റായി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ, ഈസി ആയി കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ശ്രദ്ധിക്കടാ. ദാറ്റ് ഈസ് I ഈക്വൽ ടു NE/T. അങ്ങനെയാണെങ്കിൽ നമുക്ക് N ഈക്വൽ ടു എന്ത് എഴുതാം? I ഇൻറ്റു T ഡിവൈഡഡ് ബൈ E എന്ന് എഴുതാം. I എത്രയാണ് മക്കളെ? 300 ഇൻറ്റു 10⁻³ ടൈം എത്രയാണ്? 60 ആണ്. E എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 ആണ്. ഒന്ന് കണ്ടുപിടിച്ച് പറയാവോ? എത്രയാണ് മക്കളെ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച് പറയാവോടാ? യെസ്, 1.125 ഇൻറ്റു 10⁻20. റൈറ്റ്, നവീൻ പറയുന്നു. ഓക്കേടാ തങ്കമേ, 1.125 അല്ലേ? യെസ്, 1.125 ഇൻറ്റു 10⁻20. യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് ഇല്ല. കാരണം എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, യൂണിറ്റ് വേണ്ട. 1.125 ഇൻറ്റു 10⁻20. റൈറ്റ്, 1.125 ഇൻറ്റു 10⁻20. അവിനെ നീ പറഞ്ഞ ഞാനെടുത്ത് എഴുതിയിട്ടാ. യെസ്, അടിപൊളി. എല്ലാവരും ഗംഭീരമായിട്ട് ഉത്തരം പറയുന്നു. പെയിൻറ്റിൽ വീണ പൂച്ച. ഓക്കേടാ, പെയിൻറ്റിൽ വീണ പൂച്ചയാണോ എന്താണെങ്കിലും. റെഡി, ഓൾ സെറ്റ്.
ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല, ആർക്കും തന്നെ സംശയമില്ലല്ലോ. യൂട്യൂബിൽ ലൈവ് കാണുന്ന എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ ലൈവ് കാണരുത്. ഉറപ്പായും എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് തന്നെ ലൈവ് കാണുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലായില്ല മക്കളെ, ഒരു തരി സംശയമില്ലല്ലോ. ഓൾ സെറ്റ്, ഹാപ്പി. സോ സെക്കൻഡ് ക്വസ്റ്റ്യനും സെറ്റാണ്, ഒരു സംശയമില്ല എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു ഹാർട്ട് ഇമോജി ഇടാവോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇതും എനിക്ക് കോൺഫിഡൻ്റ് ആണ്, ക്ലിയർ ആണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഇതേ എനർജിയിൽ, ഇതേ പവറിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും ക്രാക്ക് ചെയ്യാം. തയ്യാറല്ലേ? എല്ലാവരും റെഡി ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. റെഡി? യെസ്, എല്ലാവരും റെഡി ആണെന്ന് വിശ്വസിക്കുന്നു, തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ വാടാ ഹാർട്ട് ഇമോജി. സെറ്റ് അണ്ണാന്നുള്ള മെസ്സേജൊക്കെയാണ് വരുന്നത്. ദാറ്റ്സ് ഇറ്റ്, അത് തന്നെ എനിക്ക് മതിയടാ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ക്ലിഞ്ചൻ ചോദ്യം, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിഞ്ചൻ ചോദ്യമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ദ ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ Q of t equal to 2t square minus 2t plus 6. ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന ചാർജിൻ്റെ എക്സ്പ്രഷനാണ് നൽകിയിരിക്കുന്നത്. 2t square minus 2t plus 6. വി ഹാവ് ടു ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് കറണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് എടുത്ത് എഴുതി തരാം. ദാറ്റ് ഈസ് Q ഈക്വൽ ടു 2t square minus 2t plus 6. ഇവിടെ ഒഴുകുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നോക്കടാ, ചാർജ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓരോ സമയത്തും ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന ചാർജ് ഡിഫറെൻ്റ് ആണ്. ചാർജ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈം. നോക്കടാ, സമയത്തിനനുസരിച്ച് ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന ചാർജ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ആ ഇക്വേഷനിൽ നോക്കടാ, ടൈം എന്ന് പറയുന്ന പാരാമീറ്റർ ഉണ്ടല്ലോ, ഉണ്ട്. സോ അതിനാൽ തന്നെ ചാർജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇത്തരത്തിലാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏത് കറണ്ടാണ് മക്കളെ? ചാർജ് ടൈം ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏതു കറണ്ടാണ് മക്കളെ? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏത് കറണ്ട് ആയിരിക്കും? ചാർജ് ടൈം ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കറണ്ട് ഏതായിരിക്കും? ചാർജ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കറണ്ട് ഏത് കറണ്ട് ആയിരിക്കും? നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ഏത് കറണ്ടാണ് മക്കളെ നമ്മൾ കണ്ടുപിടിക്കുക? യെസ്, നമ്മൾ കണ്ടുപിടിക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? യെസ്, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ആയിരിക്കും. നമുക്കറിയാം. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന കറണ്ട് എന്താണ് മക്കളെ? അത് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ആണ്. ദാറ്റ് ഈസ് dQ/dt ആണ്. dQ/dt ആണ്. ഇവിടെ Q ആണ് ചാർജ്, അതിനാൽ തന്നെ dQ/dt ആണ്. റെഡി അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് എൻ്റെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായില്ലേ? ഒരു സംശയമില്ലല്ലോ. യെസ്, നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ആണ്. കണ്ടുപിടിച്ചാലോടാ? ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ അറിയോടാ മാത്സിനകത്ത്? ദറ്റ് ഈസ് I ഇൻസ്റ്റൻറ്റേനിയസ് ഈക്വൽ ടു dQ/dt അല്ലേ? Q എത്രയാണ്? 2t square minus 2t plus 6. 2t square minus 2t plus 6. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അറിയില്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ബ്രേക്ക് ചെയ്ത് പറഞ്ഞുതരാം. ഹറിജ് എന്നവൻ്റെ പേര് വായിക്കാൻ കിട്ടുന്നില്ല. അവൻ കൃത്യമായിട്ട് ആൻസർ പറയുന്നു. അനിയൻ നില്ലടാ, എല്ലാവർക്കും ചിലപ്പോൾ അത് അറിയണമെന്നില്ല. നമുക്ക് എല്ലാവരെയും കൺസിഡർ ചെയ്യണം, തീർച്ചയായും കൺസിഡർ ചെയ്യണം. നമുക്കതിനെ കുറച്ച് ബ്രേക്ക് ചെയ്ത് പതിയെ പറഞ്ഞുതരാം. ശ്രദ്ധിക്കണം. ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലൈക്ക് d/dt ഓഫ് 2t സ്ക്വയർ മൈനസ് d/dt ഓഫ് 2t പ്ലസ് d/dt ഓഫ് 6. ഈ രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇനി അടുത്ത പരിപാടി ഡിഫറൻസിയേഷനിൽ നിന്ന് കോൺസ്റ്റൻസിനെ പുറത്തെടുക്കുന്ന പരിപാടിയാണ്. ഇവിടെ ഏതാണ് മക്കളെ കോൺസ്റ്റൻറ്റ്? 2 ആണ് ഇവിടെയുള്ള കോൺസ്റ്റൻറ്റ് എന്ന് പറയും. ശരിയല്ലേ? ഫസ്റ്റ് ടേമിനകത്ത് 2 കോൺസ്റ്റൻ്റ് ആണ്. ടി ഒരു വേരിയബിൾ ആണ്, കാരണം ടൈം വെച്ചിട്ടല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ 2നെ പുറത്തെടുക്കാം. 2 ഇൻറ്റു d/dt ഓഫ് ടി സ്ക്വയർ മൈനസ് ഇവിടെയും കോൺസ്റ്റൻ്റ് ഏതാണ്? 2 ആണ് കോൺസ്റ്റൻറ്റ്. സോ 2 ഇൻറ്റു d/dt ഓഫ് ടി പ്ലസ് ഇവിടെ വേരിയബിൾസ് ഇല്ല, കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഇവിടെ വേരിയബിൾസ് ഇല്ല, കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് കാര്യം മനസ്സിലാക്കുക. സോ അതിനാൽ തന്നെ നോക്കടാ, d/dt ഓഫ് 6 ഞാൻ അതുപോലെ തന്നെ എഴുതി. കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. സോ അതിനാൽ തന്നെ അവൻ അകത്തിട്ടു. വേരിയബിൾസ് ഉണ്ടെങ്കിൽ കോൺസ്റ്റൻസിനെ പുറത്തെടുക്കാം. ഇവിടെ വേരിയബിൾസ് ഇല്ല, കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. സോ അവനെ ഡിഫറൻസിയേഷൻ അകത്ത് തന്നെ ഞാൻ വെച്ചു. അവനെ ഞാൻ ഒന്നും ചെയ്യില്ല. മോനെ നീ അവിടെ നില്ലെന്ന് പറഞ്ഞ് അവിടെ നിർത്തി. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കടാ മക്കളെ. എന്താണ് ടി സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ? d/dt ഓഫ് ടി സ്ക്വയർ എന്താണ് മക്കളെ? 2t ആണ്. ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ബേസിക് ഒന്നും പറഞ്ഞ് അധികം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ടി സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 2t ആണ്. x⁻n എന്ന് പറഞ്ഞാൽ nx⁻n-1 ആണ് ഫോർമാറ്റ്, നമുക്ക് അറിയുന്നതാണ്. സോ ടി സ്ക്വയർ ഡിഫറൻസിയേഷൻ 2t ആണ്. എഴുതുന്നുണ്ടാ? 2 ഇൻറ്റു 2t മൈനസ് 2 ഇൻറ്റു ഇവിടെ ശ്രദ്ധിക്കടാ dt/dt എത്രയാണ്? അല്ലെങ്കിൽ ടിയുടെ ഡിഫറൻസിയേഷൻ എന്താണ്? 1 ആണ്. അല്ലെങ്കിൽ dt/dt എന്ന് പറഞ്ഞാൽ 1 അല്ലടാ, 1
പ്ലസ് കോൺസ്റ്റന്റിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് ദ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ ശ്രദ്ധിക്കടാ, 2 × 2t എന്താണ്? 4t ആണ്. 4t - 2 എന്ന് വരും. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയും. ദിസ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്, ദാറ്റ് ഈസ് 4t - 2. അന്തസ്സായിട്ട് മനസ്സിലായെങ്കിൽ, ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാ അനിയന്മാരും അനിയത്തിമാരും എനിക്കൊരു ഹാർട്ട് ഇമോജി ഇടാവോടാ. ഇതെനിക്ക് മനസ്സിലായി, യാതൊരുവിധ സംശയമില്ല എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു ഹാർട്ട് ഇമോജി ഇടാവോടാ. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ഈക്വൽ ടു 4t - 2 ക്ലിയർ ആണെന്ന് പറയുകയാണെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി ഇടാവോടാ. യെസ്, രോഹിത് എല്ലാ ആൻസറും പറയുന്നു. യെസ്, പ്രണവ്, ശ്രീഷ്ണു, എല്ലാവരും, ബാസിത്ത്, അടിപൊളിയടാ, തകർത്തടാ. എല്ലാവരും റൈറ്റ് ആൻസേഴ്സ് തന്നെയാണ് കമൻറ്റ് ചെയ്യുന്നത്. കൃത്യമായി മനസ്സിലായില്ലേ? ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്. ഇതാണ് നമ്മുടെ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ എ ക്വസ്റ്റ്യൻ. നമുക്ക് എ ക്വസ്റ്റ്യൻ മാത്രമല്ല ഉള്ളത്, നമുക്കൊരു ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എന്താണ് ബി ക്വസ്റ്റ്യൻ? നമുക്ക് നോക്കിയാലോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കറണ്ട് വെൻ ടൈം ഈക്വൽ ടു 1 സെക്കൻഡ്? സമയം 1 സെക്കൻഡ് ആവുന്ന സമയത്തുള്ള കറണ്ട് എത്രയാണ്? ഇതാണ് ജനറലി ഉള്ള ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം 1 സെക്കൻഡ് ആവുന്ന സമയത്തുള്ള കറണ്ട് എത്രയാണെന്നാണ് ചോദ്യം. വാടാ മക്കളെ നോക്കാം. യെസ്, കറണ്ട് വെൻ ടൈം ഈക്വൽ ടു 1 സെക്കൻഡ്. സമയം 1 സെക്കൻഡ് ആകുമ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? ഈ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിലെ കറണ്ടിൻ്റെ എക്സ്പ്രഷനിൽ ടിക്ക് പകരം 1 എന്ന് കൊടുക്കുക. ടിക്ക് 1 കൊടുക്കാം. സോ 4 × 1 - 2 എന്ന് വരും. ശരിയല്ലേ? ഈ കാണുന്ന ടിക്ക് പകരം 1 കൊടുത്താൽ എന്ത് കിട്ടും? 4 × 1 - 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 2 വിച്ച് ഈസ് ഈക്വൽ ടു 2 ആംപിയർ. വിച്ച് ഈസ് ഈക്വൽ ടു 2 ആംപിയർ. അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ? അന്തസ്സായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? സെറ്റല്ലേ? 2 ആംപിയർ ഈസ് അവർ റൈറ്റ് ആൻസർ. സോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് വെൻ ടൈം ഈക്വൽ ടു 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടിക്ക് പകരം 1 കൊടുക്കുക. സോ 4 × 1 - 2 ആണ്. ദാറ്റ് ഈസ് 2 ആംപിയർ എന്ന് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും റൈറ്റ് ആൻസർ. ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതിന് മുഴുവൻ മക്കളും റൈറ്റ് ആൻസേഴ്സ് ആണ് പറയുന്നത്. സോ ഹാപ്പി. റെഡി? അടുത്തത് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കടക്കുന്നു. അതിനു മുമ്പ് ഒരു കുഞ്ഞു ചോദ്യം കൂടി നമുക്ക് ചെയ്യാം. ഒരു കുഞ്ഞു ചോദ്യം. +1 നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്, എങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഫോർമാറ്റിൽ അണ്ണൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ശ്രദ്ധിക്കണം. ഈവൻ ദോ ഇലക്ട്രിക് കറണ്ട് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സ്കേലാർ ക്വാണ്ടിറ്റി. വൈ? ശരിയാണ് അല്ലേ? ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഇലക്ട്രിക് കറണ്ടിന് ഡയറക്ഷനും ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ അവനെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഇലക്ട്രിക് കറണ്ടിന് ഡയറക്ഷൻ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ അവനെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കും ഇലക്ട്രിക് കറണ്ടിനെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയി ട്രീറ്റ് ചെയ്യുന്നത്? കാരണം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. നമ്മൾ +1 പഠിച്ചതാണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെക്റ്റർ ആവണമെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രം ഉണ്ടായാൽ പോരാ, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി വേണം. ഇറ്റ് ഷുഡ് ഒബേ വെക്റ്റർ ലോസ്. ശരിയല്ലേ? അവൻ എന്തുകൂടി ഒബേ ചെയ്യണം? ഇറ്റ് ഷുഡ് ഒബേ വെക്റ്റർ ലോസ്. വെക്റ്റർ നിയമങ്ങൾ കൂടി അനുസരിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അവൻ എന്തായി മാറത്തുള്ളൂ? വെക്റ്റർ ക്വാണ്ടിറ്റി ആയി മാറത്തുള്ളൂ. വെക്റ്റർ നിയമങ്ങൾ കൂടി അനുസരിച്ചാൽ മാത്രമേ അവൻ എന്തായി മാറത്തുള്ളൂ? വെക്റ്റർ ക്വാണ്ടിറ്റി ആവത്തുള്ളൂ. കറണ്ട് ഒബേ ചെയ്യുന്നുണ്ടോ? ഇല്ല, കറണ്ട് ഒരിക്കലും ഒബേ ചെയ്തില്ല. നോട്ട് ഒബേയിങ് വെക്റ്റർ ലോസ്. കറണ്ട് വെക്റ്റർ ലോസ് അനുസരിക്കാത്തത് കൊണ്ടാണ് അവൻ വെക്റ്റർ ക്വാണ്ടിറ്റി ആവാതെ സ്കേലാർ ക്വാണ്ടിറ്റി ആയത്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെക്റ്റർ ആവാൻ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രം പോരാ, അവൻ വെക്റ്റർ ലോസ് ഒബേ ചെയ്തിരിക്കണം. കറണ്ട് വെക്റ്റർ ലോസ് ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കറണ്ട് എന്തല്ലാത്തത്? അതുകൊണ്ടാണ് കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലാത്തത് എന്ന കാര്യം മനസ്സിലാക്കുക. ഫൈൻ, റെഡി? അടുത്ത ടോപ്പിക്കിലോട്ട് കടന്നാലോ? വാടാ മക്കളെ, നമ്മൾ നമ്മുടെ അടുത്ത ടോപ്പിക്കിലോട്ട് കടന്നാൽ ദാറ്റ് ഈസ് കറണ്ട് ഡെൻസിറ്റി. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് കറണ്ട് ഡെൻസിറ്റി എന്ന്. സിമ്പിളായ ടോപ്പിക്കാണ്, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി എന്ന് വെച്ചാൽ കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയിങ് നോർമൽ പെർ യൂണിറ്റ് ഏരിയ. അത്രയേ ഉള്ളൂ. ഒരു ഏരിയയ്ക്ക് നോർമലായിട്ട് ഒഴുകുന്ന കറണ്ടിന് നമുക്ക് എന്ത് പറയാം? കറണ്ട് ഡെൻസിറ്റി എന്ന് പറയാം. കറണ്ട് ഫ്ലോയിങ് നോർമൽ പെർ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് ഒഴുകുന്ന കറണ്ടിനെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയാം. സിമ്പിൾ അല്ലേ? ദ ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ദ ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ. കറണ്ട് ഫ്ലോയിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് നോർമലായിട്ട് ഒഴുകുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുക. അത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജെ ഉപയോഗിച്ചാണ് കേട്ടോ. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ജെ ഉപയോഗിച്ചാണ്. സോ ജെ ഈക്വൽ ടു I/A, കറണ്ട് പെർ ഏരിയ. ജെ ഈക്വൽ ടു I/A. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. കറണ്ട് ഡെൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ ജെ ഈക്വൽ ടു I/A എന്ന് നമുക്ക് എഴുതാം. കറണ്ട് ഫ്ലോയിങ് നോർമൽ പെർ യൂണിറ്റ് ഏരിയ. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും എന്ന് കമൻറ്റ് ചെയ്യണം.
എന്തായിരിക്കും കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ്? ഇക്വേഷൻ നമുക്കറിയാം, കറണ്ട് പെർ ഏരിയ ആയതുകൊണ്ട് I/A എന്ന് എഴുതാം. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? അറിയുന്ന ആളുകൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേ. ബാസിത്തെ അനിയെ കമൻറ്റ് ചെയ്യടാ. എന്താണ് കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ്? പോരട്ടെ നവിനെ, അതിൻ്റെ യൂണിറ്റ് പറയടാ തങ്കമേ. എന്താണ് യൂണിറ്റ്? യെസ് ആൻ ഹായ്ഡാ. ആൽവിനെ ഹായ്. എന്താണ് യൂണിറ്റ് വരിക? നമുക്കറിയാം കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംപിയർ ആണ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് കിട്ടും? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ് മക്കളെ? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ്. കാരണം ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. സോ ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ് കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. കൃത്യമായി തന്നെ മനസ്സിലാക്കുക. കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ് മക്കളെ? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ആ ഏരിയയ്ക്ക് നോർമൽ ആയിരിക്കും. ലൈക്ക് അതായത് ഏരിയ വെക്റ്ററിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ ഏരിയയ്ക്ക് നോർമൽ ആയിട്ടാണ് കറണ്ട് ഒഴുകുന്നത്. സോ ആ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഡെൻസിറ്റി ഉണ്ടാവുക കേട്ടോ. സോ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഏരിയയ്ക്ക് നോർമൽ ആയിരിക്കും, അഥവാ ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഡെൻസിറ്റി ഉണ്ടാവുക. ഓക്കെ ഫൈൻ, മുന്നോട്ട് പോവാം. അടുത്ത ഓംസ് ലോ. ഓംസ് ലോ നമ്മൾ പലകുറി പഠിച്ചതാണ്, എങ്കിലും ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബാറ്ററിയൊക്കെ അറിയാലോ. ലൈക്ക് ഞാനൊരു സർക്യൂട്ട് വരയ്ക്കാം. ഇതൊരു സർക്യൂട്ടാണ് എടാ, ഒരു റെസിസ്റ്ററൊക്കെ ഉള്ള ഒരു സർക്യൂട്ട്. ഇത്രയും വലിയ സർക്യൂട്ടാണ്, ചെറിയൊരു സർക്യൂട്ട് വരയ്ക്കാം. നോക്കടാ, ഒരു റെസിസ്റ്ററൊക്കെ ഉള്ളൊരു സർക്യൂട്ട് വെച്ചു. ഈ സർക്യൂട്ടിൽ ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്യണേ. ഓക്കെ, സിമിലർ വേ അടുത്തൊരു സർക്യൂട്ട് ഉണ്ട് കേട്ടോ. അടുത്തൊരു സർക്യൂട്ടുണ്ട്. ഈ സർക്യൂട്ടിലും ഞാൻ എന്ത് കണക്ട് ചെയ്യാണ്? ബാറ്ററി കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ സർക്യൂട്ടിനെ ഞാൻ എ എന്ന് വിളിച്ചു, ഈ സർക്യൂട്ടിനെ ബി എന്ന് വിളിച്ചു. ഈ സർക്യൂട്ടിലുള്ള ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 10 വോൾട്ടാണ്, ഇവിടെയുള്ളത് 3 വോൾട്ടാണ്. എങ്കിൽ രണ്ട് സർക്യൂട്ടിലൂടെയും കറണ്ട് ഒഴുകുമെന്ന കാര്യം നിങ്ങൾക്കറിയാം. ഇതിലേത് സർക്യൂട്ടിലായിരിക്കും കൂടുതൽ കറണ്ട് ഒഴുകുക? ഒന്നാമത്തെ സർക്യൂട്ടിലായിരിക്കുമോ രണ്ടാമത്തെ സർക്യൂട്ടിലായിരിക്കുമോ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുക? ഒന്നാമത്തെ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്, അതിനെ ക്രോസ് ആയി കണക്ട് ചെയ്ത ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 10 വോൾട്ടാണ്. രണ്ടാമത്തെ സർക്യൂട്ടിലുള്ള ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 3 വോൾട്ടാണ്. ഇതിൽ ഏത് സർക്യൂട്ടിലായിരിക്കും? രണ്ടും സെയിം റെസിസ്റ്റർ ആണ് കേട്ടോ, ഒരേ റെസിസ്റ്റർ ആണ്. R എന്ന് പറയുന്ന സെയിം റെസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഇതിലേത് സർക്യൂട്ടിലായിരിക്കും കൂടുതൽ കറണ്ട് ഒഴുകുക? എ എന്ന് പറയുന്ന സർക്യൂട്ടിലാണോ ബി എന്ന് പറയുന്ന സർക്യൂട്ടിലാണോ കൂടുതൽ കറണ്ട് ഒഴുകുക? വേഗം കമൻറ്റ് ചെയ്യടാ. ഇതിലേത് സർക്യൂട്ടിലാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഒഴുകുക? ഒരു സംശയവുമില്ല, ഒന്നാമത്തെ സർക്യൂട്ടിലാണ്, അഥവാ എ എന്ന് പറയുന്ന സർക്യൂട്ടിലാണ് കൂടുതൽ കറണ്ട് ഒഴുകുക. അതിൻ്റെ കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? എന്തുകൊണ്ടായിരിക്കും എ എന്ന് പറയുന്ന ഒന്നാമത്തെ സർക്യൂട്ടിൽ കൂടുതൽ കറണ്ട് ഒഴുകിയിട്ടുണ്ടാവുക? അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ റീസൺ എന്തായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ റീസൺ എന്തായിരിക്കും? എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യാവോ? വൈ? കാരണം എന്താണ്? അവിടെ വോൾട്ടേജ് കൂടുതലാണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതലാണ്. വോൾട്ടേജ് കൂടുതലാണെങ്കിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ, വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് V ഈസ് പ്രപ്പോർഷണൽ ടു I. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ അല്ലെങ്കിൽ വോൾട്ടേജ് കൂടിയാൽ ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് കൂടുതലായിരിക്കും. യെസ്, അത് തന്നെയാണ് ആ തങ്കക്കുടങ്ങളെ. ദാറ്റ്സ് ഇറ്റ്. വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ കറണ്ട് കൂടും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ കറണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ കറണ്ട്. ഇതാണ് ഓംസ് ലോ. ഇത് തന്നെയാണ് ഓംസ് ലോ. വേറെ ഡെഫിനിഷൻ ഒന്നും വേണ്ട. ദിസ് ഈസ് ഓംസ് ലോ, വേറെ ഒന്നും വേണ്ട. ഇതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അതായത് the current passing through a conductor is directly proportional to the potential difference across the ends of the conductor. ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ എൻസിനിടയിലുള്ള, അല്ലെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതാണ് ഓംസ് ലോ പറയുന്നത്. ദാറ്റ് ഈസ് V ഈസ് പ്രപ്പോർഷണൽ ടു I. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ കറണ്ട്. സംശയം വേണ്ട, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഇവിടെ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാൻ വേണ്ടി നമ്മൾ ഏത് പാരാമീറ്റർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? നമ്മൾ ഏത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെയാണ് കൊണ്ടുവരിക? ഇവിടെ പ്രപ്പോർഷണാലിറ്റിയാണ് ഉള്ളത്, അത് മാറ്റി ഈക്വൽ ടു ആക്കാൻ നമ്മൾ ആരെയാണ് മക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാവോ? പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാൻ വേണ്ടി നമ്മൾ ആരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? യെസ്, നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണടാ. പറടാ, നമ്മൾ ആരെയാണ് മക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാൻ വേണ്ടി നമ്മൾ ആരെയാണ് മക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? യെസ്, നമ്മളൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെയാണ്. അവൻ ആരാണ്? അവനാണ് R എന്ന് പറയുന്നത്. സോ V ഈക്വൽ ടു RI. ഇക്വേഷൻ നമ്പർ 2.
V equal to Ri, where R is the proportionality constant. R വെറും കോൺസ്റ്റന്റ് അല്ല, അവനൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. വെറും കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ജി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അവൻ്റെ വാല്യൂ ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷെ ആറിൻ്റെ വാല്യൂ ഫിക്സ്ഡ് അല്ല, അതുകൊണ്ടാണ് ആറിനെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന്. സാധാരണ ഒരു കോൺസ്റ്റന്റ് അല്ല റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. എന്താണ് സാധാരണ ഒരു കോൺസ്റ്റന്റും പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റും തമ്മിൽ വ്യത്യാസം? സാധാരണ ഒരു കോൺസ്റ്റന്റ്, ഇപ്പോൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറയാറില്ലേ, അവൻ്റെ വാല്യൂസ് ഫിക്സ്ഡ് ആയിരിക്കും, മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ആറിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. സോ അവനെന്ത് വിളിക്കാം? അവനെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് അവനെ നമുക്ക് വിളിക്കാം കേട്ടോ. എങ്കിൽ ആർ ഈക്വൽ ടു എന്താണ് മക്കളെ ഇക്വേഷൻ? ആർ ഈക്വൽ ടു വി ബൈ ഐ ആയിരിക്കും കേട്ടോ. പഠിച്ചു വെച്ചോ, ആർ ഈക്വൽ ടു വി ബൈ ഐ, ഇക്വേഷൻ നമ്പർ 3. ഇതാണ് ആറിൻ്റെ ഇക്വേഷൻ. ഇതുകൂടി പഠിക്കണം. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ഇനി ഓംസ് ലോയുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കാറുള്ളത്, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ് നമ്മുടെ സ്വന്തം ഗ്രാഫ്. യെസ്, രോഹിത് പറയുന്നു സാർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വേണ്ടേ എന്ന് രോഹിത് പറയുന്നു. അനിയാ ശരിയാണടാ, ഇവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് വേണം. ടെമ്പറേച്ചർ ഓൾവേസ് കോൺസ്റ്റന്റ് ആയി തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ടെമ്പറേച്ചർ മാറിയ റെസിസ്റ്റൻസ് മാറും. അതുകൊണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് കണ്ടീഷൻ തന്നെയാണ് ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കേട്ടോ. അതിവിടെ മെൻഷൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ടെമ്പറേച്ചർ മാറിയാൽ റെസിസ്റ്റൻസ് മാറും, ടെമ്പറേച്ചർ മാറിയാൽ റെസിസ്റ്റൻസ് മാറും. സോ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് കൊടുക്കുന്നത് ഓക്കെയാണ്, അതുകൂടി കൊടുത്തു. ശരി, പോകണ്ട അല്ല, പൊക്കോട്ടെ. റെഡി. അടുത്തത് ഇനി ഗ്രാഫിലോട്ട് കിടക്കാം. ഓംസ് ലോയുമായി ബന്ധപ്പെട്ട ഗ്രാഫ് നിങ്ങളൊക്കെ ഒന്ന് പഠിക്കേണ്ടതാണ് കേട്ടോ. ശ്രദ്ധിക്കടാ, ഒരു കിണ്ണം കാച്ചിയ ഗ്രാഫ് വരച്ചുതരാം. യെസ്, എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ വൈ ആക്സിസിലുള്ളത് കറണ്ടും എക്സ് ആക്സിസിനുള്ളതുള്ളത് വോൾട്ടേജുമാണ് കേട്ടോ. വൈ ആക്സിസിലുള്ളത് കറണ്ടും എക്സ് ആക്സിസിലുള്ളത് വോൾട്ടേജുമാണ് കേട്ടോ. ഗ്രാഫ് എങ്ങനെയായിരിക്കും ഒന്ന് പറയാമോ? ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമുക്കറിയാം വി ഈസ് പ്രപ്പോർഷണൽ ടു ഐ ആണ്, ശരിയല്ലേ? വി ഈസ് പ്രപ്പോർഷൻ ടു ഐ ആണ്. സോ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ, നോ ഡൗട്ട്. ഗ്രാഫ് ഉറപ്പായും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. യെസ്, ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് ഉറപ്പായും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. ഈ ഗ്രാഫിന് നമുക്കൊരു സ്ലോപ്പ് എടുത്താൽ എന്താണ് കിട്ടുക? അതുകൂടി നമുക്ക് നോക്കിയാലോ. ഈ ഗ്രാഫിന് ഞാനൊരു സ്ലോപ്പ് എടുക്കുവാണ് കേട്ടോ. ശ്രദ്ധിക്കണം, ഈ ഗ്രാഫിന് ഞാൻ എന്താണ് എടുക്കുന്നത്? യെസ്, ഞാനൊരു സ്ലോപ്പ് എടുക്കുകയാണ്. ഈ ഗ്രാഫിന് എനിക്ക് എന്ത് പാരാമീറ്ററാണ് കിട്ടുക? ഈ ഗ്രാഫിന് സ്ലോപ്പ് എടുത്താൽ എന്ത് പാരാമീറ്ററാണ് മക്കളെ കിട്ടുക? നമുക്ക് നോക്കിയാലോ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ആണ്, ശരിയല്ലേ? അഥവാ വൈ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ എക്സ് കമ്പോണൻറ്റ് ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൈ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ എക്സ് കമ്പോണൻറ്റ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇവിടെ വൈ കമ്പോണൻറ്റ് ഏതാണ് മക്കളെ? അത് വോൾട്ടേജ് അല്ലേ വൈ കമ്പോണൻറ്റ്? അപ്പോൾ വി ബൈ എക്സ് കമ്പോണൻറ്റ് ആരാണ് മക്കളെ? കറണ്ട് അല്ലേ? സോ വി ബൈ ഐ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത്? റെസിസ്റ്റൻസ്. സോ ഒരു വി ഐ ഗ്രാഫിന് സ്ലോപ്പ് എടുത്താൽ നമുക്ക് കിട്ടുന്ന പാരാമീറ്റർ എന്താണ് മക്കളെ? അത് റെസിസ്റ്റൻസ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഒരു വി ഐ ഗ്രാഫിന് നമ്മളൊരു സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? സോ വി ഈസ് പ്രപ്പോർഷണൽ ടു ഐ ആണ്. അതിനാൽ തന്നെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് ലഭിക്കുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആയിരിക്കും. റൈറ്റ്. അടുത്തൊരു ചോദ്യം അണ്ണനായിട്ടൊരു ചോദ്യം ചോദിക്കുക. ഞാനായി ചോദിക്കുന്നത്, ശ്രദ്ധിക്കണം. വാടാ. ഓക്കെ, സെയിം ഗ്രാഫാണ്, ഒരു മാറ്റമില്ല, അതേ ഗ്രാഫാണ്. എക്സ് ആക്സിസിനകത്ത് കറണ്ടും വൈ ആക്സിസിനകത്ത് വോൾട്ടേജുമാണ്. പക്ഷെ ഇവിടെ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചിരിക്കും. രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഗ്രാഫ് ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ കണ്ടക്ടർ, ഇത് രണ്ടാമത്തെ കണ്ടക്ടർ. രണ്ടിൻ്റെയും വി ഐ ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടക്ടർ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? അവനെ എ എന്ന് വിളിക്കാം. രണ്ടാമത്തെ കണ്ടക്ടറിനെ ബി എന്ന് വിളിക്കാം. നിങ്ങൾ പറയടാ മക്കളെ, ഇതിലേത് കണ്ടക്ടറിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ? ഇതിനകത്ത് ഏത് കണ്ടക്ടറിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ? എയ്ക്കായിരിക്കോ റെസിസ്റ്റൻസ് കൂടുതൽ, ബിക്കായിരിക്കോ റെസിസ്റ്റൻസ് കൂടുതൽ? അതുകൂടി നിങ്ങൾ പറയേണ്ടതാണ്. ഇവിടെ എയ്ക്കാണോ റെസിസ്റ്റൻസ് കൂടുതൽ, ബിക്കാണോടാ? ആർക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ? കൃത്യമായിട്ട് ആലോചിക്കുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉത്തരം പറയാൻ സാധിക്കും. ഏതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ? വേഗം പറടാ, ഏതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ? ഒരു സംശയവും വേണ്ട. നമുക്കറിയാം, നമ്മൾ പഠിച്ചു, സ്ലോപ്പാണ് റെസിസ്റ്റൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സ്ലോപ്പ് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇവിടെ ആർക്കാണ് മക്കളെ സ്ലോപ്പ് കൂടുതൽ? ഒരു തരി സംശയം വേണ്ട, എയ്ക്കാണ് സ്ലോപ്പ് കൂടുതൽ. എയ്ക്കല്ലേ ചരിവ് കൂടുതൽ?
ഇതാ ഇങ്ങനെ ചരിവ് കുറവാണ്, ഇങ്ങനെ ചരിവ് കൂടുതലാണ്, എഗെയിൻ ഇങ്ങനെ ചരിവ് കൂടുതലാണ്, ഇങ്ങനെ ചരിവ് കൂടുതലാണ്. ലൈക്ക് മനസ്സിലായോ? സോ ചരിവ് അഥവാ സ്ലോപ്പ് ആർക്കാണോ കൂടുതൽ അവനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ. ഇവിടെ എയ്ക്കാണ് സ്ലോപ്പ് കൂടുതൽ, എയ്ക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ. സ്ലോപ്പ് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. സെറ്റല്ലേ? ഇത്രയും കാര്യം എനിക്ക് സെറ്റാണ്, യാതൊരുവിധ സംശയമില്ല എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു സെറ്റ് അണ്ണാന്നുള്ള മെസ്സേജ് ഇടാവും എല്ലാവരും. സിമിലവേ യൂട്യൂബിനകത്ത് ലൈക്ക് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഉറപ്പായും ഒന്ന് ലൈക്ക് ചെയ്ത് ലൈവ് കാണുക കേട്ടോ. മുന്നോട്ട് പോയാലോടാ. സോ ഗൈസ് വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്തായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്. എല്ലാവർക്കും അറിയുന്ന, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് അടുത്തായിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? റെസിസ്റ്റ് ചെയ്യുക, തടഞ്ഞു നിർത്തുക, പ്രതിരോധിക്കുക, ഇങ്ങോട്ട് വരണ്ടട എന്ന് പറഞ്ഞ് തടുത്ത് നിർത്തുക, അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുക. റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തടുത്ത് നിർത്തുക. ഇപ്പോൾ ഒരാൾ നമ്മൾ അടിക്കാൻ വരുമ്പോൾ നമ്മൾ റെസിസ്റ്റ് ചെയ്യുക മീൻസ് തടയുക, എടാ തല്ലല്ല ഓടാ എന്ന് പറഞ്ഞ് തടുത്ത് നിർത്തുക, അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുക. സിമിലർ വേ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിനെ പ്രതിരോധിക്കുന്ന, കറണ്ടിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ഫാക്ടറാണ് റെസിസ്റ്റൻസ് എന്ന് പറയുക. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും, കാരണം തടസ്സമാണ്. സോ റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും എന്ന കാര്യം മനസ്സിലാക്കുക. റെസിസ്റ്റൻസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ കണ്ടക്ടർ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന ഫാക്ടറാണ്, അതിനെ പ്രതിരോധിക്കുന്ന ഫാക്ടറാണ് റെസിസ്റ്റൻസ് എന്ന് പറയുക കേട്ടോ. അത് നമ്മൾ പൊതുവേ ഡിനോട്ട് ചെയ്യുന്നത് ആർ എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ചാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം ആണ്. ഒരു ഹമ്പ് പോലെ ആലോചിച്ചാൽ മതി. റോട്ടിൽ എന്തിനാണ് ഹമ്പ് വയ്ക്കുന്നത്? വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാനല്ലേ. അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഒഴുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഹമ്പ് സിംപിളൈസേഷനുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സെറ്റല്ലേ? അടുത്തൊരു കാര്യം പറഞ്ഞു തരട്ടെ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ റെസിസ്റ്റൻസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഓരോന്നായിട്ട് നിങ്ങൾ പറ. റെസിസ്റ്റൻസ് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഞാനൊരു 4 ഫാക്ടേഴ്സ് എഴുതുന്നുണ്ട്, നിങ്ങൾ പറയണേ. റെസിസ്റ്റൻസ് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഒരു കണ്ടക്ടറിൻ്റെ ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക? എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റെസിസ്റ്റൻസ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് എന്തിനെയൊക്കെയാണ് മക്കളെ ഡിപ്പെൻഡ് ചെയ്യുക? ഒന്നാമത്തെ ഫാക്ടർ ഏതാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയണം. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ്. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ്. രണ്ടാമത്തെ ഫാക്ടർ ഏതാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എന്താണ് മക്കളെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ? വണ്ണം, തിക്നെസ് എന്ന് പറയാലോ. കണ്ടക്ടറിൻ്റെ തിക്നെസ്, അതിനെയാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുക. നീളം കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, വണ്ണം കൂടിയാലും റെസിസ്റ്റൻസ് കൂടും. സോ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അഥവാ തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ. മൂന്നാമത്തെ എന്താണ്? വാട്ട് ഈസ് ദ തേർഡ് വൺ? തേർഡ് വൺ ആണ് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ നേച്ചർ. നാലാമത്തെ അവസാനത്തെ ഫാക്ടർ ഏതാണ്? ആർക്കും ചിലപ്പോൾ അറിയാത്തൊരു ഫാക്ടർ ആയിരിക്കും, പക്ഷെ അഭിനവ് കൃത്യമായി കമൻറ്റ് ചെയ്തു. നാലാമത്തെ ഫാക്ടർ ആരാണ്? നാലാമത്തെ ഫാക്ടറാണ് അമൃത പറയുന്ന പോലെ, ഗൗതം പറയുന്ന പോലെ, അഭിനവ് പറയുന്ന പോലെ ടെമ്പറേച്ചർ. യെസ്, നാലാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഈ 4 ഫാക്ടേഴ്സിനെയാണ് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് രോഹിത് പറഞ്ഞത്, സാറേ ഓംസ് ലോ തുടങ്ങുമ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് വേണ്ടേ എന്ന് ചോദിക്കാൻ കാരണം അത് തന്നെയാണ്. തീർച്ചയായും വേണം, കാരണം ടെമ്പറേച്ചർ മാറിയാൽ ആര് മാറും? ടെമ്പറേച്ചർ മാറിയാൽ റെസിസ്റ്റൻസ് മാറും. അതുകൊണ്ടാണ് രോഹിത് അനിയൻ പറഞ്ഞത്, സാറേ അവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നൊരു കൊടുക്കണ്ടേ, അത് സ്പെസിഫൈ ചെയ്യണം. തീർച്ചയായും സ്പെസിഫൈ ചെയ്യണം, പക്ഷെ അവിടെ നോൺ ആയതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്. അതുകൂടി കൊടുത്തിട്ട് ഇനി നിങ്ങൾ ഡിഫൈൻ ചെയ്താൽ മതി കേട്ടോ. സോ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫൈൻ, ഓക്കെ. ഇനി ഇവയൊക്കെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യാന്ന് കൂടി നമുക്ക് നോക്കിയാലോ? നമുക്ക് നോക്കാടാ. ഇപ്പോൾ ഒരു കോപ്പർ വയർ ഉണ്ട് കേട്ടോ. ഒരു കോപ്പർ വയർ ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. കോപ്പർ വയർ ഉണ്ട്. ഒന്നാമത്തെ കോപ്പർ വയർ, ലൈക്ക് ഇതാണ് ഒന്നാമത്തെ കോപ്പർ വയർ. ഇത് രണ്ടാമത്തെ കോപ്പർ വയറാണ്. ദിസ് ഈസ് അവർ ഫസ്റ്റ് കോപ്പർ വയർ, ദിസ് ഈസ് അവർ സെക്കൻഡ് കോപ്പർ വയർ. രണ്ടും ഒരേ കോപ്പർ വയറുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഏത് കോപ്പർ വയറിനായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്? എയ്ക്കാണോ ബിക്കാണോ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതിലുള്ള ഏത് കോപ്പർ വയറിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക? എയ്ക്കാണോ ബിക്കാണോ? വേഗം കമൻറ്റ് ചെയ്യണം. ഇതിനകത്തുള്ള ഏത് കോപ്പർ വയറിനാണ് റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? എയ്ക്കാണോ ബിക്കാണോ? എല്ലാവരും കമൻറ്റ് ചെയ്തേ.
ഇതിനകത്ത് ഏത് കോപ്പർ വയറിനാണ് മക്കളെ റെസിസ്റ്റൻസ് കൂടുതൽ? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, എയ്ക്കായിരിക്കും. കാരണം എയ്ക്ക് നീളം കൂടുതലാണ്. നീളം കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, മനസ്സിലാക്കുക. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നീളം കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ഫസ്റ്റ് പോയിന്റ് ആണ്, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഒന്നാമത്തെ പോയിന്റ്, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്, പഠിച്ചിരിക്കണം കേട്ടോ. അടുത്തത് സെക്കൻഡ് വൺ ശ്രദ്ധിക്കണം. ഒരു കണ്ടക്ടർ ഉണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു കണ്ടക്ടർ ഉണ്ട്, കോപ്പർ തന്നെയാണ്, കോപ്പർ ചെമ്പ് കമ്പിയാണ് കേട്ടോ. അതേ നീളത്തിൽ മറ്റൊരു കണ്ടക്ടർ ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ കണ്ടക്ടറിന് വണ്ണം കൂടുതലാണ്. രണ്ടിനും ഒരേ നീളമാണ്, പക്ഷേ രണ്ടാമത്തെ കണ്ടക്ടറിന് വണ്ണം കൂടുതലാണ് കേട്ടോ. ഇവിടെയും നമുക്ക് പേര് കൊടുക്കാം, ശ്രദ്ധിക്കടാ. ദിസ് ഈസ് എ, ദിസ് വൺ ഈസ് ബി. ഇതിന് ഏത് കണ്ടക്ടറിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ? എയ്ക്കാണോ റെസിസ്റ്റൻസ് കൂടുതൽ, ബിക്കാണോ റെസിസ്റ്റൻസ് കൂടുതൽ? വേഗം പറയടാ. ഇവിടെ നമുക്ക് രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്, എയും ബിയും. രണ്ടിനും ഒരേ നീളമാണ്, ഒരേ ലെങ്ത് ആണ്. പക്ഷെ ഇവയിൽ ആർക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ? എയ്ക്കാണോ റെസിസ്റ്റൻസ് കൂടുതൽ, ബിക്കാണോ റെസിസ്റ്റൻസ് കൂടുതൽ? പറടാ, ഇതിൽ ആർക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ? ഒരു തരി സംശയം വേണ്ട, ഇവിടെ റെസിസ്റ്റൻസ് കൂടുതൽ എയ്ക്ക് തന്നെയാണ്. കാരണം ഇവിടെ റെസിസ്റ്റൻസ് കൂടുതൽ എയ്ക്ക് തന്നെയാണ്. കാരണം റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അഥവാ ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. സോ ഏരിയ കുറഞ്ഞതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. കാര്യം മനസ്സിലായോ? എല്ലാവരും മനസ്സിലാക്കുക. ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. സോ ബിക്ക് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഏരിയ കുറയുമ്പോഴാണ്, മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കുക, ഏരിയ കുറയുമ്പോഴാണ് റെസിസ്റ്റൻസ് കൂടുക. സോ ഇവിടെ ഏരിയ ആർക്കാണ് കുറവ്? എയ്ക്കല്ലേ ഏരിയ കുറവ്. ഏരിയ കുറയുമ്പോഴാണ് റെസിസ്റ്റൻസ് കൂടുക. കൃത്യമായി മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏരിയ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞാൽ, വണ്ണം കുറഞ്ഞാൽ, തിക്നെസ് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുമെന്ന കാര്യം മനസ്സിലാക്കുക. സോ ഇൻ ദിസ് കേസ് ഓൾസോ എ ഹാസ് ഹയർ റെസിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ മെസ്സേജ് ഇടാവോ? ഇതെന്നെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായെങ്കിൽ, യാതൊരുവിധ സംശയവുമില്ലെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ മെസ്സേജ് ഇടാവോ? മുഴുവൻ മക്കളും എനിക്കൊരു ക്രിസ്റ്റൽ ക്ലിയർ മെസ്സേജ് ഇടാവോ? കമോൺ, എല്ലാവരും ഒരു കമൻറ്റ് ചെയ്യാവോ? എങ്കിൽ നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇതെനിക്ക് മനസ്സിലായി, യാതൊരുവിധ സംശയമില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്തടുത്ത കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. റെഡിയല്ലേ? ഓക്കെ അല്ലേ? ഒരു ക്രിസ്റ്റൽ ക്ലിയർ മെസ്സേജ് ഇടാവോ? യെസ്, നവീൻ ഇട്ടു, പ്രണവ് ഇട്ടു, അടിപൊളി, എല്ലാവരും ഇടുന്നുണ്ട്, അടിപൊളിയായിട്ട് എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇവ ഉപയോഗിച്ച് റെസിസ്റ്റിവിറ്റി ഒന്ന് ഡിറൈവ് ചെയ്താലോ? റെസിസ്റ്റൻസിൻ്റെ ഈ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് റെസിസ്റ്റിവിറ്റി ഡിറൈവ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കണം. ആർ ഈസ് പ്രപ്പോർഷണൽ ടു എൽ ആണ്, ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എ ആണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് രണ്ട് ഇക്വേഷൻ കൂടി ഒന്ന് കമ്പൈൻ ചെയ്താലോ? രണ്ട് ഇക്വേഷൻ കൂടി ഒന്ന് കമ്പൈൻ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ആർ ഈസ് പ്രപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് എഴുതാം. ശരിയല്ലേ? ആർ ഈസ് പ്രപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് എഴുതാം. രണ്ടും കൂടി ഞാനൊന്ന് കമ്പൈൻ ചെയ്തു കേട്ടോ. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 3. ഇത് മൂന്നാമത്തെ ഇക്വേഷനാണ്. ആർ ഈസ് പ്രപ്പോർഷണൽ ടു എൽ ബൈ എ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് നമ്മൾ എടുത്തു. ഇനി എൻ്റെ ഓരോ മക്കളും കമൻറ്റ് ചെയ്യടാ, എൻ്റെ ഓരോ അനിയന്മാരും അനിയത്തിമാരും പറയടാ, ഇവിടെയുള്ള പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാൻ നമ്മൾ ആരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഇവിടെയുള്ള പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാൻ നമ്മൾ ആരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഇവിടെയും പ്രപ്പോർഷണാലിറ്റി ഉണ്ട്. ആ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കണം, തീർച്ചയായും ആക്കണം. അതിന് നമുക്കൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരണം. ആരാണ് നമ്മുടെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്? നിങ്ങൾക്കറിയണം. ആരാണ് മക്കളെ നമ്മുടെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ? അതാണ് റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ആർ ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ എ. ആർ ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ എ. റോ ഈസ് ദ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. റോ ആണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ റോ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? റീഅറേഞ്ച് ചെയ്താൽ ആർ എ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം. ശരിയല്ലേ? റീഅറേഞ്ച് ചെയ്താൽ റോ ഈക്വൽ ടു ആർ എ ബൈ എൽ എന്ന് നമുക്ക് എഴുതാം. യെസ്, റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി. റോ ആണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റോ ആണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി. റോ ഈക്വൽ ടു ആർ എ ബൈ എൽ. റോ ഈക്വൽ ടു ആർ എ ബൈ എൽ. സെറ്റല്ലേ മോനെ ദിനേശ? സെറ്റാണ്. ഓക്കെ, സോ ഹിയർ റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി. റോ ആണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ?
ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് അറിയുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യാവോ? ശ്രീഷിന് വെള്ളം കുടിക്കാൻ പറയുന്നു. വെള്ളം ഇല്ലടാ ശ്രീഷ്, ഞാൻ കൊണ്ടുവരാൻ പറയാം. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യാവോടാ തങ്കക്കൂടങ്ങൾ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? സിമ്പിളായിട്ട് പറയാൻ പറ്റും. എന്താണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? നിസ്സാരമായിട്ട് പറയാൻ പറ്റും. എന്താണ് മക്കളെ യൂണിറ്റ്? നോക്കടാ, റോ ഈക്വൽ ടു RA/L അല്ലേ? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. നോക്കടാ, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. നമുക്ക് ക്യാൻസൽ ചെയ്യാടാ, മീറ്ററും മീറ്റർ സ്ക്വയറും ക്യാൻസൽ ചെയ്തു വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? മക്കളെ? യെസ്, ഓം മീറ്റർ ആണ് കിട്ടുക. സോ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ് മക്കളെ? യെസ്, ഇറ്റ് ഈസ് ഓം മീറ്റർ. ഓം മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ് മക്കളെ? അത് ഓം മീറ്റർ ആണ്. ദാറ്റ്സ് ഇറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫൈൻ, ഓക്കെ അല്ലേ? നമുക്ക് അതിനൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്. എവിടെയാണ് ഡെഫിനിഷൻ? ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. നമുക്ക് റെസിസ്റ്റിവിറ്റി ഒന്ന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം കേട്ടോ. അത് ഞാനിവിടെ കൊടുക്കാവേ. റെസിസ്റ്റിവിറ്റി എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്ന കാര്യം ഞാനിവിടെ കൊടുക്കാവേ. ശ്രദ്ധിക്കണം. ഐ ആം ഗോണ ഡിഫൈൻ റെസിസ്റ്റിവിറ്റി. എന്താണ് റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ? നോക്കടാ, റോ ഈക്വൽ ടു RA/L അല്ലേ? റോ ഈക്വൽ ടു RA/L അല്ലേ? നോക്കടാ, റോ ഈക്വൽ ടു RA/L. ഓക്കെ ഫൈൻ. സപ്പോസ് ഏരിയ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഏരിയ 1 മീറ്റർ സ്ക്വയറും ലെങ്ത് 1 മീറ്ററും ആണെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? ഇവനും 1 ആയി, ഇവനും 1 ആയി. അതായത് ഏരിയയും 1 ആയി, ലെങ്ത്തും 1 ആയി. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആയിരിക്കും. ശരിയല്ലേ? സോ ഇങ്ങനെ നമുക്ക് റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യാം. റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഹാവിങ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും യൂണിറ്റ് ലെങ്ത്തുമുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഹാവിങ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് യൂണിറ്റ് ലെങ്ത്. ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. റോ ഈക്വൽ ടു R. എപ്പോഴാണ്? ഏരിയ 1 മീറ്റർ സ്ക്വയർ, ലെങ്ത് 1 മീറ്റർ ആവുന്ന സമയത്തുള്ള റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി എന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. റെഡി അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അടുത്തൊരു കാര്യം, ഈ റെസിസ്റ്റിവിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? കുറച്ച് മുമ്പ് നിങ്ങൾ പറഞ്ഞ പോലെ പറയണം, 2 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. റെസിസ്റ്റിവിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക? റെസിസ്റ്റൻസ് 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പഠിച്ചു. റെസിസ്റ്റിവിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഒന്ന് വേഗം കമൻറ്റ് ചെയ്യാവോ? റെസിസ്റ്റിവിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് മക്കളെ ഡിപ്പെൻഡ് ചെയ്യുക? എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും കമൻറ്റ് ചെയ്യണം. റെസിസ്റ്റിവിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? യെസ്, ഒന്നാമത്തെ ഫാക്ടർ ഞാൻ എഴുതി തരാം. ദാറ്റ് ഈസ് നേച്ചർ. ഒന്നാമത്തെ ഫാക്ടർ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ തന്നെയാണ്. നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. റെസിസ്റ്റിവിറ്റി നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ഒരു സംശയമില്ല. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ. റെസിസ്റ്റിവിറ്റി ഉറപ്പായും നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന കാര്യം മനസ്സിലാക്കുക. റെസിസ്റ്റിവിറ്റി എന്തിനെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യും? നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തത് നെക്സ്റ്റ് വൺ, ടെമ്പറേച്ചർ. ലെങ്ത്തിനെയും ഏരിയനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. 2 കാര്യങ്ങളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, നേച്ചറിനെയും ടെമ്പറേച്ചറിനെയും. റെസിസ്റ്റൻസ് ആണ് 4ാമത്തിന് ഡിപ്പെൻഡ് ചെയ്യുക. റെസിസ്റ്റിവിറ്റി 2 കാര്യങ്ങളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. നേച്ചറിനെയും ടെമ്പറേച്ചറിനെയും മാത്രമേ ആര് ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ല, അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? എങ്കിൽ നമുക്ക് മുന്നോട്ട് പോയാലോടാ. എങ്കിൽ ഗൈസ് വി ആർ മൂവിങ് ഫോർവേഡ്. നമ്മളിതാ മുന്നോട്ട് പോകുന്നു കേട്ടോ. അടുത്ത എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിൻ്റെ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ? മക്കൾ നിങ്ങൾ ഈ റൈമിംഗ് വേർഡ്സ്, ഞാൻ കുറച്ച് വെള്ളം ചോദിക്കട്ടെടാ, വെള്ളം ഇല്ലെങ്കിൽ ശരിയാവില്ല. അക്ഷയ് അനിയ കുറച്ച് വെള്ളം അല്ലടേ. എടാ കണ്ടക്റ്റൻസ്, നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ ഈ റൈമിംഗ് വേർഡ്സ് ഒക്കെ പഠിച്ച റൈമിംഗ് വേർഡ്സ്. ബോട്ടിൽ ഇല്ലടാ അനിയ, ഇവിടെ സാനിറ്റൈസറിൻ്റെ ബോട്ടിലുള്ളൂ. എവിടെയെങ്കിലും ബോട്ടിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തോടാ. പറയടാ, റൈമിംഗ് വേർഡ്സ് ഒക്കെ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചു, 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ കണ്ടക്റ്റൻസ് ഇതേപോലെ എൻഡ് ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു വാക്ക് പറയാവും? കണ്ടക്റ്റൻസ്, കണ്ടക്റ്റൻസ്, കണ്ടക്റ്റൻസ് ഇതേപോലെ എൻഡ് ചെയ്യുന്ന മറ്റൊരു വാക്ക് എനിക്ക് പറഞ്ഞു തരാമോ? ഇതേപോലെ. ഷുമിൽ എന്താ പറയുന്നത്? എനിക്ക് അവൻ്റെ കമൻറ്റ് കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്നില്ലടാ ഷുമിൽ അനിയ. എൻ്റെ കമൻറ്റ് കാണാൻ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാൻ പറ്റൂല. അനിയൻ്റെ കമൻറ്റ് കാണാൻ ഞാൻ എന്നാ പണ്ണു വേണ്ട? വെയിറ്റ് ചെയ്യണം.
അവൻ വേറെ ഏതിനോ ഡിപ്പെൻഡ് ചെയ്യില്ല ചോദിച്ചു. വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യില്ല. യെസ്, പറടാ. കണ്ടക്റ്റൻസ്, ഇതേപോലെ റൈമിംഗ് വേർഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ് അത്? റെസിസ്റ്റൻസ് ആണ്. കണ്ടക്റ്റൻസ് പോലെയുള്ള മറ്റൊരു വാക്ക് ഏതാണ്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ്, അത്രയേ ഉള്ളൂ. സോ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജി ആണ്. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അത് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ്. കണ്ടക്റ്റൻസ് പോലെ എൻഡ് ചെയ്യുന്ന മറ്റൊരു വാക്ക് റെസിസ്റ്റൻസ് ആണ്, ശരിയല്ലേ? സോ കണ്ടക്റ്റൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് എന്ത് പറയുന്നത്? കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ഫൈൻ, ഓക്കെ. എങ്കിൽ യൂണിറ്റ് എന്തായിരിക്കും വരിക? എല്ലാവരും പറയടാ. എങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണെന്ന് പഠിച്ചു. എങ്കിൽ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വേഗം പറടാ. എന്താണ് യൂണിറ്റ്? പൊരട്ടെ സോണിയ, പൊന്നോട്ടെ സോണിയ. എന്താണ്? വേഗം പറടാ, വേഗം പറടാ. എന്താണ് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുക? കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ് മക്കളെ? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഇവിടെ 1 റെസിസ്റ്റൻസ് അല്ലേ? സോ എന്ത് കിട്ടും? 1 ഓം എന്ന് എഴുതാം, അല്ലെങ്കിൽ ഓം പവർ ഓഫ് -1 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഓം പവർ ഓഫ് -1 എന്ന് എഴുതാം. സോ എന്താണ് മക്കളെ യൂണിറ്റ്? 1 ഓം അല്ലെങ്കിൽ ഓം പവർ ഓഫ് -1. കാരണം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. സോ 1 ഓം എന്ന് കിട്ടും, അല്ലെങ്കിൽ ഓം പവർ ഓഫ് -1 എന്ന് എഴുതാം. യെസ്, ഇറ്റ് ഈസ് ഓം റേസ് ടു -1. ഓം റേസ് ടു -1. റൈറ്റ്. അടുത്ത കണ്ടക്ടിവിറ്റി. മക്കളെ നിങ്ങൾ പറയടാ, നിങ്ങൾ ഓരോരുത്തരും പറയടാ. വിറ്റി. ഇതേപോലെ എൻഡ് ചെയ്യുന്ന മറ്റൊരു റൈമിംഗ് വേർഡ് പറ. കണ്ടക്ടിവിറ്റി. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്ക് പറഞ്ഞു. കണ്ടക്ടിവിറ്റി. വിറ്റി അതേപോലെ എൻഡ് ചെയ്യുന്ന മറ്റൊരു വാക്ക് ഏതാണ്? സെയിം വിറ്റി വെച്ച് എൻഡ് ചെയ്യുന്നത് റെസിസ്റ്റിവിറ്റി, ശരിയല്ലേ? അത്രയേ ഉള്ളടാ. സോ സിഗ്മ അഥവാ കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുക. സോ സിഗ്മ ഈക്വൽ ടു 1/ρ എന്ന് പറയാം. സിഗ്മ ഈക്വൽ ടു 1/ρ എന്ന് പറയാം. എങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? റോയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. അപ്പോൾ മുകളിലോട്ട് വരുമ്പോൾ ഓം പവർ ഓഫ് -1 മീറ്റർ പവർ ഓഫ് -1 എന്ന് പറയാം. ഓം പവർ ഓഫ് -1 മീറ്റർ പവർ ഓഫ് -1 എന്ന് പറയാം. ഓം മീറ്റർ ആണ് നമ്മുടെ എന്തെന്ന് പറയുക? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ എന്തായിരിക്കും? ഓം പവർ ഓഫ് -1 മീറ്റർ പവർ ഓഫ് -1. റെഡി? സെറ്റ് അല്ലേ? ഹാപ്പി അല്ലേ മോനെ ദിനേശ? ഹാപ്പി ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്തൊരു ഹാർട്ട് ഇമോജി ഇടാവും. അണ്ണാ ഇത് ഞങ്ങൾക്ക് ഗംഭീരമായിട്ട് മനസ്സിലായി, ഒരു തരി സംശയമില്ല, പക്കാ ക്ലിയർ ആണെന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എനിക്കൊരു ഹാർട്ട് ഇമോജി കമൻറ്റ് ചെയ്യാവും. എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. എക്സാമിന് ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. സിമ്പിളാണല്ലോ. റെഡി? യെസ്, എല്ലാവരും ഹാർട്ട് ഇമോജിയൊക്കെ ഇടുന്നുണ്ട്, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്. എങ്കിൽ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കൂടെ നിൽക്കണം, എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്, നോക്കിയാലോ മക്കളെ? നമുക്ക് നോക്കാം. വാടാ. ദ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് ഫോർ 2 റെസിസ്റ്റേഴ്സ്. 2 റെസിസ്റ്റേഴ്സിൻ്റെ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് ഇവിടെ നൽകിയിട്ടുണ്ട്. രണ്ടും സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അവയുടെ ഏത് പാരാമീറ്റർ ആയിരിക്കും സെയിം ആയിരിക്കുക? സെയിം മെറ്റീരിയൽ ആണ് പറഞ്ഞാൽ ഏത് പാരാമീറ്റർ ആയിരിക്കും സെയിം? റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും. കാരണം റെസിസ്റ്റിവിറ്റി നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഇവിടെ രണ്ടും ഒരേ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും. സെയിം റേഡിയസ് സെയിം ആണ്, അപ്പോൾ ഏരിയ സെയിം ആണ്. കാര്യം മനസ്സിലായോ? സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കണം റെസിസ്റ്റിവിറ്റി സെയിം ആണ്. റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും. റൈറ്റ്, ഓക്കെ. സെയിം റേഡിയ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉറപ്പിക്കണം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത കാര്യം, ആദ്യത്തെ കണ്ടക്ടറിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ L1 ആണ്. രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ നീളം L2 ആണ്. അവർ പറയുന്നു L1 ഈസ് ഗ്രേറ്റർ ദാൻ L2. L1 ഈസ് ഗ്രേറ്റർ ദാൻ L2 ആണെന്ന് പറയുന്നു. എങ്കിൽ ഇവയിൽ ഏതാണ്, ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ ഏതാണ് L1നെ സൂചിപ്പിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത്? സിമ്പിളാണ്. 2 കണ്ടക്ടേഴ്സ് ഉണ്ട്, രണ്ടിനും സെയിം നേച്ചറുള്ള ഒരേ മെറ്റീരിയലിൻ്റെ കണ്ടക്ടേഴ്സാണ്, അഥവാ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ സെയിം ആണ്. രണ്ടിനും ഒരേ റേഡിയസ് ആണ്, അഥവാ ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. എങ്കിൽ നിങ്ങൾ പറയടാ, ഇതിലേതാണ് L1നെ സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, എല്ലാവരും ശ്രദ്ധിച്ചോ, L1 എന്ന് പറയുന്നത് L2വിനേക്കാളും കൂടുതലാണ്. നമ്മൾ പഠിച്ചു ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുമെന്ന കാര്യം നമുക്കറിയാലോ. സോ L1 എന്ന് പറയുന്ന കണ്ടക്ടർ L2വിനേക്കാളും നീളം കൂടുതലാണെന്ന് പറയുന്നു. സോ ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിയാൽ VI ഗ്രാഫിൻ്റെ സ്ലോപ്പും കൂടും.
എങ്കിൽ ഏതാണ് മക്കളെ L1നെ സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, റെസിസ്റ്റൻസ് കൂടിയാൽ VI ഗ്രാഫിൻ്റെ സ്ലോപ്പ് കൂടും. എങ്കിൽ ഇവയിൽ ഏതാണ് മക്കളെ L1നെ സൂചിപ്പിക്കുന്നത്? A എന്ന് പറയുന്ന റെസിസ്റ്ററാണ്, A എന്ന് പറയുന്ന കണ്ടക്ടറാണ് L1നെ സൂചിപ്പിക്കുന്നത്. സോ A ഈസ് ദ റൈറ്റ് ആൻസർ. A ആണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. എല്ലാവരും പഠിക്കുക, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. A ഈസ് അവർ റൈറ്റ് ആൻസർ. A ആണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയും. A ഈസ് അവർ റൈറ്റ് ആൻസർ. റൈറ്റ്, A ഈസ് ദ ആൻസർ. ശരിയല്ലേ? ഓക്കെ ആണോടാ? ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും ഒരു സ്മൈലി മൂവ് ചെയ്താൽ ഹാപ്പി ആയി പഠിക്കുക. ഫിസിക്സിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് പഠിക്കുക, കഷ്ടപ്പാടൊന്നും വേണ്ട, ഇഷ്ടപ്പെട്ട് നിങ്ങൾ പഠിക്കണം. സോ ഇത് ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു സ്മൈലി മോജി ഇട്ടാൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു സ്മൈലി മോജി ഇട്ടാൽ നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തത് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായ കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാടാ. എ വയർ ഓഫ് റെസിസ്റ്റൻസ് ആർ. ഒരു വയറുണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് ആറാണ്. ഒരു വയറുണ്ട്, ആ വയറിൻ്റെ റെസിസ്റ്റൻസ് ആറാണെന്ന് അവർ പറയുന്നു. ഒരു വയറുണ്ട്, ആ വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് മക്കളെ? ആറാണ് ആ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് സ്ട്രെച്ച്ഡ് ട്വൈസ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ആ വയറിനെ ഞാൻ വലിച്ചങ്ങ് നീട്ടി, എന്ന് വിചാരിക്കുക. ഡെൻസിറ്റിയിൽ മാറ്റമില്ലാതെയാണ് വലിച്ചു നീട്ടിയത്. എങ്കിൽ അതിൻ്റെ പുതിയ റെസിസ്റ്റൻസ് എത്രയാണ്? ഒരു വയറുണ്ട്, ആ വയറിനെ ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടി, എത്രത്തോളം? അതിന് നീളം ഇരട്ടിയാവുന്ന വരയ്ക്കും ഞാൻ വലിച്ചു നീട്ടി. എങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? പുതിയ റെസിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. നിസ്സാരമായ കാര്യമാണ്, സിമ്പിളാണ്. ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കണം മക്കളെ. ഇപ്പോൾ ഒരു വയറുണ്ട്, ആ വയറിൻ്റെ നീളം ഇപ്പോൾ സപ്പോസ് 2 മീറ്റർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ആ വയറിനെ വലിച്ചിങ്ങനെ നീട്ടുവാണ്. ആ വയർ എന്ത് ചെയ്യാണ്? വലിച്ച് നീട്ടുവാണ്. ഓക്കെ ഫൈൻ. ആ വയറിനെ ഞാൻ ഇതുപോലെ വലിച്ചു നീട്ടി എന്ന് വിചാരിക്കുക. എന്നിട്ട് എന്താക്കി മാറ്റി? അപ്പോൾ അതിൻ്റെ പുതിയ നീളം എത്രയായി മാറി? 4 മീറ്റർ ആയിട്ട് മാറി. അതിൻ്റെ പുതിയ നീളം എത്രയാണ് മക്കളെ? 4 മീറ്റർ ആണ്. ആ വയറിനെ ഞാൻ വലിച്ചു നീട്ടി, അപ്പോൾ അതിൻ്റെ പുതിയ നീളം 4 മീറ്റർ ആണെന്ന് വിചാരിക്കുക. എങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു താടാ, പുതിയ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? നമുക്കറിയാം, ഈ ഒന്നാമത്തെ വയറിൻ്റെ തിക്നെസ് അല്ല രണ്ടാമത്തെ വയറിനുള്ളത്. തിക്നെസ് കുറയും, അഥവാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും. നിങ്ങൾക്കറിയാം, നോക്കടാ, വലിച്ചു നീട്ടുന്ന സമയത്ത് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓൾമോസ്റ്റ് 2 നിന്ന് 4 ആകുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയായിട്ട് മാറും, വണ്ണം കുറയുമല്ലേ. ഇങ്ങനെയുള്ള സാധനത്തിനെ വലിച്ചു നീട്ടും, അതിൻ്റെ വണ്ണം കുറയും. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ വയറിനേക്കാളും വണ്ണം കുറച്ച് ഞാൻ രണ്ടാമത്തെ വയർ വരച്ചിരിക്കുന്നത്. കാരണം ആ വയറിനെ വലിച്ചു നീട്ടുമ്പോൾ അതിൻ്റെ തിക്നെസ് അഥവാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും. ഇനി ഇത് പഠിക്കാൻ വളരെ സിമ്പിളായൊരു ഫോർമുലയുണ്ട്, പഠിക്കണം. R ഡാഷ് അഥവാ പുതിയ റെസിസ്റ്റൻസ് ഈക്വൽ ടു N സ്ക്വയർ R. പഠിച്ചു വെച്ചു. R ഡാഷ് ഈക്വൽ ടു N സ്ക്വയർ R. എല്ലാവരും പഠിക്കാട്ടോ, ഇതാണ് പുതിയ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല. N എന്ന് പറഞ്ഞാൽ എത്ര മടങ്ങാക്കി മാറ്റി? ഇവിടെ ലെങ്ത് ഇരട്ടിയല്ലേ ആക്കിയത്, അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ ട്വൈസ് ആണ് ആക്കിയത്, അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? ട്വൈസ് ആയതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ 2 ആണ്. ഇരട്ടിയാക്കിയിട്ടല്ലേ മാറ്റിയത്, അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ട്വൈസ് ആക്കിയതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ 2 ആണ്. സോ R ഡാഷ് ഈക്വൽ ടു എന്ത് വരും? 2 സ്ക്വയർ ഇൻറ്റു R എന്ന് വരും. 2 സ്ക്വയർ എത്രയാണ്? 4 അല്ലേ. സോ R ഡാഷ് ഈക്വൽ ടു 4R എന്ന് വരും. സോ പുതിയ റെസിസ്റ്റൻസ് എത്രയാണ് മക്കളെ? 4R ആയിരിക്കും നമ്മുടെ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയും. പുതിയ റെസിസ്റ്റൻസ് എത്രയാണ് മക്കളെ? 4R ആയിരിക്കും പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. റെഡി അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ ലെങ്ത് ഇരട്ടിയാവുന്ന സമയത്ത് റെസിസ്റ്റൻസ് എത്രയാവും? 4 ടൈംസ് ആയിട്ട് മാറും. ഇറ്റ് ബിക്കം 4R. ഈ ഫോർമുല പഠിച്ചാൽ മതി. R ഡാഷ് ഈക്വൽ N സ്ക്വയർ R. N എന്ന് പറഞ്ഞ് ഇരട്ടിയാക്കിയതുകൊണ്ട് 2 എന്ന് കൊടുത്തു. സോ 2 സ്ക്വയർ R. 2 സ്ക്വയർ എത്രയാണ്? 4. സോ 4R. അടുത്ത next one. The resistance of a 20 centimeter wire is 5 ohm. ഒരു 20 സെൻറ്റിമീറ്റർ നീളമുള്ള വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 ohm ആണ്. അതിനെ നമ്മൾ 40 സെൻറ്റിമീറ്റർ ഉള്ള വയറാക്കി അതിനെ വലിച്ചു നീട്ടി. അതിന് നമ്മൾ 40 സെൻറ്റിമീറ്റർ നീളമുള്ള വയറാക്കി വലിച്ചു നീട്ടി. ഫോർമുല എങ്ങനെ വന്നു എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. സിംപ്ലി ബേസ് ഐഡിയ നിങ്ങൾ പഠിച്ചാൽ ഈ ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പോലെ ചോദ്യം വരത്തുള്ളൂ. അതിന് പിന്നാമ്പുറങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. പിന്നാമ്പുറങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ലെങ്ത്ത് 12 ആക്കി മാറ്റുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A/2 ആയിട്ട് മാറും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഫൈൻ. പറടാ, ഇവിടെ പറടാ. 20 സെൻറ്റിമീറ്റർ ലോങ് വയറുള്ള റെസിസ്റ്റൻസ് 5 ohm ആണ്. അത് 40 സെൻറ്റിമീറ്റർ ആക്കി അതിനെ വലിച്ചു നീട്ടിയാൽ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാവുന്ന ചോദ്യം. സിമ്പിളാണടാ. നോക്കടാ മക്കളെ, R ഡാഷ് ഈക്വൽ ടു N സ്ക്വയർ R അല്ലേ. സോ R ഡാഷ് ഈക്വൽ ടു N എത്രയാണ്? 20 സെൻറ്റിമീറ്റർ പോയിട്ട് 40 സെൻറ്റിമീറ്റർ ആയി മാറി. ശരിയല്ലേ? ഇരട്ടിയായി മാറി. 20 40 ആയി മാറി, ഇരട്ടിയായി മാറി. എന്നെ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. N ഈക്വൽ ടു 40/20 ചെയ്താൽ മതി.
സോ n എത്രയാണ്? ഇവിടെയും 2 ആയിട്ട് കിട്ടും. ഇവിടെയും എത്രയാണ് എൻ്റെ വാല്യൂ കിട്ടുക? n ഈക്വൽ ടു 2 തന്നെയാണ് ഇവിടെയും കിട്ടുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. സോ 2 സ്ക്വയർ ഇൻറ്റു ഇനീഷ്യൽ റെസിസ്റ്റൻസ് എത്രയാണ്? 5 ഓം അല്ലേ? ഇനീഷ്യൽ റെസിസ്റ്റൻസ് R എത്രയാണ്? 5 ഓം ആണ്. സോ 2 സ്ക്വയർ ഇൻറ്റു 5 ദാറ്റ് ഈസ് 4 ഇൻറ്റു 5. അതിനാൽ എത്രയാണ്? 20 ആണ് ആൻസർ. 20 ഓം. സോ ആൻസർ ഈസ് 20 ഓം. കിട്ടിയോടാ? 20 ഓം കിട്ടിയോടാ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? 20 ഓം ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. 20 ഓം. റെഡി അല്ലേടാ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായോടാ? സെറ്റ് അല്ലേ? വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയട്ടെ. ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നുണ്ടോ നോക്കാം. 1 മോർ എക്സാമ്പിൾ ശ്രദ്ധിക്കണം. ഒരു വയറുണ്ട്. ആ വയറിൻ്റെ നീളം 20 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 ഓം ആണ്. ആ വയർ ഞാൻ 80 സെൻറ്റിമീറ്റർ ആക്കി വലിച്ചു നീട്ടി എങ്കിൽ അതിൻ്റെ പുതിയ റെസിസ്റ്റൻസ് അഥവാ R' എത്രയാണ്? വേഗം പറ. 20 സെൻറ്റിമീറ്റർ ഉള്ളൊരു വയറുണ്ട്. ആ വയറിൻ്റെ റെസിസ്റ്റൻസ് 4 ഓം ആണെന്ന് വിചാരിക്കുക. ഞാൻ ആ വയറിനെ വലിച്ചു നീട്ടിയിട്ട് 80 സെൻറ്റിമീറ്റർ ആക്കി. അപ്പോൾ അതിൻ്റെ പുതിയ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? വേഗം പറടാ. അതിൻ്റെ പുതിയ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? എൻ്റെ മക്കൾ എല്ലാവരും കമൻറ്റ് ചെയ്യടാ. അതിൻ്റെ പുതിയ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? കമോൺ ഗൈസ്, എല്ലാ അനിയന്മാരും അനിയത്തിമാരും കമൻറ്റ് ചെയ്യോ. എത്രയായിരിക്കുമടാ? പോരട്ടെ സോണിയ, ഉത്തരം വരട്ടെ. ഉത്തരം നവീൻ പറഞ്ഞു. നവീൻ അടിപൊളി. തങ്കക്കൂടാണ് നീ, തങ്കപ്പന നീ, പൊന്നപ്പനാണ് നവീനെ. അടിപൊളിയായിട്ട് പറയുന്നു. എത്രയായിരിക്കും? സിമ്പിളാണ് ഫോമുല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദാറ്റ് ഈസ് R' ഈക്വൽ ടു n സ്ക്വയർ R ആണ്. ശരിയല്ലേ? R' ഈക്വൽ ടു n സ്ക്വയർ R ആണ്. n കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നോക്കടാ, n ഈക്വൽ ടു 2 കൂടി ഡിവൈഡ് ചെയ്താൽ മതി. അഥവാ 80 ഡിവൈഡഡ് ബൈ 20. n ഈക്വൽ ടു എത്ര കിട്ടും? 4 എന്ന് കിട്ടും. n 4 അല്ലേ? അഥവാ 4 മടങ്ങാക്കിയില്ലേ? അപ്പോൾ n എന്ന് പറഞ്ഞാൽ 4 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. R' ഈക്വൽ ടു 4 സ്ക്വയർ ഇൻറ്റു ഇനീഷ്യൽ റെസിസ്റ്റൻസ് എത്രയാണ്? ഇനീഷ്യൽ റെസിസ്റ്റൻസ് 4 ആണ്. സോ 4 സ്ക്വയർ ഇൻറ്റു 4 16 ഇൻറ്റു 4 ഈക്വൽ എത്ര കിട്ടും? 16 ഇൻറ്റു 2 32. 32 ഇൻറ്റു 2 64. സോ 64 ഓം. സോ ദ ആൻസർ ഈസ് 64 ഓം. പുതിയ റെസിസ്റ്റൻസ് എത്രയാണ്? 64 ഓം ആണ്. അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? നല്ല വെടുപ്പായിട്ട് മനസ്സിലായില്ലേ? സെറ്റല്ലേ മോനെ ദിനേശ? സെറ്റാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്തൊന്ന് പറയാമോ? ഗംഭീരമായിട്ട് എനിക്കിത് മനസ്സിലായി, യാതൊരുവിധ സംശയമില്ല എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എൻ്റെ മക്കളൊന്ന് റെസ്പോണ്ട് ചെയ്യാവോടാ. എല്ലാ അനിയന്മാരും അനിയത്തിമാരും റെസ്പോണ്ട് ചെയ്യുക. എല്ലാവരും ഒരു ഫയർ ഇമോജി ഇട്ട് കത്തിക്കുന്നുണ്ട്. കത്തട്ടെ, അങ്ങനെ കത്തട്ടെ. ഞാൻ അപ്പോഴും കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഒരു ഫയർ ഇമോജി ഇടാം. കമോൺ, റെഡി. ഫെനെക്സ് ക്ലിഞ്ചൻ മെസ്സേജ് ആയിരുന്നു. ക്ലിഞ്ചനെ പറ്റി നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ക്ലിഞ്ചൻ എന്ന് പറഞ്ഞ ഒരു മരുന്നിൻ്റെ പേരാണ്. മരുന്ന് അങ്ങ് ഒഴിവാക്കാം. ക്ലിഞ്ചൻ എന്ന് പറഞ്ഞ ജർമ്മനിയിലുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ്. എ സ്മോൾ സിറ്റി ഇൻ ജർമ്മനി. ജർമ്മനിയിലുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ് ക്ലിഞ്ചൻ. പിന്നെ എന്തോ ഒരു മരുന്നിൻ്റെ കൂടി പേരാണ്. മരുന്ന് അങ്ങ് ഒഴിവാക്കിക്കോ, മരുന്ന് നമുക്ക് വേണ്ട. ക്ലിഞ്ചൻ മീൻസ് ജർമ്മനിയിലുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ഞാൻ ചുമ്മാ പറഞ്ഞു തുടങ്ങിയ വാക്കാണ്. റെഡി, ഓൾ സെറ്റ്, വാടാ. അടുത്ത ടോപ്പിക് ഓംസ് ലോയുടെ വെക്റ്റർ ഫോമാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓംസ് ലോയുടെ വെക്റ്റർ ഫോമാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സാധനമൊന്നും വേണം, ഞാനിതൊക്കെ മായ്ച്ചറിയാം. അല്ല, ഇതേപോലത്തെ ഒരു ചിത്രം ഞാൻ വേറെ ഒരെണ്ണം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്താലോ? യെസ് ഗൈസ്, ഐ ഗോട്ട് എ ഫിഗർ. ഈ ഫിഗർ മതി. ഞാൻ ഇതെടുക്കാം. ആ ചിത്രം അവിടെ നിന്ന് തൂക്കാം. ആ ചിത്രം ഞാൻ അവിടെ നിന്ന് തൂക്കാണ് ഗൈസ്. എവിടെ ആ ചിത്രം? എൻ്റെ പള്ളി. ഇത് നമുക്ക് വേണ്ട. ഇവനങ്ങ് ഒഴിവാക്കിയിട്ടാ. എന്നിട്ട് നമ്മൾ പുതിയൊരു ചിത്രം കൊണ്ടുവന്നു. ഓ മൈ ഗോഡ്, ഇത് ശരിയാവില്ല. തിയറി എന്തിനാ ആവശ്യമില്ലാതെ വരുന്നത്? ചിത്രം മാത്രം മതി. വാടാ, എൻ്റെ കൂടെ ഒന്ന് വരയ്ക്കാവോ? നിങ്ങൾ എൻ്റെ കൂടെ വരയ്ക്കുമ്പോണ്ടാണ് ഞാൻ ചിത്രമൊക്കെ വരയ്ക്കാത്ത ചിത്രം കൊണ്ടുവന്ന് വയ്ക്കുന്നത്. എൻ്റെ കൂടെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് വരയ്ക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക, എൻ്റെ കൂടെ വരയ്ക്കാനടാ. മുഴുവൻ മക്കളും വരയ്ക്കണേ, ശ്രദ്ധിക്കാം. ഇതൊരു കണ്ടക്ടറാണ്, റൈറ്റ്? ഈ ഒരു PQ എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിൻ്റെ നീളം L ആണ്. L നീളമുള്ള ഒരു കണ്ടക്ടർ എടുത്തു എന്ന് വിചാരിക്കുക. L നീളമുള്ള ഒരു കണ്ടക്ടർ എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അതിലോട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. പെയിൻറ്റിൽ വീണ പൂച്ച. അനിയാ നിൻ്റെ മുഴുവൻ കമൻറ്റ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒന്ന് വെയിറ്റ് ചെയ്യടാ, ഞാൻ ഈ ഒരു ടോപ്പിക്ക് തീർത്തോട്ടടാ, എന്നിട്ട് ഞാൻ അതിന് ആൻസർ പറയാം കേട്ടോ. റെഡി? ഈ കണ്ടക്ടറിനകത്ത് ഉറപ്പായും എന്തുണ്ടാവും? എല്ലാവരും പറയണം. ഇപ്പം നമ്മളൊരു കണ്ടക്ടർ എടുത്തു, ഒരു കോപ്പർ കമ്പിയോ അയൺ കമ്പിയോ എന്തോ എടുത്തു എന്ന് വിചാരിക്കുക. അതിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ഇലക്ട്രോൺസ് ഉണ്ടാവും. അവയെല്ലാം ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും. ആ ഇലക്ട്രോൺസ് എല്ലാം റാൻഡം മോഷനിലായിരിക്കും. ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാവർക്കും അറിയാലോ? അറിയാം. സോ ഈ പറയുന്ന കണ്ടക്ടറിലോട്ട് ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാണ്. സോ വലിയ വര പോസിറ്റീവും ചെറിയ വര നെഗറ്റീവുമാണ്, അറിയാലോ? സോ അതിനാൽ തന്നെ P എന്ന് പറയുന്ന ടെർമിനലിനകത്ത് ഏത്
ചാർജാണ് ലഭിക്കുക. ഈ പിയുടെ ചാർജ് എന്തായിരിക്കും മക്കളെ? ക്യൂവിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത എൻഡാണ് പി എന്ന് പറയുന്നത്. സോ പിയുടെ ചാർജ് എന്തായിരിക്കും? അതിന് ഉറപ്പായും പോസിറ്റീവ് ചാർജാണ് ലഭിക്കുക. നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തതാണ് ആരെന്ന് പറയുന്നത്? ക്യൂ എന്ന് പറയുന്നത്. സോ ക്യൂവിൻ്റെ ചാർജ് എന്തായിരിക്കും? ക്യൂവിന് ഉറപ്പായും നെഗറ്റീവ് ചാർജാണ് ലഭിക്കുക. ക്യൂവിന് ഉറപ്പായും നെഗറ്റീവ് ചാർജ് ആയിരിക്കും ലഭിക്കുക. ക്ലിയർ അല്ലേ? റെഡി? ക്യൂവിന് നെഗറ്റീവ്, പിക്ക് പോസിറ്റീവ് ആയിരിക്കും. സംശയമില്ലാലോ? ആർക്കും സംശയമില്ലാലോ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? പിക്ക് പോസിറ്റീവ്, ക്യൂക്ക് നെഗറ്റീവ്. ഇനി നമുക്കറിയാം ഈ കണ്ടക്ടറിനകത്തുള്ളതെല്ലാം ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്താ മക്കളെ? ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ആർക്കും സംശയമില്ലാലോ? ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നെഗറ്റീവാണ് എന്ന കാര്യത്തിൽ എൻ്റെ മക്കൾക്ക് ആർക്കും സംശയമില്ലാലോ? ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഏത് എൻഡിലോട്ടാണ് മൂവ് ചെയ്യുക? പിയിലോട്ടാണോ മൂവ് ചെയ്യുക? ക്യൂയിലോട്ടാണോ മൂവ് ചെയ്യുക? ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ് നമുക്കറിയാം. ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ എങ്ങോട്ടാണ് മക്കളെ ഡ്രിഫ്റ്റ് ചെയ്യുക? എങ്ങോട്ടാണ് മക്കളെ മൂവ് ചെയ്യുക? അത് ക്യൂവിൻ്റെ സൈഡിലോട്ടാണോ മൂവ് ചെയ്യുക? പിയുടെ സൈഡിലോട്ടാണ് മൂവ് ചെയ്യുക? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യടാ. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? നിങ്ങൾക്കൊക്കെ അറിയണം. നെഗറ്റീവ് എപ്പോഴും പോസിറ്റീവിൻ്റെ അടുത്തോട്ടല്ലേ മൂവ് ചെയ്യുക? നെഗറ്റീവ് എപ്പോഴും പോസിറ്റീവിൻ്റെ അടുത്തോട്ടല്ലേ മൂവ് ചെയ്യുക? യെസ്. സോ അതിനാൽ തന്നെ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? നിങ്ങൾ ഏവരും മനസ്സിലാക്കിയിരിക്കണം. അവൻ പീൻ്റെ അടുത്തോട്ടായിരിക്കും മൂവ് ചെയ്യുക. ലൈക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെ അവൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? അവൻ നേരെ പിയുടെ അടുത്തോട്ടാണ് മൂവ് ചെയ്യുക. അവൻ നേരെ പിയുടെ അടുത്തോട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. അവൻ എങ്ങോട്ടാണ് വരിക? അവൻ പോസിറ്റീവായ പിയുടെ അടുത്തോട്ടാണ് അവൻ വരിക എന്ന് മനസ്സിലാക്കുക. ഫൈൻ. സോ ഇലക്ട്രോൺസ് എല്ലാം വരുന്നത് പിയുടെ അടുത്തോട്ടാണ്. ഇലക്ട്രോൺസ് എല്ലാം വരുന്നത് എങ്ങോട്ടാണ് മക്കളെ? പിയുടെ അടുത്തോട്ടായിരിക്കും ഇലക്ട്രോൺസ് എല്ലാം ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുക. ഫൈൻ. കാര്യം മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? എല്ലാം വരുന്നത് പിയുടെ അടുത്തോട്ടായിരിക്കും. ഫൈൻ. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ. ഇവിടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ നമ്മൾ പഠിച്ചു. കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്? കറണ്ടിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? വേഗം പറ. ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ ക്യൂവിൽ നിന്ന് പിയിലോട്ടാണെന്ന് മനസ്സിലാക്കി. കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വേഗം പറടാ. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്? കറണ്ടിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് മക്കളെ? എല്ലാവരും പറടാ. കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാടാ? പോരട്ടെ. കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നമുക്കറിയാം ഇലക്ട്രോൺസ് ഒക്കെ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡീസ് ആണ്. ബ്രൂണോ ശ്രദ്ധിക്കടാ, ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡീസ് ആണ്. സോ ഈ പോസിറ്റീവ് എൻഡിലോട്ടായിരിക്കും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് എല്ലാം ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുക. സോ ഇലക്ട്രോൺസ് എല്ലാം വരുന്നത് എങ്ങോട്ടാണ്? പിയുടെ അടുത്തോട്ടായിരിക്കും കേട്ടോ. റെഡി? കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. കറണ്ട് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് ഒഴുകുക. ശരിയല്ലേ? കറണ്ട് ഓൾവേസ് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അതിനാൽ തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പിയിൽ നിന്ന് ക്യൂയിലോട്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അത് പറയണം. കറണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. അതും പി ടു ക്യൂ ആയിരിക്കും. അടുത്തത് കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അത് കറണ്ടിൻ്റെ അതേ ഡയറക്ഷനായിരിക്കും. സോ കറണ്ട് ഡെൻസിറ്റിയും പി ടു ക്യൂ ആയിരിക്കും. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക കേട്ടോ. എല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടതാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. കറണ്ട് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. കറണ്ട് ഡെൻസിറ്റി കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഫൈൻ. ഓക്കെ. ഇവിടെ ഇലക്ട്രോൺസ് മാത്രമാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നത് കേട്ടോ. ഇലക്ട്രോൺസ് മാത്രമാണ് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് മനസ്സിലാക്കണേ. ഇലക്ട്രോൺസ് മാത്രമാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. കാരണം ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് കേട്ടോ. റെഡി? മുന്നോട്ട് പോകാം. സോ ഗൈസ് വി ആർ മൂവിങ് ഫോർവേഡ്. നമ്മളിതാ മുന്നോട്ട് പോകുന്നു കേട്ടോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പഠിച്ചിട്ടില്ലേ? അതിനകത്ത് ഇ ഈക്വൽ ടു ഒരു ഇക്വേഷൻ പഠിച്ചു. -dv/dr. ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഇ ഈക്വൽ ടു -dv/dr എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ഇത്തരമൊരു ഇക്വേഷൻ, പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യാവും. ജസീൽ സാറായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് എസ് എന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാവരും ഇ ഈക്വൽ ടു -dv/dr എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും ഒന്ന് എസ് എന്ന് കമൻറ്റ് ചെയ്യാവോ? യെസ്, നമുക്കറിയാം. റെഡി? പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. സോ മൈനസ് സൈൻ വേണ്ട. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് മൈനസ് സൈൻ വേണ്ട. പിന്നെ ഇവിടെ dv അല്ല, ഇവിടെ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ v ആണ്. സോ എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം E ഈക്വൽ ടു
വി ഡിവൈഡ് ബൈ ഡി ആറിന് പകരം കണ്ടക്ടറിൻ്റെ ലെങ്ത് എൽ അല്ലേ, സോ ഡി ആറിന് പകരം എൽ എന്ന് കൊടുക്കാം. സോ ഇ ഈക്വൽ ടു വി ബൈ എൽ എന്ന് കൊടുക്കാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് നമുക്ക് മൈനസ് ഇടേണ്ട ആവശ്യമില്ല. അടുത്തത് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ വി ആണ്, ഡി വി അല്ല, സോ വി എന്ന് കൊടുത്തു. ഇവിടെയുള്ള ഡിസ്റ്റൻസ് എൽ ആണ്, ലെങ്ത്തിന് ഇക്വലൻ്റ് ആണ്, സോ എൽ എന്ന് കൊടുത്തു. വി ബൈ എൽ. ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇ ഈക്വൽ ടു വി ബൈ എൽ ആണെങ്കിൽ വി ഈക്വൽ ടു എന്ത് എഴുതാൻ സാധിക്കും? റീഅറേഞ്ച് ചെയ്യടാ. ഇ ഈക്വൽ ടു ഇ എൽ എന്ന് പറയാൻ സാധിക്കും. വി ഈക്വൽ ടു ഇ എൽ. ഇക്വേഷൻ നമ്പർ 2. വി ഈക്വൽ ടു എൽ എന്ന് പറയാൻ പറ്റില്ലേ? ഇക്വേഷൻ നമ്പർ 2. എല്ലാവരും മനസ്സിലാക്കുക. ഇതാണ് ആക്ച്വലി ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കി വെച്ചോട്ടെ. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. ഇനി നമുക്ക് ഓംസ് ലോൻ്റെ പരിപാടിയിലോട്ട് കിടക്കുന്നു. ഓംസ് ലോയിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. നോക്കണം, അക്കോർഡിംഗ് ടു ഓംസ് ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ. എൻ്റെ കൂടെ ഡിറൈവ് ചെയ്യണേ, എൻ്റെ കൂടെ എൻ്റെ എല്ലാ മക്കളും ഡിറൈവ് ചെയ്യണേ. വെരി 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 ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അക്കോർഡിംഗ് ടു ഓംസ് ലോ വി ഈക്വൽ ടു ആർ ഐ എല്ലാവർക്കും അറിയുന്നതാണ്. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുത്തു. വി ഈക്വൽ ടു ആർ ഐ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുത്തു. അല്ലെങ്കിൽ വി ഈക്വൽ ടു ഐ ആർ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, അപ് ടു യുവർ കൺവീനിയൻസ്. റൈറ്റ്? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കണം. ഐ ആർ എന്ന് കൊടുക്കാം, കാരണം നമുക്ക് അതിനകത്ത് കുറച്ച് റീപ്ലേസ്മെൻറ്റ് നടത്താറുണ്ട്. സോ ആർ ഐക്ക് വരെ ഞാൻ ഐ ആർ എന്ന് കൊടുക്കുവാണ്. എനിക്ക് കുറച്ച് റീപ്ലേസ് ചെയ്യാനുള്ളതാണ് ഐ ആർ. ആറിനാണ് റീപ്ലേസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഫൈൻ, ശ്രദ്ധിക്കണം. നമുക്കറിയുന്ന കാര്യമാണ്. വിക്ക് പകരം എന്ത് കൊടുക്കാം? ഇ ഇൻറ്റു എൽ കൊടുത്തു. ഞാൻ എന്താ നോക്കടാ, വിക്ക് പകരം ഇ ഇൻറ്റു എൽ എന്ന് റീപ്ലേസ് ചെയ്തു. അപ്പോൾ നോക്കടാ, ഇ എൽ ഈക്വൽ ടു ഐ ഇൻറ്റു റെസിസ്റ്റൻസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? റെസിസ്റ്റൻസിന് പകരം ആർ ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് കൊടുത്തു. ഞാൻ അതും റീപ്ലേസ് ചെയ്തു. സോ റോ എൽ ഡിവൈഡഡ് ബൈ എ. ഇക്വേഷൻ നമ്പർ 4. റെസിസ്റ്റൻസിനെയും ഞാൻ എന്ത് ചെയ്തു? ഞാൻ റീപ്ലേസ് ചെയ്തു. റോ എൽ ബൈ എ കൊടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഒരു എല്ലുണ്ട്, ഇവിടെ ഒരു എല്ലുണ്ട്. എല്ലും എല്ലും വെട്ടിക്കളയാലോ? എല്ലും എല്ലും വെട്ടിക്കളയാലോ? എല്ലും എല്ലും വെട്ടിക്കളഞ്ഞു, അങ്ങ് വെട്ടിക്കളഞ്ഞു. ബാക്കി എന്തേ ഉള്ളൂ നോക്കടാ, ഇ ഈക്വൽ ടു ഐ ഇൻറ്റു റോ ബൈ എ എന്ന് കിട്ടി. ഐ ഇൻറ്റു റോ ബൈ എ. റെഡി അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായോ? ഈക്വൽ ടു ഐ ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ എ എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 5 ആണ്. ഇനി എൻ്റെ മക്കൾ എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ? എന്താണ് മക്കളെ ഐ ബൈ എ എന്ന് പറഞ്ഞാൽ? കറണ്ട് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ, കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്യണം. കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒന്ന് കമൻറ്റ് ചെയ്യാവോ? എന്താണ് കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, നിങ്ങളെ പഠിപ്പിച്ചതാണ്. കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് വെച്ചാൽ കറണ്ട് ഡെൻസിറ്റി അഥവാ ജെ ആണ്. യെസ്, ഇറ്റ് ഈസ് കറണ്ട് ഡെൻസിറ്റി ജെ. സോ ഞാൻ റീപ്ലേസ് ചെയ്യട്ടെ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു ജെ ഇൻറ്റു റോ, ജെ റോ. ഇക്വേഷൻ നമ്പർ 6. ഇ ഈക്വൽ ടു ജെ റോ എന്ന് പറയാം. ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുക്കും. റെഡിയല്ലേ? റെഡിയല്ലേ മക്കളെ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? എങ്കിൽ നോക്കടാ, ഞാൻ ഒന്നുകൂടി ഭംഗിയാക്കുവാണ്. ദാറ്റ് ഈസ് ജെ ഈക്വൽ ടു എന്ത് വരും? ജെ ഈക്വൽ ടു ഇ ബൈ റോ എന്ന് കിട്ടും. ജെ ഈക്വൽ ടു ഇ ബൈ റോ എന്ന് കിട്ടും. ഞാനതൊന്ന് റീഅറേഞ്ച് ചെയ്തു. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 7. 7ാമത്തെ ഇക്വേഷൻ ആക്കി എടുത്തു കേട്ടോ. ജെ ഈക്വൽ ടു ഇ ബൈ റോ ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് ഞാൻ എടുത്തു. ഇക്വേഷൻ നമ്പർ 7. റെഡി? നിങ്ങൾ പറയടാ, എന്താ മക്കളെ 1 ബൈ റോ എന്ന് പറഞ്ഞാൽ? 1 ബൈ റോ എന്താണ്? ഇവിടെ 1 ബൈ റോ ഉണ്ട്, റൈറ്റ്? 1 ഡിവൈഡഡ് ബൈ റോ. എന്താണ് 1 ബൈ റോ എന്ന് പറഞ്ഞാൽ? ഞാൻ വേണമെങ്കിൽ ആ രീതിയിൽ ഇതിനെ മാറ്റി ചെയ്താട്ടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ജെ ഈക്വൽ ടു 1 ബൈ റോ ഇൻറ്റു ഇ എന്ന് എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയത്. ഇക്വേഷൻ നമ്പർ 8. എന്താ മക്കളെ 1 ബൈ റോ എന്ന് പറഞ്ഞാൽ? 1 ബൈ റോ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. എന്താണ് മക്കളെ? വേഗം പറടാ, എന്താണ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ എന്താണ്? അത് കണ്ടക്ടിവിറ്റിയാണ്, അത് സിഗ്മയാണ്. അത് കണ്ടക്ടിവിറ്റിയാണ്, അത് സിഗ്മയാണ്. സോ സിഗ്മ. റെഡിയല്ലേ? സോ നമുക്ക് എഴുതാൻ സാധിക്കും ജെ ഈക്വൽ ടു സിഗ്മ ഇ. ജെ ഈക്വൽ ടു സിഗ്മ ഇ എന്ന് പറയാൻ സാധിക്കും. ഇക്വേഷൻ നമ്പർ 9. വെക്റ്റർ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇതൊരു വെക്റ്ററാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ജെ വെക്റ്റർ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ വെക്റ്റർ. ഇതാണ് നമ്മുടെ ഓംസ് ലോൻ്റെ വെക്റ്റർ നൊട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ജെ ഈക്വൽ ടു സിഗ്മ ഇ ആണ് ഓംസ് ലോൻ്റെ വെക്റ്റർ നൊട്ടേഷൻ എന്ന് പറയുക. പഠിച്ചു വയ്ക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു വയ്ക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജെ ഈക്വൽ ടു സിഗ്മ ഇ എല്ലാവരും പഠിക്കേണ്ടതാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ജെ ഈക്വൽ ടു സിഗ്മ ഇ. സെറ്റ് ആണെങ്കിൽ, ഹാപ്പിയാണ്, കോൺഫിഡൻ്റ് ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും ഒരു കമൻറ്റ് ചെയ്യാവോടാ. ഫാത്തിമ, ബുക്കുകൾ ലഭിക്കും കേട്ടോ. ബുക്കുകൾ ഡിസ്പാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടും, എത്രയും പെട്ടെന്ന് കിട്ടും കേട്ടോ. റെഡി? ഓണപരീക്ഷ ആകുമ്പോഴേക്കും കിട്ടുമെന്ന് വിശ്വസിക്കാം. റെഡിയല്ലേ മക്കളെ? എല്ലാവരും ചാറ്റ് ബോക്സിനകത്ത് ഒരു ഹാർട്ട് ഇമോജി ഇടാമെങ്കിൽ മുന്നോട്ട് പോകാം. ഫെൻ എക്സി കിട്ടി.
ഓക്കെ, തങ്കക്കുടത്തിന് റെഡി ആയിട്ടുണ്ട്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഓംസ് ലോയുടെ വെക്റ്റർ ഫോം. അടുത്തായി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തായി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ആണ്. ഓംസ് ലോൻ്റെ ലിമിറ്റേഷൻസ് ആണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ് ഓംസ് ലോൻ്റെ ലിമിറ്റേഷൻ? നമുക്കറിയാം, ഓംസ് ലോ പ്രകാരം വി ഈസ് പ്രപ്പോർഷണൽ ടു ഐ ആണ്. വി ഈസ് പ്രപ്പോർഷണൽ ടു ഐ ആണ് ഓംസ് ലോ പ്രകാരം ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാവർക്കും അറിയുന്നതാണ്. അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ കറണ്ട് ആണ്, നോ ഡൗട്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കുന്ന മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേര് ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുക. ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേര് ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ്. അഥവാ വി ഈസ് പ്രപ്പോർഷണൽ ടു ഐ, വി ഐ ഗ്രാഫ് ഒരു ലീനിയർ ആയ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേര് ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ്. ഇനി ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസ് ഉണ്ടാവും, ശരിയല്ലേ? ഓംസ് ലോ ഒരിക്കലും ഒബേ ചെയ്യില്ല, വി ഐ ഗ്രാഫ് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ വരില്ല എന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ഉദാഹരണം ഇലക്ട്രോലൈറ്റ്സ്, സെമി കണ്ടക്ടേഴ്സ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്സ്, അവയിലൊന്നും ഓംസ് ലോ ഒബേ ചെയ്യപ്പെടുന്നില്ല. സോ അവയെ നമ്മൾ വിളിക്കുന്ന പേര് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേര് ഓമിക് കണ്ടക്ടേഴ്സ് എന്നും ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേര് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നുമാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ, റൈറ്റ്? ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേര് ഓമിക് കണ്ടക്ടേഴ്സ് എന്നും ഓംസ് ലോ ഒബേ ചെയ്യാത്തവയെ വിളിക്കുന്ന പേര് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നുമാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അടുത്ത ഞാനിവിടെ ഒരു ഗ്രാഫ് നൽകിയിട്ടുണ്ട്. ഇതെന്തിൻ്റെ ഗ്രാഫാണ്? ഇതൊരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഗ്രാഫാണ്. ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ വി ഐ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണോ വരുന്നത്? ഒരിക്കലുമല്ല, ഒരു മട്ടിലുള്ള ഗ്രാഫാണല്ലേ, ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ അല്ല വരുന്നത്. ആക്ച്വലി ഒരു പ്രപ്പോർഷണൽ ആണ്, അതായത് ബി ഈസ് പ്രപ്പോർഷണൽ ടു ഐ ആണെങ്കിൽ, ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇവിടെ ഇതേപോലൊരു ഷേപ്പിലുള്ള ഗ്രാഫാണ് കിട്ടുക പി എൻ ജംഗ്ഷൻ ഡയോഡ്. സോ അതൊരു ഓമിക് മെറ്റീരിയൽ ആണോ? അതൊരു ഓമിക് മെറ്റീരിയൽ അല്ല, ഇറ്റ് ഈസ് എ നോൺ ഓമിക്. അതൊരിക്കലും ഒരു ഓമിക് മെറ്റീരിയൽ അല്ല, അതൊരു നോൺ ഓമിക് മെറ്റീരിയൽ ആണെന്ന് മനസ്സിലാക്കുക. അത് ഓമിക് അല്ല, അത് നോൺ ഓമിക് ആണെന്ന് മനസ്സിലാക്കുക. യെസ്, ഇറ്റ് ഈസ് നോൺ ഓമിക്. അത് ഓമിക് അല്ല, നോൺ ഓമിക് ആണെന്ന് മനസ്സിലാക്കുക. സിമിലർ വേ അടുത്തൊരു ഗ്രാഫ് NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഗ്രാഫാണ്. ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഇങ്ങനെ കൂടുന്തോറും എന്താണ് മാറ്റം വരിക? യെസ്, അവിടെ കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. കറണ്ട് കൂടുന്തോറും ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. സോ റെസിസ്റ്റൻസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഒരു കണ്ടക്ടറിലുള്ള കറണ്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ അവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും, റെസിസ്റ്റൻസ് സ്ലൈറ്റ്ലി വേരി ചെയ്യാൻ തുടങ്ങും. ആക്ച്വലി ആ ഗ്രാഫ് ഇങ്ങനെ വരേണ്ടതാണ്. നമുക്കറിയാം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് അല്ലേ, പക്ഷേ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് സ്ലൈറ്റ് ആയിട്ട് വേരി ചെയ്ത് നോക്കണം. ഗ്രാഫിൻ്റെ സ്ലോപ്പ് ചെറുതായിട്ട് മാറുന്നത് കാണുന്നുണ്ടോ? കാരണം എന്താണ്? അവിടെ റെസിസ്റ്റൻസ് മാറുന്നു. സോ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്ന, കറണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു വെച്ചാൽ അവിടെയുള്ള ഹീറ്റ് ഡെവലപ്മെൻറ്റ് കൂടും. ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ, ഹീറ്റ് ജനറേഷൻ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് മാറും. സോ റെസിസ്റ്റൻസ് ഗ്രാജുവലി മാറുന്നത് കണ്ടോ? സോ നോൺ ഓമിക് ബിഹേവിയർ അതിലോട്ട് വരുന്നു, നോൺ ഓമിക് ബിഹേവിയറിലോട്ട് വരുവാണ്. സിമിലർ വേ അടുത്തത് ഒരു സെമി കണ്ടക്ടർ എടുത്തു. ഇപ്പോൾ ഗാലിയം ആർസനൈഡ്, GaAs, ഗാലിയം ആർസനൈഡ് ഒരു സെമി കണ്ടക്ടറാണ്. ആ സെമി കണ്ടക്ടറിൻ്റെ VI ഗ്രാഫ് നോക്കടാ. എങ്ങനെയാണ് ഗ്രാഫ് ഈ ഒരു ഷേപ്പിലാണ്. ഗ്രാഫ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഗ്രാഫ് ഒരു എഗെയിൻ മട്ടിലുള്ള ഗ്രാഫാണ്. സോ അതെന്താണ്? അതൊരിക്കലും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല, നോൺ ഓമിക് മെറ്റീരിയൽ ആണ്. സോ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണെങ്കിലും അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ആണെങ്കിലും ഇനൊരു ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ ആണെങ്കിലും ഇതെല്ലാം ഓംസ് ലോയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ഇവയൊന്നും ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽ ആണ്. ദേ ആർ നോൺ ഓമിക് മെറ്റീരിയൽസ്. അവയെല്ലാം എന്താണ് മക്കളെ? നോൺ ഓമിക് മെറ്റീരിയൽസ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത, ഓംസ് ലോ ഈസ് നോട്ട് യൂണിവേഴ്സൽ ലോ. എക്സ്പ്ലെയിൻ. എന്തുകൊണ്ടാണ് ഓംസ് ലോ യൂണിവേഴ്സൽ ലോ അല്ലാത്തത്? ഇപ്പോൾ ചില ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് F=G(m1m2/r²) ഗ്രാവിറ്റേഷൻ ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് യൂണിവേഴ്സൽ ലോ ആണ്. യൂണിവേഴ്സൽ എല്ലാ വസ്തുക്കളും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓംസ് ലോ എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ അല്ലാത്തത്? വൈ ഓംസ് ലോ ഈസ് നോട്ട് യൂണിവേഴ്സൽ? എന്തുകൊണ്ടാണ് മക്കളെ ഓംസ് ലോ യൂണിവേഴ്സൽ ലോ അല്ലാത്തത്? വാട്ട് ഈസ് ദ റീസൺ? ഓംസ് ലോ എന്തുകൊണ്ടായിരിക്കും യൂണിവേഴ്സൽ അല്ലാതിരിക്കാൻ കാരണം? സിമ്പിളാണ്. എല്ലാ മെറ്റീരിയൽസും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇലക്ട്രോലൈറ്റുകൾ എടുത്താലും സെമി കണ്ടക്ടർ എടുത്താലും പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുത്താലും ഇവയൊന്നും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസ് നിരവധിയാണ്. അതുകൊണ്ടാണ് ഓംസ് ലോ എന്തല്ലാത്തത്? യൂണിവേഴ്സൽ അല്ലാത്തത്. എല്ലാ വസ്തുക്കളിലും നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓംസ് ലോ ഒബേ ചെയ്യാത്ത നിരവധി മെറ്റീരിയൽസ് ഉണ്ട്. ഇലക്ട്രോലൈറ്റുകളാണെങ്കിലും പി എൻ ജംഗ്ഷൻ ഡയോഡുകളാണെങ്കിലും സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിലും ഇവയൊന്നും ഓംസ് ലോ ഒബേ ചെയ്യില്ല. സോ ദാറ്റ്സ് വൈ ഓംസ് ലോ ഈസ് നോട്ട് യൂണിവേഴ്സൽ. അതുകൊണ്ടാണ് ഓംസ് ലോ യൂണിവേഴ്സൽ അല്ലാത്തത് എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. അടുത്ത, തെർമൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ തെർമൽ വെലോസിറ്റി എന്താണ് നമുക്ക് നോക്കിയാലോ. ഒരു കണ്ടക്ടർ എടുത്തു. ഇതൊരു ഇരുമ്പ് കഷ്ണം അല്ലെങ്കിൽ ഇതൊരു ചെമ്പ് കമ്പിയാണെന്ന് വിചാരിക്കുക.
ഇതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലേ? ഇതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ലയോ? ഒന്ന് വേഗം കമൻറ്റ് ചെയ്യടാ. ഞാനൊരു ചെമ്പ് കമ്പി എടുത്തു കേട്ടോ, ഒരു കോപ്പർ വയർ എടുത്തു, അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് എന്ന കാര്യം നമുക്കറിയാം. ആ ഫ്രീ ഇലക്ട്രോൺസ് മോഷനിലാണോ അല്ലയോ? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് മോഷനിലാണോ അല്ലയോ? കമോൺ, അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് മോഷനിലാണോ അല്ലയോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാവോ? വേഗം കമൻറ്റ് ചെയ്യാവോ? അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് മോഷനിലാണോ അല്ലയോ? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ എൻ്റെ മക്കളെല്ലാവരും കമൻറ്റ് ചെയ്തോ. അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് മോഷനിലാണോ അല്ലയോ? കമോൺ. കണ്ടക്ടിവിറ്റിയുടെ റെസിസ്റ്റിവിറ്റിയുടെ അനിയാ നമ്മൾ പഠിപ്പിച്ചില്ലടാ, എന്തോന്നാ നീ ഇങ്ങനെ? മോഷനിലാണോ അല്ലയോ? ഞാനൊരു ചെമ്പ് കമ്പി എടുത്തു, അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ആ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം മൂവിങ് ആണോ അല്ലയോ? റെസ്റ്റിലാണോ മൂവിങ് ആണോ? ഉറപ്പായിട്ടും അവയെല്ലാം മോഷനിലായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് കറണ്ട് ഷോക്ക് അടിക്കാത്തത്? ഞാനൊരു കമ്പി കൈപ്പിടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഷോക്ക് അടിക്കാത്തത്? കാരണം അതിനകത്തെല്ലാം ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം മോഷനിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഉണ്ടായിട്ട് എനിക്ക് ഷോക്ക് അടിക്കണ്ടേ? എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഷോക്ക് അടിക്കാത്തത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ഉറപ്പായിട്ടും അവ മൂവിങ് ബോഡിയാണ്, ഉറപ്പായിട്ടും അവ മോഷനിലാണ്. ഇലക്ട്രോൺസ് എല്ലാം മോഷനിലാണ്. പക്ഷെ ആ മോഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, അവയെല്ലാം റാൻഡം മോഷനിലാണ്. ഒരു പ്രോപ്പർ ഡയറക്ഷനിലല്ല മൂവ് ചെയ്യുന്നത്. ദേ ആർ ഇൻ റാൻഡം മോഷൻ. അവന്മാരെല്ലാവരും റാൻഡം മോഷനിലാണ്. ഒരു പ്രോപ്പർ ഡയറക്ഷനിലല്ല അവന്മാർ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ദേ ആർ ഇൻ റാൻഡം മോഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം മോഷനിലാണ്. അശ്വിൻ പറയുന്ന പോലെ ദേ ആർ ഇൻ റാൻഡം മോഷൻ. ഒരു സ്പെസിഫൈഡ് ഡയറക്ഷനിലല്ല അവയൊന്നും മൂവ് ചെയ്യുന്നത്. ദേ ആർ മൂവിങ് ഇൻ റാൻഡംലി. അവയെല്ലാം ഒരു റാൻഡം മോഷനിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. റാൻഡം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ റാൻഡം ആയിട്ട് മൂവ് ചെയ്താൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് തെർമൽ വെലോസിറ്റി എന്തായിരിക്കും? അവയെല്ലാം റാൻഡം മോഷനിലാണെങ്കിൽ അവയുടെ ആവറേജ് തെർമൽ വെലോസിറ്റി എന്തായിരിക്കും മക്കളെ? എല്ലാവരും പറടാ. അവയെല്ലാം ഒരു റാൻഡം മോഷനിലാണെങ്കിൽ അവയുടെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? വേഗം കമൻറ്റ് ചെയ്തോ. അവയുടെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? കമോൺ ഗൈസ്, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. അവയെല്ലാം റാൻഡം മോഷനിലാണെങ്കിൽ അവയുടെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? 0. സോ അതിനാൽ തന്നെ നോക്കടാ, അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കടാ, ദ തെർമൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കും? 0 ആയിരിക്കും. ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കും? 0 ആയിരിക്കും. റെഡി? യെസ്, കാരണം ഇവയെല്ലാം റാൻഡം മോഷനിലാണ്, സ്പെസിഫൈഡ് ഡയറക്ഷനിലല്ല മൂവ് ചെയ്യുന്നത്. അതിനാൽ തന്നെ അവയുടെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, തെർമൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് റാൻഡംലി ഓറിയന്റഡ്. സോ ആവറേജ് തെർമൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് 0. ആവറേജ് തെർമൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ പഠിച്ച കാര്യമാണ്, നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഈ കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രോൺസ് എല്ലാം ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം പഠിച്ചു? ഡ്രിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പഠിച്ചു. ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ പറയുന്ന ഇലക്ട്രോൺസ് എല്ലാം ഡ്രിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പഠിച്ചു. ഇത് പോസിറ്റീവ് ടെർമിനൽ ആണുള്ളത്, പി എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? സോ ഈ പറയുന്ന ഇലക്ട്രോൺസ് എല്ലാം ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? ഡ്രിഫ്റ്റ് ചെയ്യുന്നു എന്ന കാര്യം പഠിച്ചു. ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡ് വലത്തോട്ടാണെങ്കിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന എങ്ങോട്ടാണ്? ഇടത്തോട്ടായിരിക്കും. സോ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു കണ്ടക്ടറിലോട്ട് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്നു. സോ ഈ ആ ഒരു സാഹചര്യത്തിൽ ഇലക്ട്രോൺസിനുള്ള വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഒരു കണ്ടക്ടറിലോട്ട് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ആ കണ്ടക്ടറിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം ഈ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. സോ ആ ഇലക്ട്രോൺസിനുള്ള വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ്, അവ ഗെയിൻ ചെയ്യുന്ന ഒരു ആവറേജ് വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുക. സോ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. സോ ആ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി ആണെന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി അഥവാ VD എന്ന് പറയുന്നത്. ആ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി അഥവാ VD എന്ന് പറയുന്നത്. പഠിച്ചു വയ്ക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പഠിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. റെഡി? അടുത്താണ് റിലാക്സേഷൻ ടൈം അഥവാ ആവറേജ് റിലാക്സേഷൻ ടൈം, ദാറ്റ് ഈസ് ടോ. ടോ ഈസ് ദ ആവറേജ് റിലാക്സേഷൻ ടൈം. എല്ലാവരും പഠിക്കേണ്ടത് ആവറേജ് റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ടോ ആണ്. എന്താണ് ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ഞാനൊരു ഫ്രീ ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ഞാൻ എന്താ ചെയ്യുക? ആ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യും. ശരിയല്ലേ? ഞാനൊരു ഫ്രീ ഇലക്ട്രോൺ ആണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എൻ്റെ ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്കല്ല കണ്ടക്ടറിൽ, എൻ്റെ ചുറ്റും ഇഷ്ടം പോലെ ഇലക്ട്രോൺസുകൾ ഉണ്ടാവും. ശരിയല്ലടാ? ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തുള്ള ഇലക്ട്രോൺസിനെ ഞാൻ ഉറപ്പായും കൊളൈഡ് ചെയ്യില്ലേ? ഞാൻ കൂട്ടിയിടിക്കും.
സോ ആദ്യം ഒരു ഇലക്ട്രോണിനെ കൂട്ടിയിടിച്ചു, യെസ്, എന്നിട്ട് പിന്നെയും മുന്നോട്ട് ഓടുകയാണ്. അപ്പോൾ അടുത്തൊരു ഇലക്ട്രോണിനെ കൂട്ടിയിടിച്ചു, എന്നിട്ട് പിന്നെയും ഞാൻ മുന്നോട്ട് ഓടുകയാണ്, എന്നിട്ട് അടുത്ത ഇലക്ട്രോണിനെ കൂട്ടിയിടിച്ചു. ലൈക്ക് ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുക? സോ ആദ്യം ഞാനൊരു ഇലക്ട്രോണിനെ കൂട്ടിയിടിക്കും, എന്നിട്ട് പിന്നെയും മുന്നോട്ടോടും, എഗെയിൻ അടുത്ത ഇലക്ട്രോണിനെ കൂട്ടിയിടിക്കും, എഗെയിൻ മുന്നോട്ടോടും, പിന്നെ അടുത്ത ഇലക്ട്രോണിനെ കൂട്ടിയിടിക്കും. ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക, ശരിയല്ലേ? സോ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കൊളിഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. രണ്ട് കൊളിഷൻ ഇടയിലുള്ള ടൈം ഇൻ്റർവെല്ലിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുക. ഞാനൊരു ഇലക്ട്രോണിനെ കൂട്ടിയിടിച്ചു, എന്നിട്ട് അടുത്ത ഇലക്ട്രോണിനെ കൂട്ടിയിടിക്കുന്നതിനിടയിലുള്ള ടൈം ഇൻ്റർവെല്ലിനെ വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുക. ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻസ് ഡ്യൂറിംഗ് വിച്ച് ദ ഇലക്ട്രോൺ ആക്സിലറേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് റിലാക്സേഷൻ ടൈം. ശ്രദ്ധിക്കുക മക്കളെ, രണ്ട് കൊളിഷൻസിനിടയിലുള്ള സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? റിലാക്സേഷൻ ടൈം എന്ന് പറയുക. ഒരു ഇലക്ട്രോണിനെ കൂട്ടിയിടിച്ചിട്ട് അടുത്ത ഇലക്ട്രോണിനെ ഇടിക്കുന്നതിന് മുൻപുള്ള ടൈം ഇൻ്റർവെല്ലിനെ, ആ ടൈം ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. പഠിക്കണം പഠിക്കണം പഠിക്കണം. റെഡി? അടുത്ത കാര്യം, എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഡെറൈവ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടാ. കൺസിഡർ ഒരു കണ്ടക്ടർ ഉണ്ട്, കണ്ടക്ടറിന് നീളം L ആണ്, അതിലോട്ട് V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. എങ്കിൽ നമുക്ക് നോക്കിയാലോടാ, സിമ്പിളായിട്ട് പറയാം. ഇലക്ട്രിക് ഫീൽഡിന് ഇക്വേഷൻ എന്നാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാണ് നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയാമോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാവോടാ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്നാണ്. നേരിട്ട് നവീൻ ആ ആൻസറിലോട്ടേക്ക് എങ്ങനെ വരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാടാ. ഇനിയാ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്നാണ്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാവോ. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ മക്കളെ, മുഴുവൻ മക്കളും ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു, പഠിച്ചല്ലടാ, E ഈക്വൽ ടു F/Q. F/Q ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ F ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? F ഈക്വൽ ടു QE എന്ന് പറയാം. F ഈക്വൽ ടു QE. റെഡി അല്ലേ? ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ അല്ലേ? QE. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസ് ആണ്, ശരിയല്ലേ? ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസ് അല്ലേ? ഇലക്ട്രോൺസ് അല്ലേ ഇവിടെ മൂവ് ചെയ്യുന്നത്. സോ F ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? -EE എന്ന് എഴുതാം. F ഈക്വൽ ടു നമുക്ക് -E എന്ന് എഴുതാം. അപ്പം നിങ്ങളുടെ വലിയ സംശയമാണ്, സാർ ചാർജിന് പകരം E എന്ന് കൊടുത്തു, ഓക്കെയാണ്, കാരണം ഇലക്ട്രോൺസ് ആയതുകൊണ്ട്. എങ്ങനെയാണ് അവിടെ ഒരു മൈനസ് വന്നതെന്ന സംശയം ഉണ്ടാവും, ശരിയല്ലേ? എങ്ങനെയാണ് അവിടെ ഒരു മൈനസ് വന്നതെന്ന സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഹൗ? എങ്ങനെയാണ് മൈനസ് വന്നത്? കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇലക്ട്രോൺസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ ആ ഇലക്ട്രോൺസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് മൈനസ് സൈൻ ഇട്ടിരിക്കുന്നത്. എഫും ഇയും ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ടാണ് നടുവിൽ എന്തിട്ടിരിക്കുന്നത്? ഒരു മൈനസ് സൈൻ ഇട്ടിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അടുത്ത നമുക്കറിയുന്ന ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരമുള്ള ഫോർമുലയാണ് F ഈക്വൽ ടു ma. അങ്ങനെ A ഈക്വൽ ടു എന്ത് എഴുതാം? F/m എന്ന് എഴുതാം. A ഈക്വൽ ടു F/m. അപ്പോൾ ആക്സിലറേഷൻ ഈക്വൽ ടു ഫോഴ്സ് എന്താണ് മക്കളെ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ -EE ആണ്. സോ -EE ഡിവൈഡഡ് ബൈ m എന്ന് കിട്ടും. ആക്സിലറേഷൻ ഈക്വൽ ടു -EE/m. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണെങ്കിൽ ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 5 ആണ്, ഇത് 6 ആണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 6. A ഈക്വൽ ടു -EE/m. റെഡി അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കടാ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ജനറൽ ഇക്വേഷനാണ്. ദാറ്റ് ഈസ് V ഈക്വൽ ടു U പ്ലസ് AT. എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. ഇവിടെയുള്ള വെലോസിറ്റി എന്ത് വിളിക്കാം? ഡ്രിഫ്റ്റ് വെലോസിറ്റി, VD എന്ന് വിളിക്കാം. ഇവിടെയുള്ള ആവറേജ് ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? വേഗം പറ. യുവിൻ്റെ വാല്യൂ എത്രയാണ്? തെർമൽ വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇലക്ട്രോൺസിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രോൺസിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണെന്ന് എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യാവോ? എത്രയാണ് ഇലക്ട്രോൺസിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി? പഠിച്ചാണ്. തെർമൽ വെലോസിറ്റി അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് 0, റൈറ്റ്? 0 ആണ്. 0. അടുത്തത് നെക്സ്റ്റ് വൺ, 0 പ്ലസ് ആക്സിലറേഷൻ മുകളിൽ കണ്ടുപിടിച്ചു, -EE/m. ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. ടൈമിന് പകരം റിലാക്സേഷൻ ടൈം ടോ, ആവറേജ് റിലാക്സേഷൻ ടൈം ടോ എന്ന് കൊടുത്തു. റെഡി അല്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ 7 എന്ന് വിളിക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 8 എന്ന് വിളിക്കാം. സോ VD ഈക്വൽ ടു 0 പ്ലസ് -EE/m ഇൻറ്റു ടോ. അങ്ങനെയാണെങ്കിൽ ഫൈനലി നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എങ്ങനെ എഴുതാം? ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ഈക്വൽ ടു 0 ഒഴിവാക്കിക്കോ, -EE/m ഇൻറ്റു ടോ. ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. VD ഈക്വൽ ടു -EE/m ഇൻറ്റു ടോ.
പഠിച്ചു വെക്കേണ്ടതാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫോമുല VD = -E/m/T. ഇത് കോൺഫിഡൻ്റ് ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒരു ഹാർട്ട് ഇമോജി ഇടാവോ? ഇതെനിക്ക് കോൺഫിഡൻ്റ് ആണ്, യാതൊരുവിധ സംശയമില്ല എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എനിക്കൊരു ഹാർട്ട് ഇമോജി ഇടാവോടാ. കമോൺ, എല്ലാവരും ചാറ്റ് ബോക്സിനകത്ത് ഒരു ഹാർട്ട് ഇമോജി ഇടാവോ? എങ്കിൽ അടുത്തതിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിക്കാതിരുന്നാൽ ശരിയാവില്ല. ഇത് കോൺഫിഡൻ്റ് ആണെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി. ഹൃദയം തരൂ കൂട്ടുകൂടൂ എന്നൊക്കെ കേട്ടില്ലേ? യെസ്, ഹൃദയം തരൂ കൂട്ടുകൂടൂ. എങ്കിൽ അടുത്തതിലോട്ട് കിടക്കാം. ദാറ്റ് ഈസ് മൊബിലിറ്റി. വളരെ സിമ്പിളായ കാര്യമാണ്, ഈസി ആയ കാര്യമാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്, മൊബിലിറ്റി. പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ മൊബിലിറ്റി. എപ്പോഴും ചോദിക്കാറുണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് മൊബിലിറ്റി എന്ന് പറയുക. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് മൊബിലിറ്റി എന്ന് പറയുക കേട്ടോ. സോ മൊബിലിറ്റി എല്ലാവരും മനസ്സിലാക്കുക. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്, അതിനെയാണ് മൊബിലിറ്റി എന്ന് പറയുക കേട്ടോ. ശ്രദ്ധിക്കടാ. മൊബിലിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് മൊബിലിറ്റിയെ വിളിക്കാം. അപ്പോൾ നോക്കടാ, മൊബിലിറ്റി മ്യൂ ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ് പഠിപ്പിച്ചതല്ലേ? E/m/τ. നെഗറ്റീവ് സൈൻ വേണ്ട, കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്, സോ മൈനസ് സൈൻ ഇടണ്ട. ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് E എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? നോക്കടാ, ഇയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ മൊബിലിറ്റിയുടെ ഇക്വേഷൻ എന്താ കിട്ടുക? E/τ/m എന്ന് കിട്ടും. ഇതാണ് മൊബിലിറ്റിയുടെ ഇക്വേഷൻ കേട്ടോ. E/τ/m ആണ് മൊബിലിറ്റിയുടെ ഇക്വേഷൻ. പഠിച്ചു വയ്ക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. E/τ/m എന്ന രീതിയിൽ നിങ്ങൾക്ക് മൊബിലിറ്റിയുടെ ഇക്വേഷൻ പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് മൊബിലിറ്റി എന്ന് പറയുക. സോ E/m/τ ഡിവൈഡ് ബൈ E എന്ന് കൊടുക്കാം. ഇലക്ട്രിക് ഫീൽഡും ക്യാൻസൽ ചെയ്താൽ E/τ/m എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മൊബിലിറ്റിയുടെ ഇക്വേഷൻ. എല്ലാവരും പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അടുത്തതിലൂടെ വന്നാലോ? യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് മൊബിലിറ്റി. മൊബിലിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും എന്താണെന്ന് നോക്കിയാലോ? സിമ്പിളാണെടാ. മൊബിലിറ്റി മ്യൂ ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ. ഇലക്ട്രിക് ഫീൽഡ് ന്യൂട്ടൺ പെർ കുളമ്പ് ഉണ്ട്, അതുപോലെ തന്നെ വോൾട്ട് പെർ മീറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വോൾട്ട് പെർ മീറ്റർ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൽ വോൾട്ട് പെർ മീറ്റർ. ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യട്ടെ. സോ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു വോൾട്ട് പെർ മീറ്റർ മുകളിലോട്ട് വരുമ്പോൾ മീറ്റർ പെർ വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ മൊബിലിറ്റിയുടെ യൂണിറ്റ് എന്താണ് മക്കളെ കിട്ടുക? മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് എന്ന് കിട്ടും. മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതാം, മീറ്റർ സ്ക്വയർ വോൾട്ട് പവർ ഓഫ് -1 സെക്കൻഡ് പവർ ഓഫ് -1. ഇതാണ് നമ്മുടെ മൊബിലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ വോൾട്ട് പവർ ഓഫ് -1 സെക്കൻഡ് പവർ ഓഫ് -1 എന്ന് എഴുതാം കേട്ടോ. ഇതാണ് മൊബിലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും പഠിക്കണം. എല്ലാവരും പഠിക്കേണ്ട വളരെ സിമ്പിളായ എളുപ്പമുള്ള ഒരു യൂണിറ്റാണ്. നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ഡയമെൻഷനിലോട്ട് കിടന്നാലോ? മൊബിലിറ്റിയുടെ ഡയമെൻഷനിലോട്ട് കിടക്കുവാണ്. എല്ലാവരും കൂടെ നിൽക്കണേ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഡയമെൻഷൻ ഓഫ് മൊബിലിറ്റി മ്യൂ ഈക്വൽ ടു, നമ്മൾ സിംപ്ലിഫൈഡ് ഇക്വേഷൻ പഠിച്ചാൽ മതി, E/τ/m. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഡയമെൻഷൻ ഓഫ് മൊബിലിറ്റി ഈക്വൽ ടു, E എന്ന് പറഞ്ഞ ഇലക്ട്രിക് ചാർജാണ്. ഡയമെൻഷൻ ചാർജിൻ്റെ AT അല്ല, AT ആണ്. ടൈം, ടോ എന്ന് പറഞ്ഞാൽ ടൈമാണ്, റിലാക്സേഷൻ ടൈം, ടൈമിൻ്റെ T. M എന്ന് പറഞ്ഞാൽ മാസാണ്. സോ എന്ത് കിട്ടൂടാ? AT² ഡിവൈഡഡ് ബൈ M എന്ന് കിട്ടും. M മുകളിലോട്ട് പോകുമ്പോൾ മൊബിലിറ്റിയുടെ ഡയമെൻഷൻ എന്തായി മാറും മക്കളെ? m⁻⁻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 ⁻
1 at². ഇതാണ് മൊബിലിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണേ. m⁻⁻1 at². ദിസ് ഈസ് ദ ഡയമെൻഷൻ ഫോർ മൊബിലിറ്റി. ഇതാണ് മൊബിലിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുക. m⁻⁻1 at² ആണ് നമ്മുടെ മൊബിലിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുക കേട്ടോ. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഫോർ മൊബിലിറ്റി. ഇതാണ് മൊബിലിറ്റിയുടെ ഡയമെൻഷൻ. m⁻⁻1 at² ആണ് മൊബിലിറ്റിയുടെ ഡയമെൻഷൻ. എല്ലാവരും പഠിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. റെഡി അല്ലേ? ഓക്കെ ആണോ മക്കളെ? ഹാപ്പി ആണോടാ? ഹാപ്പി ആണോ? ഹാപ്പി ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും എനിക്കൊരു ഹാർട്ട് ഇമോജി ഇടാവോ? എങ്കിൽ നമുക്ക് അടുത്ത ഡെറിവേഷനിലോട്ട് കിടക്കാം. ഡെറിവേഷൻസിൻ്റെ പൂരമല്ലേ മക്കളെ? ഇഷ്ടം പോലെ ഡെറിവേഷൻസ് ഉണ്ട്. വാരിക്കോരി ഞാൻ ഡെറിവേഷൻസ് പഠിപ്പിക്കുന്നുണ്ട്. അടുത്തത് കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. നെക്സ്റ്റ് വൺ ഈസ് കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. സിമ്പിളാണ്.
വളരെ സിമ്പിളാണ്. നമുക്കൊരു 9 ആകുമ്പോഴേക്കും തീർക്കാൻ പറ്റുന്നതാണ് എൻ്റെ പ്രതീക്ഷ ആക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് കമൻറ്റ് ചെയ്യണം, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂലേ, പിന്നല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ തങ്കക്കുടങ്ങൾ. കമോൺ ഗൈസ്. യെസ്, പോൾ കമൻറ്റ് ചെയ്യുന്നു. അശ്വതി അടിപൊളി, എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഐശ്വര്യ ഫൈൻ. കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഫിഗറും ഈ കോൺസെപ്റ്റും എല്ലാം നിങ്ങൾക്കറിയാം. എൽ ലെങ്ത് ഉള്ളൊരു കണ്ടക്ടർ നമ്മൾ എടുത്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം അവർ പറയുന്നു അത് എൻ ആണെന്ന്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എൻ ഇക്വേഷൻ നമ്പർ 1. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം എൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു യൂണിറ്റ് വോളിയിലുള്ള നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ സ്മോൾ എൻ. ഞാൻ അതുപോലെ തന്നെ എടുത്ത് എഴുതി. വോളിയം ഓഫ് ദ കണ്ടക്ടർ നിങ്ങൾ പറയടാ. ഏരിയയുടെയും ലെങ്ത്തിൻ്റെയും ടേംസിൽ എങ്ങനെ വോളിയം പറയാം? ഏരിയയുടെയും ലെങ്ത്തിൻ്റെയും ടേംസിൽ എങ്ങനെ വോളിയം പറയാം? ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് കേട്ടോ. ഡ്രിഫ്റ്റ് വെലോസിറ്റി എങ്ങനെ കറണ്ടിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം എന്ന കാര്യമാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, കറണ്ടിനെ എങ്ങനെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേംസിൽ ഡിറൈവ് ചെയ്യാം എന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും പറയടാ, വോള്യത്തിന് എങ്ങനെ ഏരിയയുടെയും ലെങ്ത്തിൻ്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം? വോള്യം ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് അറിയാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ്? വോള്യം ഓഫ് ദ കണ്ടക്ടർ ഏരിയ ഇൻറ്റു ലെങ്ത്. സോ എ എൽ എന്ന് നമുക്ക് കൊടുക്കാം. നബീൻ കറക്റ്റ്. എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എത്രയാണ്? യൂണിറ്റ് വോള്യത്തിൽ n നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. എൽ എന്ന് പറയുന്ന വോള്യം ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എത്രയായിരിക്കും? കമോൺ, സിമ്പിളാണ്. ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. 10 ക്ലാസ് ഉണ്ട്. എത്ര കുട്ടികളുണ്ടാവും? 10 × 10 100. ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുണ്ട്. 10 ക്ലാസ് ഉണ്ട്. എത്ര കുട്ടികളുണ്ടാവും? 5 × 10 50. അതേ പരിപാടിയാണ്. യൂണിറ്റ് വോള്യത്തിൽ n നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. എൽ എന്ന് പറയുന്ന വോള്യം ഉണ്ട്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും? നമുക്ക് പറയാൻ സാധിക്കും NaL നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ശരിയല്ലേ? NaL നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. NaL റെഡി. അടുത്ത ടോട്ടൽ ചാർജ് ഇൻ ദ കണ്ടക്ടർ. ചാർജ് എത്രയായിരിക്കും? നമുക്കറിയാം. ചാർജിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർമ്മയുണ്ടോ? ചാർജ് Q ഈക്വൽ ടു Ne. അപ്പോൾ ചാർജ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് NaL ആണ്. അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ കൂടെ ഗുണിച്ചാൽ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടില്ലേ? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ കൂടെ ഗുണിച്ചാൽ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടില്ലേ? അപ്പോൾ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? NaLൻ്റെ കൂടെ എന്ത് ഗുണിക്കണം? ഗുണിക്കണം. സോ ഗുണിച്ചു. ഇക്വേഷൻ നമ്പർ 4. NaLe നാളെയാണ്. NaLe നാളെയാണ് നമ്മുടെ ടോട്ടൽ ചാർജ് എന്ന് പറയും. NaLe. ഓക്കെ ഫൈൻ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചാർജ് കിട്ടും. ദാറ്റ് ഈസ് നാളെ. അടുത്ത ടൈം ടേക്കൺ ബൈ ദ ഫ്രീ ഇലക്ട്രോൺ ടു ഫ്ലോ ഫ്രം Q to P. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് Q. ഈ Qയിൽ നിന്ന് Pയിലോട്ട് എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. Qയിൽ നിന്ന് Pയിലോട്ട് ഒരു ഇലക്ട്രോൺ ഫ്ലോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ അത് എത്രത്തോളം സമയമെടുക്കുമെന്നാണ് ചോദ്യം. Qയിൽ നിന്ന് Pയിലോട്ട് ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ എത്രത്തോളം സമയം എടുക്കുമെന്നാണ് ചോദ്യം. സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പം ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്ന് പറയാം. സോ ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എന്തിന് ഇക്വലൻ്റ് ആണ്? ലെങ്ത്തിന് ഇക്വലൻ്റ് ആണ്. ശരി, ഇത്ര ദൂരമല്ലേ സഞ്ചരിക്കുന്നത്. സോ എൽ ഡിവൈഡ് ബൈ ഇവിടെയുള്ള വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലേ? സോ ടൈം ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ വി ഡി എന്ന് എഴുതാലോ. ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി ആണ്. ഇവിടെ ആ ഇലക്ട്രോൺ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന് ഇക്വലൻ്റ് ആണ്. സോ എൽ ഡിവൈഡ് ബൈ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. സോ എൽ ഡിവൈഡ് ബൈ വി ഡി എന്ന് കൊടുക്കാം. ശ്രദ്ധിക്കടാ. സോ ടൈം വിൽ ബി ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ വി ഡി. ഇക്വേഷൻ നമ്പർ 5. ടൈം വിൽ ബി ഈക്വൽ ടു എൽ ഡിവൈഡ് ബൈ വി ഡി. ഇക്വേഷൻ നമ്പർ 5. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? സംശയമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ വാടാ, കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? കറണ്ട് I ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ T ആണ്. സോ I ഈക്വൽ ടു ചാർജ് എത്രയാണ്? NaLe നാളെയാണ്. കണ്ടുപിടിച്ചതാ. ചാർജ് NaLe നാളെ. സോ NaLe ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? L ഡിവൈഡ് ബൈ വി ഡി. L ഡിവൈഡഡ് ബൈ വി ഡി ആണ്. റെഡി അല്ലേ? ഈ ടേമിന് ഞാൻ മുകളിലോട്ട് എടുക്കട്ടെ. സോ NaLe ഇൻറ്റു വി ഡി ബൈ എൽ എന്ന് കിട്ടും. ശരിയല്ലേ? വി ഡി ബൈ എൽ. ഇത് ഇക്വേഷൻ നമ്പർ എത്രയായി കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് കൊടുക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കടാ, എല്ലും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? I ഈക്വൽ ടു NaEVD. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. I ഈക്വൽ ടു NaEVD. എന്നെ വിടൂ എന്ന് പഠിച്ചാൽ എന്നെ വിടൂ. I ഈക്വൽ ടു NaEVD. എന്നെ വിടൂ. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 8.
ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഇക്വേഷൻ നമ്പർ 8. കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിച്ചു. I = NAEBD പഠിക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് കേട്ടോ. സെറ്റ് ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു സെറ്റ് മെസ്സേജും ഒരു ഹാർട്ട് ഇമോജിയും കമൻറ്റ് ചെയ്യാവോ എല്ലാവരും? അണ്ണാ ഇത് സെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു സെറ്റ് മെസ്സേജും ഒരു ഹാർട്ട് ഇമോജി. എങ്കിൽ അടുത്ത ഡെറിവേഷനിലോട്ട് കിടക്കാം. തുടരെ നമ്മൾ ഡെറിവേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അടുത്ത ഡെറിവേഷനിലോട്ട് കിടക്കാൻ പോവാണ്. റെഡി അല്ലേ? റെഡി ആണെങ്കിൽ വാടാ അടുത്ത ഡെറിവേഷൻ. കിടിലൻ ഡെറിവേഷൻ ആണ് അടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡെറിവേഷൻ ആണ്. വാടാ മക്കളെ എല്ലാവരും വാടാ. നെക്സ്റ്റ് ഡെറിവേഷൻ സിമ്പിളാണ്, ഈസി ആയി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഡെറിവേഷനിലോട്ട് കിടക്കാം. കമോൺ ഗൈസ്, അടിച്ചു കയറി വാടാ. നെക്സ്റ്റ് വൺ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യം നമുക്ക് നോക്കിയാലോ. റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യം നോക്കിയാലോ. സിമ്പിളാണ്. നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ നമുക്ക് തുടങ്ങാം. I = NAEBD. ഇവിടെ നമ്മൾ തുടങ്ങുവാണ്. ഇക്വേഷൻ നമ്പർ 1 ആയി കൊടുക്കാം. ഞാൻ അതിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റോ ആണെന്ന് നിങ്ങൾക്കറിയാം. റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ടോ ആണെന്ന് അറിയാം. സോ ഇവ തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ I = NAEBD. റൈറ്റ്, അറിയുന്ന കാര്യമല്ലേ? കറണ്ടിന് പകരം I = V/R റീപ്ലേസ് ചെയ്യാലോ. V/R കൊടുത്തു കേട്ടോ. റീപ്ലേസ്മെൻ്റ് ഒക്കെ ഇവിടെ എഴുതുവാണ്. I = V/R നമുക്ക് എല്ലാവർക്കും അറിയുന്ന റീപ്ലേസ്മെൻ്റ് ആണ്. റെഡി, ഞാനത് കൊടുത്തു. അടുത്ത ഡ്രിഫ്റ്റ് വെലോസിറ്റി വരെ എന്ത് കൊടുക്കാം? E/m × ടോ. അതും ഞാൻ റീപ്ലേസ് ചെയ്യട്ടെ. ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് വരവും ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. E/m × ടോ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന റീപ്ലേസ്മെൻ്റ് ആണ്. അതും കൊടുക്കുവാണ്. ശ്രദ്ധിക്കടാ. സോ V/R = NAE. VDക്ക് വരെ എന്ത് കൊടുക്കുവാണ്? E/m × ടോ. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 2. റെഡി അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കടാ. E × E എന്താണ്? E² ആണ്. ഞാനത് എടുത്ത് എഴുതുവാണേ. ദാറ്റ് ഈസ് V/R = NAE² ക്യാപിറ്റൽ E / m × ടോ. റെഡി അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കാം. ഇനി ഇവിടെയുള്ള ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈനെ ഞാൻ കോമൺലി പുറത്തെടുക്കാൻ പോവാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈനെ ഞാൻ കോമൺലി പുറത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം മക്കളെ. ഇക്വേഷൻ ദാറ്റ് ഈസ് V/R = NAE² ടോ / m ഇൻറ്റു എന്ത് വരും? ഇൻറ്റു E എന്ന് വരും. ആ ഈനെ കോമൺലി ഞാൻ പുറത്തെടുത്തു കേട്ടോ. വേറെ ഒന്നും ചെയ്യില്ല. ഈനെ കോമൺലി പുറത്തെടുത്തു. ഈ ഇവിടെയുള്ള ഈനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കോമൺ ആയിട്ട് ഇവിടെ പുറത്തെടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ മാറ്റമൊന്നുമില്ല. ഇക്വേഷൻ നമ്പർ 4. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. റെഡി അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. ഈക്ക് പകരം നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം? E = V/L പഠിച്ചതല്ലേ? E = V/L നമുക്കത് റീപ്ലേസ് ചെയ്യാം. വാടാ മക്കളെ, ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നു. സോ V/R = NAE² ടോ / m. ഈക്ക് പകരം എന്ത് കൊടുക്കാം? V/L എന്ന് കൊടുത്താ. ദാ V/L കൊടുത്തു. ഇക്വേഷൻ നമ്പർ 5. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാൻ നോക്കാം. രണ്ട് സൈഡും കുറച്ച് കോമൺ ടേംസ് ഉണ്ട്. അവന്മാരെയൊക്കെ വെട്ടി കൊന്നാലോ. ബിയും വെട്ടിക്കളഞ്ഞു. സോ ബാക്കി എന്തേ ഉള്ളൂ നോക്കടാ. 1/R = NAE² ടോ / m × 1/L. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെയുള്ള എല്ലും എയിനെയും ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാണ് കേട്ടോ. എയിനെയും എല്ലിനെയും ഞാൻ എന്താ മക്കളെ ചെയ്യുന്നത്? ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാണ്, ഇടത്തോട്ട് കൊണ്ടുവരികയാണ്. സി ഡിനോമിനേറ്ററുള്ള എൽ ഇങ്ങോട്ടും എന്താവും? ന്യൂമറേറ്ററിലോട്ട് വരും. ഈ ന്യൂമറേറ്ററിലുള്ള എ താഴോട്ട് വരുമ്പോൾ എന്താണ്? ഡിനോമിനേറ്ററിലോട്ടായിരിക്കും ഇടത്തോട്ട് വരിക. ശരിയല്ലേ? ഞാൻ മാറ്റട്ടെ. ഞാൻ അതിനെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കടാ. സോ L / എന്താവും? RA ആയിട്ട് മാറും. ശരിയല്ലേ? നോക്കടാ. L ഡിനോമിനേറ്ററിലാണ്, ന്യൂമറേറ്ററിലോട്ട് വന്നു. എ ന്യൂമറേറ്ററിലാണ്, ഇവിടെ വരുമ്പോൾ ഡിനോമിനേറ്ററിലോട്ട് മാറും. സോ L / RA = ബാക്കി ഏതൊക്കെ ടേം ഉള്ളത്? NE² ടോ. NE² ടോ / m എന്ന് വരും. റെഡി അല്ലേ? ഇക്വേഷൻ നമ്പർ എത്രയാണ്? ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 7. 7ാമത്തെ ഇക്വേഷൻ. അടുത്തത് ഞാൻ ഈ രണ്ട് സൈഡും റെസിപ്രോക്കൽ എടുക്കുവാണ്. രണ്ട് സൈഡും ഞാൻ തലകീഴായിട്ട് എടുക്കുവാണ്, റെസിപ്രോക്കൽ എടുക്കുവാണ്. സോ എന്ത് കിട്ടും? RA/L = എന്ത് കിട്ടും? M / NE² ടോ എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 8. RA/L = M / NE² ടോ എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 8. 8ാമത്തെ ഇക്വേഷൻ ആണ്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ല. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? RA/L = M / NE² ടോ.
ഇനി നിങ്ങൾ പറയടാ RA/L എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്യടാ. എന്താണ് RA/L എന്ന് പറഞ്ഞാൽ? കമോൺ ഗൈസ്, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് എന്താണ് RA/L എന്ന് പറഞ്ഞാൽ? പറ്റും, നിങ്ങളെ കൊണ്ട് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. എന്താണ് മക്കളെ RA/L എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അത് റെസിസ്റ്റിവിറ്റി അഥവാ റോ ആണ്, ശരിയല്ലേ? സോ നമുക്ക് റീപ്ലേസ് ചെയ്യാം മക്കളെ. റോ അഥവാ റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ NE² ടോ. റെസിസ്റ്റിവിറ്റിയാണ് റോ എന്ന് പറയുന്നത്, അതാണ് RA/L എന്ന് പറയുന്നത്. സോ RA/L എന്ന് പറഞ്ഞാൽ റോ ആണ്. സോ റോ ഈക്വൽ ടു M ഡിവൈഡ് ബൈ NE² ടോ. ഇക്വേഷൻ നമ്പർ 9. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 9. റെസിപ്രോക്കൽ എന്തിനാണ് എടുത്തത്? റെസിപ്രോക്കൽ എടുത്തപ്പോഴല്ലടാ അനിയ നമുക്ക് റെസിസ്റ്റിവിറ്റി കിട്ടിയത്. നമുക്ക് റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ അല്ലേ ബിൽഡ് ചെയ്യേണ്ടത്? നമുക്ക് ഈ കാണുന്ന റോയും ടോയും തമ്മിലുള്ള റിലേഷൻ അല്ലടാ ഡിറൈവ് ചെയ്യേണ്ടത്. അതുകൊണ്ടല്ലേ റെസിപ്രോക്കൽ എടുത്തത്, അല്ലേ നമുക്ക് കിട്ടൂലോടാ. റെഡി അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഓൾ സെറ്റ്, പക്കാ ക്ലിയർ. സെറ്റാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒന്ന് പറയാമോ? എല്ലാവരും പറയാമോ? ഇത് സെറ്റാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് മുഴുവൻ മക്കളും എനിക്കൊരു ഫയർ ഇമോജി ഇട്ട് തരാമോ? എങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുണ്ട്, എല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാം. റെഡി അല്ലേ? റെഡിയാണോ ഗൈസ്? റെഡി ആണെങ്കിൽ ഒന്ന് പറയടാ മോനെ ദിനേശ. റെഡി? എല്ലാവരും തയ്യാറല്ലേ? മുഴുവൻ മക്കളും തയ്യാറാണെങ്കിൽ വാടാ. കമോൺ ഗൈസ്. യെസ്, സെറ്റ് അണ്ണ പ്രണവ് പറഞ്ഞു, സെറ്റ് അണ്ണ. റെഡി, വാടാ എങ്കിൽ വാടാ. അടുത്താണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റൽസ്. മെറ്റൽസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്ന കാര്യമാണ് നോക്കാൻ പോകുന്നത്. മെറ്റൽസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കടാ. സോ ഈ ഗ്രാഫ് ശ്രദ്ധിച്ചോ. ടെമ്പറേച്ചർ X ആക്സിസിലും റെസിസ്റ്റിവിറ്റി Y ആക്സിസിലുമാണ്. ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണ്. സോ ഉറപ്പായും ഓൾമോസ്റ്റ് ഡയറക്ട്ലി പ്രപ്പോർഷൻ തന്നെയാണ്, നോ ഡൗട്ട്. നമുക്ക് നോക്കിയാലോ, ശ്രദ്ധിക്കണം. റോ ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ NE² ടോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. റോ ഈക്വൽ ടു M ഡിവൈഡ് ബൈ NE² ടോ ആണ് നമ്മുടെ ഇക്വേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്, ഡൗട്ട് ഇല്ലല്ലോ. നിങ്ങൾ പറയടാ, ടെമ്പറേച്ചർ കൊടുത്തു. ഇപ്പോൾ ഒരു കണ്ടക്ടർ എടുത്ത് ഞാൻ അതിനെ ഹീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അവയുടെ സ്പീഡ് എന്ത് ചെയ്യും? കൂടും അല്ലേ? ഫ്രീ ഇലക്ട്രോൺസ് അറഞ്ചം പുറഞ്ഞ് മൂവ് ചെയ്യും അല്ലേ? ശരിയല്ലേ? ഞാനൊരു കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മോഷൻ്റെ സ്പീഡ് കൂടും. സോ കൊളിഷൻ്റെ ടൈം ഇൻ്റർവൽ എന്ത് സംഭവിക്കും നോക്കടാ. ഇനീഷ്യലി ഞാൻ ഇങ്ങനെ ഇവിടെ ഒന്ന് ഇടിച്ചു, കുറച്ച് സമയം എടുത്തിട്ട് അടുത്ത ആളെ ഇടിക്കുന്നു, പിന്നെ കുറച്ച് സമയം എടുത്തിട്ട് അടുത്ത ആളെ ഇടിക്കുന്നു. ഈ രീതിയിലാണ് ഫ്രീ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. എന്നെ ഹീറ്റ് ചെയ്താലോ, എന്നെ ചൂടാക്കുമ്പോഴോ ഫ്രീ ഇലക്ട്രോൺ ആയ എന്നെ ചൂടാക്കി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എൻ്റെ മോഷൻ സ്പീഡ് ആയിരിക്കും, ലൈക്ക് ഇങ്ങനെ അറഞ്ഞ പുറഞ്ഞ് ഞാൻ മൂവ് ചെയ്യും. ശരിയല്ലേ? ഒരാളെ ഇടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ആൾ ഇടിക്കും, പിന്നെ പെട്ടെന്ന് അടുത്ത ആൾ ഇടിക്കും. സോ ആ റിലാക്സേഷൻ ടൈം കൂടുമോ കുറയുമോ? ആ ടൈം ഇൻ്റർവൽ കൂടുമോ കുറയുമോ? ഒന്നാലോചിക്കടാ. ആദ്യം ഒരാളെ ഇടിച്ചു, കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുത്തൊരാൾ അടിച്ചു, പിന്നെ അടുത്തൊരാൾ അടിച്ചു, അങ്ങനെയാണ് പോകുന്നത്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടൈം ഗ്യാപ്പ് വളരെ കുറയും, ശരിയല്ലേ? പെട്ടെന്ന് ഇടിക്കും. സോ ആ ടൈം ഇൻ്റർവൽ കുറയും, റിലാക്സേഷൻ ടൈം കുറയും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? റിലാക്സേഷൻ ടൈം കുറയും. സോ ടെമ്പറേച്ചർ കൂടിയാൽ റിലാക്സേഷൻ ടൈം കുറയും, ടൈം ഇൻ്റർവൽ ബിക്കം ഡിക്രീസ്, റൈറ്റ്? യെസ്, റിലാക്സേഷൻ ടൈം കുറയും. ടെമ്പറേച്ചർ കൂടിയാൽ, ചൂട് കൂടിയാൽ, ഹീറ്റ് ചെയ്ത സമയത്ത് ടൈം ഇൻ്റർവൽ കുറയും, റിലാക്സേഷൻ ടൈം കുറയും. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? റെസിസ്റ്റിവിറ്റി കൂടും. കാര്യം മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ നിങ്ങൾ മനസ്സിലാക്കുക, ടെമ്പറേച്ചർ കൂടിയാൽ റിലാക്സേഷൻ ടൈം കുറയും. റിലാക്സേഷൻ ടൈം കുറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കൂടും. സോ നിങ്ങൾ മനസ്സിലാക്കുക, ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് കൂടും? റെസിസ്റ്റിവിറ്റി കൂടുമെന്ന് മനസ്സിലാക്കുക. ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റിവിറ്റി കൂടുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കേണ്ടതാണ്, നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. യെസ് നവീൻ, യു ആർ റൈറ്റ്. അടിപൊളി, ഹാപ്പി അല്ലടാ? ഇതൊക്കെയാണോ? ക്ലിയർ അല്ലേ? മെറ്റൽസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിക്ക് എന്തു മാറ്റം സംഭവിക്കുന്നു എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? യാതൊരുവിധ സംശയമില്ലാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? റെഡി? ഓക്കെ, റെഡി? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി, ആർക്കും തന്നെ സംശയമില്ലല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓൾ സെറ്റ്? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. യെസ് ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. നമ്മൾ അടുത്തതിലോട്ട് കിടക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കാം. കമോൺ. നെക്സ്റ്റ് വൺ, ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ തന്നെയാണ്. പക്ഷെ ആരുടെയാണ്? കണ്ടക്ടേഴ്സ്, മെറ്റൽസിൻ്റെ അല്ല, മറിച്ച് അലോയ്സിൻ്റെയാണ്.
ഇത് നമുക്ക് എല്ലാവരും ലാബിൽ കാണാൻ സാധിക്കുന്ന വയർ ബൗണ്ട് റെസിസ്റ്റർ ആണ്, ശരിയല്ലേ? സോ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്ന അലോയ്സ് ഉപയോഗിച്ചാണ്, ഈ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് നിർമ്മിച്ചിരിക്കുന്ന അലോയ്സ് ഉപയോഗിച്ചാണ്. സോ അലോയ്സിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കിയാലോ? എല്ലാവരും ശ്രദ്ധിക്കടാ. അലോയ്സിൻ്റെ കേസിൽ നമുക്ക് എന്താണ് സംഭവിക്കുക? നിങ്ങൾ നോക്കിക്കേ, അലോയ്സിൻ്റെ കേസിൽ ഈ ഗ്രാഫ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. അലോയ്സിൻ്റെ കേസിൽ ഈ ഗ്രാഫ് ഓൾമോസ്റ്റ് എന്താണ്? ഫ്ലാറ്റായ ഗ്രാഫാണ്. സോ എന്തു മനസ്സിലാക്കാം? ടെമ്പറേച്ചറിൽ മാറ്റം സംഭവിച്ചാലും അലോയ്സിൽ റെസിസ്റ്റിവിറ്റി മാറില്ല. ടെമ്പറേച്ചറിൽ മാറ്റം സംഭവിച്ചാലും അലോയ്സിൽ റെസിസ്റ്റിവിറ്റി മാറില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇൻ ദ കേസ് ഓഫ് അലോയ്സ്, ടെമ്പറേച്ചർ ആൻഡ് റെസിസ്റ്റിവിറ്റി ആർ നിയർലി ഇൻഡിപെൻഡൻറ്റ്. ആ ഗ്രാഫ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. സോ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും അലോയ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. വലിയ രീതിയിൽ മാറില്ല എന്ന കാര്യം, വലിയ രീതിയിൽ ചേഞ്ച് ചെയ്യില്ല എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. റെഡി അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായി. ഓൾ സെറ്റ്, ഹാപ്പി, ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു സ്മൈലി മോജി ഇടാവോ? എങ്കിൽ അടുത്തലോട്ട് കിടക്കാം. സോ ആ അലോയ്സിന് കുറച്ച് എക്സാമ്പിളുകളുണ്ട്. ഉദാഹരണം നിക്രോൺ, മാഗ്നാനിൻ, ഇവയൊക്കെ വീക്ക് ഡിപ്പെൻഡൻസ് ഓഫ് ടെമ്പറേച്ചർ ആണ് കാണിക്കുക കേട്ടോ. ഇവയെല്ലാം വീക്ക് ഡിപ്പെൻഡൻസ് ഓഫ് ടെമ്പറേച്ചർ ആണ് കാണിക്കുക, അലോയ്സും മാഗ്നാനിൻ, അതായത് നിക്രോമും മാഗ്നാനിനും ഒക്കെ കേട്ടോ. റൈറ്റ്, അടുത്ത കേസ്. നെക്സ്റ്റ് വൺ ഈസ് സെമി കണ്ടക്ടർ. ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സെമി കണ്ടക്ടറിൻ്റെ കേസ്. എന്താണ് സെമി കണ്ടക്ടറിൻ്റെ കേസ്? എല്ലാവരും ശ്രദ്ധിക്കുക. സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഞാൻ അതേ ഇക്വേഷനാണ് എഴുതി വയ്ക്കാൻ പോകുന്നത്. സെയിം ഇക്വേഷൻ, റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, സെമി കണ്ടക്ടറിൻ്റെ കേസിൽ നിങ്ങൾ തിരിച്ചറിയണം, ടെമ്പറേച്ചർ കൂടുമ്പോൾ, സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടും. കൃത്യമായി മനസ്സിലാക്കുക. സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടും. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടും, n കൂടും. n കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കൂടുമോ കുറയുമോ എന്ന് പറയടാ. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കൂടുമോ കുറയുമോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാവോ? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടിയാൽ റെസിസ്റ്റിവിറ്റി കൂടുമോ കുറയുമോ? അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാം. വേഗം കമൻറ്റ് ചെയ്യും. കമോൺ ഗൈസ്, നിങ്ങൾക്ക് പറയാൻ സാധിക്കും നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കൂടുമോ കുറയുമോ? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട, റെസിസ്റ്റിവിറ്റി കുറയും. ബിക്കോസ് ദി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? റെസിസ്റ്റിവിറ്റി കുറയും. കാരണം ഇവർ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂടിയാൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടും. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? റെസിസ്റ്റിവിറ്റി വിൽ ഡിക്രീസസ്. റെസിസ്റ്റിവിറ്റി കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഗ്രാഫ് ഈ ഒരു ഷേപ്പിൽ വരുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഗ്രാഫ് ഇതുപോലെ ഒരു ഗ്രാഫ് വരുന്നത് കേട്ടോ. കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഗ്രാഫ് ഈ ഒരു ഷേപ്പിൽ വരുന്നത്. ബിക്കോസ് ടെമ്പറേച്ചർ ആൻഡ് റെസിസ്റ്റിവിറ്റി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഗ്രാഫ് ഇതുപോലൊരു ഗ്രാഫ് വരുന്നത്. സെറ്റ്. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി, യാതൊരുവിധ സംശയമില്ല എന്ന് പറയുകയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാ അനിയന്മാരും അനിയത്തിമാരും എനിക്കൊരു ഹാർട്ട് ഇമോജി ഇട്ട് തരാമോ? എങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ, വേണമെങ്കിൽ നമുക്കൊരു ഡെറിവേഷൻ പോലെ പഠിക്കാം. സിമ്പിളാണടാ, ഒരു ബുദ്ധിമുട്ടുമില്ല, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. കമോൺ ഗൈസ്, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? മുഴുവൻ മക്കളും റെസ്പോണ്ട് ചെയ്യാവോടാ? കമോൺ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? റെഡി? യെസ്, എല്ലാവരും ഹാപ്പി മൂജി ആണ്. ഗംഭീരം. സോ ഗൈസ്, അടുത്തതിലോട്ട് കിടക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ അലോയ്സ് ആർ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്? എന്തുകൊണ്ടാണ് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് നിർമ്മിക്കാൻ അലോയ്സ് യൂസ് ചെയ്യുന്നത്? വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ഞാനിവിടെ കാണിച്ചു. ഇതൊക്കെ വയർ ബൗണ്ട് റെസിസ്റ്ററാണ്. ഇതുപോലുള്ള വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് നിർമ്മിക്കാൻ എന്തുകൊണ്ടാണ് അലോയ്സ് യൂസ് ചെയ്യുന്നത്? വൈ വി ആർ യൂസിങ് അലോയ്സ് ഫോർ മാനുഫാക്ചറിങ് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്? കമോൺ, എന്തുകൊണ്ടാണ് മക്കളെ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് നിർമ്മിക്കാൻ നമ്മൾ അലോയ്സ് യൂസ് ചെയ്യുന്നത്? കാരണം നമുക്കറിയാം അലോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലടാ. അലോയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മെറ്റൽസ്, ഇപ്പോൾ നിക്കൽ, ക്രോമിയം, അയൺ, അതെല്ലാം കൂടി ചേർന്നിട്ടാണ് നിക്രോം എന്ന് പറയുക. സോ സിമിലർ വേ ഒന്നിൽ കൂടുതൽ മെറ്റൽസിൻ്റെ കോമ്പിനേഷനാണ് അലോയ് എന്ന് പറയുന്നത് കേട്ടോ. സോ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് നിർമ്മിക്കാൻ എന്തുകൊണ്ടാണ് അലോയ്സ് ഉപയോഗിക്കുന്നത്? കാരണം അലോയ്സ് ഹാസ് വീക്ക് ഡിപ്പെൻഡൻസ് ഓഫ്
അലോയ്സിൻ്റെ റെസിസ്റ്റിവിറ്റി ഒരിക്കലും ടെമ്പറേച്ചർ കൂടുമ്പോൾ മാറൂല. ഇറ്റ് ഹാസ് വീക്ക് ഡിപ്പെൻഡൻസ് ഓഫ് ടെമ്പറേച്ചർ. നമുക്കറിയാലോ അലോയ്സ് ലൈക്ക് നിക്രോം, മാഗ്നാനിൻ എക്സിബിറ്റ് വെരി വീക്ക് ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ മാറ്റം സംഭവിക്കുമ്പോൾ അലോയ്സിൻ്റെ റെസിസ്റ്റിവിറ്റി മാറുന്നില്ല. അവയുടെ ഗ്രാഫ് നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഗ്രാഫ് ഇതുപോലെ ഫ്ലാറ്റ് ആയ ഗ്രാഫ് അല്ലേ? അലോയ്സിൽ ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റിവിറ്റി മാറില്ല. ഇറ്റ് ഷോസ് വീക്ക് ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുമ്പോൾ അലോയ്സിൻ്റെ കേസിൽ റെസിസ്റ്റിവിറ്റി മാറില്ല എന്ന കാര്യം നിങ്ങൾ പഠിക്കുക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പഠിക്കേണ്ടതാണ്, പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ഓഫ് മെറ്റൽ ആൻഡ് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസും ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെ ബന്ധപ്പെടും? റെസിസ്റ്റൻസ് പോലെ തന്നെ റെസിസ്റ്റിവിറ്റി കൂടെ പറയുന്നുണ്ട്, റെസിസ്റ്റിവിറ്റി കൂടി പറയുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് അല്ല, പക്ഷെ നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കാണ്. പരീക്ഷയിൽ പൊതുവേ ചോദ്യങ്ങൾ വരാറില്ല. ഇതിൻ്റെ ഡെറിവേഷൻ എനിക്ക് ആവശ്യമുണ്ട്, ഒന്നുകൂടി എനിക്ക് ഡെറിവേഷൻ റിവൈസ് ചെയ്യണം എന്ന് പറയുന്ന കുട്ടികൾ എല്ലാവരും ഒരു ഫയർ ഇമോജി ആവും. നേരിട്ട് അതിൻ്റെ ഇക്വേഷൻ മാത്രം ആക്ച്വലി പഠിച്ചാൽ മതി. എങ്കിൽ പോലും എനിക്കതിൻ്റെ ഡെറിവേഷൻ വേണം, ഡെറിവേഷൻ എനിക്ക് പഠിക്കണം, എനിക്ക് മഗപ്പ് ചെയ്യാൻ വയ്യ എന്ന് പറയുന്ന കുട്ടികളെല്ലാവരും ഒരു ഫയർ ഇമോജി ഇടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡെറിവേഷൻ പറഞ്ഞുതരാം, ഒരു പ്രശ്നമില്ല. ആക്ച്വലി അതിൻ്റെ ഇക്വേഷൻ മാത്രം ഇക്വേഷൻ പോലും പരീക്ഷകൾ ചോദിക്കാറില്ല, ന്യൂമറിക്കൽസ് ഒന്നും വരാറില്ല. എങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പറയും, നോ ഇഷ്യൂ. ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹം നമ്മൾ സാധിച്ചിരിക്കും. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ടെമ്പറേച്ചർ, ഒരു മെറ്റൽസിൻ്റെ കേസിൽ ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെയാണ് മാറുന്നത് എന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും ഫയർ ഇമോജി ഒക്കെ ഇടുന്നുണ്ട്. എങ്കിൽ പാടാ നമുക്കൊന്ന് ഡെറൈവ് ചെയ്യാം. സിമ്പിളാണടാ. ഒരു മെറ്റൽ എടുത്തു. ഓക്കെ ഫൈൻ. നമ്മളൊരു മെറ്റലിനെ കൺസിഡർ ചെയ്തു. രണ്ടെണ്ണമുണ്ടേ, അതേപോലെ തന്നെ രണ്ട് കണ്ടീഷനാണ്. സോ അതുകൊണ്ട് രണ്ടെണ്ണം ആയിട്ട് വരച്ചു. സോ ഇനീഷ്യലി അതിൻ്റെ റെസിസ്റ്റിവിറ്റി റോ നോട്ടാണ്. ആ സമയത്തുള്ള അതിൻ്റെ ടെമ്പറേച്ചർ ടി ആണെന്ന് വിചാരിക്കുക. ഇത് ഫസ്റ്റ് കേസാണ്. ദിസ് ഈസ് അവർ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ടെമ്പറേച്ചർ ടി നോട്ട് ആയി കൊടുക്കാം അല്ലേ? ടെമ്പറേച്ചർ ടി നോട്ട്. ഒരു മെറ്റലുണ്ട്, ആ മെറ്റലിൻ്റെ ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റി റോ നോട്ടാണ്. ആ സമയത്തുള്ള അതിൻ്റെ ടെമ്പറേച്ചർ ടി നോട്ടാണ്. ഞാൻ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്തു, റോ ടി ആക്കി. ഫൈനൽ റെസിസ്റ്റിവിറ്റി ഞാൻ കൂട്ടിയിട്ട് എത്രയാക്കി? യെസ്, എനിക്കിടെ ആരാധകൻ വന്നിരിക്കുന്നു. സുഖാണടാ തങ്കക്കുടമേ, നിനക്ക് സുഖാണോടാ? എനിക്ക് കൊണ്ട് +2 കഴിഞ്ഞു തോന്നുന്നു അല്ലേ? യെസ്, അനിയാ +2 കഴിഞ്ഞില്ലടാ? +2 കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്, +2 കഴിഞ്ഞു. അതവനിപ്പോൾ +2 ആയിരിക്കും തോന്നുന്നു. റെഡി അല്ലേ? സോ ഇനീഷ്യലി ഉള്ള റെസിസ്റ്റിവിറ്റി റോ നോട്ടാണ്, ആ സമയത്തുള്ള ടെമ്പറേച്ചർ ടി നോട്ടാണ്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി, അപ്പോൾ റെസിസ്റ്റിവിറ്റി റോ ടി ആയിട്ട് മാറി, ഫൈനൽ ടെമ്പറേച്ചർ ടി ആയിട്ട് മാറി. ഈ കണ്ടീഷൻ മനസ്സിലാക്കണം കേട്ടോ. ഇനീഷ്യലി ഉള്ള ടെമ്പറേച്ചർ ടി നോട്ടാണ്, അതിന് കറസ്പോണ്ടിങ് ആയ റെസിസ്റ്റിവിറ്റി റോ നോട്ടാണ്. ഫൈനൽ ടെമ്പറേച്ചർ ടി ആണ്, അതിന് കറസ്പോണ്ടിങ് ആയ റെസിസ്റ്റിവിറ്റി റോ ടി ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഫൈൻ, സെറ്റ്. ഇത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഒരു ബേസിക് ഫോർമുലയാണ്. ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റി ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. പഠിക്കേണ്ട ഒരു ഫോർമുലയാണ് കേട്ടോ. ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റി ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. എല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്, ശ്രദ്ധിക്കടാ, എല്ലാവരും ശ്രദ്ധിക്കടാ. ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റി ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. അതിന് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്തത് ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുക. ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി, ഇവിടെ പ്രപ്പോർഷണാലിറ്റി ഉള്ളത്. പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കണ്ടേ? പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കണം. സോ ഡെൽറ്റ റോ ഈക്വൽ ടു ആക്കുമ്പോൾ നമുക്കൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരണ്ടേ? പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ നമുക്കൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് +2 ആണ്. അണ്ണാ മറന്നാ? +2 ആയിട്ട് നീ എന്തോടാ ഇനി എത്ര നേരം ലൈവ് കാണാൻ വരാതിരുന്ന്? കുറേ ആയില്ലേ നിൻ്റെ? കഴിഞ്ഞ പബ്ലിക് ലൈവിലല്ലേ നിൻ്റെ കമൻറ്റ് ഉണ്ട്, പിന്നെ ഇപ്പോഴല്ലേ കാണുന്നത്. അതുകൊണ്ടാണ്. +2 ആയിട്ട് നീ എന്തോ ഇപ്പോഴാണ് ലൈവ് കാണാൻ വരുന്നത്. റെഡി? സോ ഡെൽറ്റ റോ ഈക്വൽ ടു, മക്കളെ പറയടാ, ഇവിടെ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ആരാണ്? ദറ്റ് ഈസ് ആൽഫ. ആൽഫ ഈസ് ദ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഇത് പ്രപ്പോർഷണാലിറ്റിയുടെ ഐക്കണാണ്, ഇത് ആൽഫയാണ് കേട്ടോ, ആൽഫയാണ്. സോ ആൽഫയാണ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. സോ ആൽഫ ഇൻറ്റു റോ നോട്ട് ഇൻറ്റു ഡെൽറ്റ ടി. ഇക്വേഷൻ നമ്പർ 2. ആൽഫയാണ് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കടാ, ആൽഫ ഈസ് ദ
ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാം കേട്ടോ. ആൽഫ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് ഇവിടെ റെസിസ്റ്റിവിറ്റി അല്ലേ, സോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നു. റെസിസ്റ്റൻസിൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാം കേട്ടോ. ഇനി വാടാ, ഡെൽറ്റ റോ അഥവാ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി എന്താണ്? ഫൈനൽ റെസിസ്റ്റിവിറ്റി മൈനസ് ഇനീഷ്യൽ റോ ടി മൈനസ് റോ നോട്ട് എന്ന് പറയാം, ഈക്വൽ ടു ആൽഫ ഇൻറ്റു റോ നോട്ട് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താണ്? ടി മൈനസ് ടി നോട്ടാണ്. റെഡി അല്ലേ? ഇക്വേഷൻ നമ്പർ 3. ഡെൽറ്റ റോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ആണ്. ഫൈനൽ റെസിസ്റ്റിവിറ്റി മൈനസ് ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു ആൽഫ ഇൻറ്റു റോ നോട്ട് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താണ്? ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. കൃത്യമായി മനസ്സിലായില്ലേ? യാതൊരുവിധ സംശയമില്ല, അന്തസ്സായി മനസ്സിലായില്ലേ? റൈറ്റ്. ഇനി മൈനസ് റോ നോട്ടിന് ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാണ്. മൈനസ് റോ നോട്ട് റൈറ്റ് സൈഡിലോട്ട് വന്നാൽ പ്ലസ് ആവൂലടാ, പ്ലസ് ആവും. സോ റോ ടി അഥവാ ഫൈനൽ റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു ആൽഫ റോ നോട്ട്, ശ്രദ്ധിക്കടാ, ആൽഫ റോ നോട്ട് ടി മൈനസ് ടി നോട്ട് ഇൻറ്റു ടി നോട്ട് പ്ലസ്, ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും, പ്ലസ് റോ നോട്ടായിട്ട് മാറും. റെഡിയിൽ അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലടാ? ഈ കാണുന്ന മൈനസ് റോ നോട്ടിനെ ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? പ്ലസ് റോ നോട്ടായിട്ട് മാറും. ഇക്വേഷൻ നമ്പർ എത്രയായി കൊടുക്കാം? 4 ആയിട്ട് കൊടുക്കാം. ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഈ പ്ലസ് റോ നോട്ട് ഞാൻ തുടക്കത്തിൽ എ പ്ലസ് ബിയും ബി പ്ലസ് എയും സെയിം അല്ലേ, സോ അതിനാൽ തന്നെ ഈ ടേം പ്ലസ് റോ നോട്ടിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്, ശ്രദ്ധിക്കടാ. സോ റോ ടി ഈക്വൽ ടു ഫൈനൽ റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു റോ നോട്ട് പ്ലസ് ആൽഫ റോ നോട്ട് ഇൻറ്റു ടി മൈനസ് ടി നോട്ട്. ഒന്ന് റീഅറേഞ്ച് ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തു കേട്ടോ. ഇക്വേഷൻ നമ്പർ 5 കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് റീഅറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കോ, ഈ രണ്ട് ടേമിലും റോ നോട്ട് കോമൺ ആണ്, അവനെ ഞാൻ കോമൺലി പുറത്തെടുക്കട്ടെ. രണ്ടിലും റോ നോട്ട് കോമൺ ആണ്, അവനെ ഞാൻ കോമൺലി പുറത്തെടുക്കുവാണ്, ശ്രദ്ധിക്കണം. സോ റോ ടി ഈക്വൽ ടു റോ നോട്ട് ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി മൈനസ് ടി നോട്ട്, 1 പ്ലസ് ആൽഫ ടി മൈനസ് ടി നോട്ട്. ഇതിന് ഇക്വേഷൻ നമ്പർ എത്രയായി കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുക്കാം. ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഇക്വേഷൻ നമ്പർ 6. ഇതിന് 6ാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. റെഡിയല്ലേ മക്കളെ? റോ ടി ഈക്വൽ ടു റോ നോട്ട് ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി മൈനസ് ടി നോട്ട് എന്ന് കൊടുക്കാം. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ആർക്കും തന്നെ സംശയമില്ലല്ലോ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ? സെറ്റ്. ഇത് റെസിസ്റ്റിവിറ്റിയുടെ ടേംസിലുള്ള മെയിൻ ഇക്വേഷൻ ആണ്. ഇതേ ഇക്വേഷൻ, ഇത് റെസിസ്റ്റിവിറ്റിയുടെ ടേംസിലുള്ള ഫൈനൽ ഇക്വേഷൻ ആണ്. ഇതേ ഇക്വേഷൻ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ടേംസിൽ എഴുതാം. അഥവാ ആർ ടി ഈക്വൽ ടു ആർ നോട്ട് ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി മൈനസ് ടി നോട്ട്. രണ്ടിൻ്റെ ടേംസിലും എഴുതാം. അഥവാ റെസിസ്റ്റൻസിൻ്റെ ടേംസിലും എഴുതാം, റെസിസ്റ്റിവിറ്റിയുടെ ടേംസിലും എഴുതാം. എങ്ങനെ വന്നാലും സെയിം ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. റെസിസ്റ്റൻസ് ആകുമ്പോൾ ആർ ടി എന്ന് വരും, അതുപോലെ തന്നെ ആർ നോട്ട് എന്ന് വരും. വേറെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. സെയിം. സെറ്റല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലടാ? അടിപൊളിയായിട്ട് മനസ്സിലായോ? സെറ്റല്ലേ? സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് നമ്മുടെ 3ാമത്തെ ഇക്വേഷൻ ഞാൻ വീണ്ടും എടുക്കുവാണ്. ദിസ് ഈസ് അവർ 3rd ഇക്വേഷൻ. ഇനി അവനിലോട്ടാണ് കളി. ഇനി അവനെ വെച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക. ദിസ് ഈസ് അവർ 3rd ഇക്വേഷൻ, റൈറ്റ്? ഇത് നമ്മുടെ 3ാമത്തെ ഇക്വേഷൻ ആയിരുന്നു കേട്ടോ. ഇത് വെച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൽ നിന്ന് ആൽഫ ഒന്ന് കണ്ടുപിടിക്കാവോ? ആൽഫ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ ഹിയർ? ആൽഫ ഈക്വൽ ടു, ആൽഫ മാത്രം ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റുവാണ്. സോ എന്ത് വരും? റോ ടി മൈനസ് റോ നോട്ട് ഡിവൈഡഡ് ബൈ റോ നോട്ട് ഇൻറ്റു ടി മൈനസ് ടി നോട്ട്. ഇതാണ് ആൽഫയുടെ ഇക്വേഷൻ. ഇതിന് ഇക്വേഷൻ നമ്പർ 8 ആയിട്ട് കൊടുക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. റോ ടി മൈനസ് റോ നോട്ട് ഡിവൈഡ് ബൈ റോ നോട്ട് ഇൻറ്റു ടി മൈനസ് ടി നോട്ട്. ഇതേ കാര്യം റെസിസ്റ്റൻസിൻ്റെ ടേംസിൽ എഴുതാം. അഥവാ ആൽഫ ഈക്വൽ ടു ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതും? ആർ ടി മൈനസ് ആർ നോട്ട് ഡിവൈഡഡ് ബൈ ആർ നോട്ട് ഇൻറ്റു ടി മൈനസ് ടി നോട്ട്. ഇങ്ങനെയും നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ടേംസിലും ഈ ഇക്വേഷൻ എഴുതാം. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 9. ഇതാണ് 9ാമത്തെ ഇക്വേഷൻ ആക്കി എഴുതുന്നത്. കാര്യം മനസ്സിലായില്ലേ? കൃത്യമായി മനസ്സിലായില്ലേ? സോ ഇക്വേഷൻസ് ഒക്കെ പഠിക്കണം കേട്ടോ, എല്ലാവരും പഠിക്കണം. അതായത് ഫൈനൽ റെസിസ്റ്റിവിറ്റിയും ഫൈനൽ റെസിസ്റ്റൻസും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസും ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയും ഒക്കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷനും നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിരിക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയട്ടെ. മറ്റൊരു കാര്യം കൂടി പറയാം. ആൽഫ. ആൽഫനെ പറ്റി കൂടി എനിക്ക് 2 വാക്ക് പറയാനുണ്ട് ആൽഫയെ പറ്റിയിട്ടാണ്. ആൽഫയുടെ യൂണിറ്റ്, ആദ്യം യൂണിറ്റ് പറഞ്ഞു തുടങ്ങാം. ആൽഫയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കെൽവിൻ പവർ ഓഫ് -1 അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് പവർ ഓഫ് -1 ആയിരിക്കും. ആൽഫയുടെ യൂണിറ്റ് കെൽവിൻ പവർ ഓഫ് -1 അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് പവർ ഓഫ് -1 ആയിരിക്കും. അവൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ കെൽവിൻ പവർ ഓഫ് -1, ടെമ്പറേച്ചർ അല്ലേ, സോ കെൽവിൻ പവർ ഓഫ് -1. അടുത്തൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുകയാണെങ്കിൽ
അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ആൽഫ പോസിറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയാണെങ്കിൽ ആൽഫ നെഗറ്റീവ് ആയിരിക്കും. കൃത്യമായി പഠിച്ചു വെച്ചോ. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുകയാണെങ്കിൽ ആൽഫ പോസിറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയാണെങ്കിൽ ആൽഫ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പരീക്ഷകളൊക്കെ ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, പഠിക്കേണ്ടതാണ്. റൈറ്റ്. എങ്കിൽ നമുക്ക് ഒരു ചോദ്യം വർക്കൗട്ട് ചെയ്താലോ? ഇതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്താലോ? പരീക്ഷകളൊക്കെ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്താലോ? വാടാ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ദ റെസിസ്റ്റൻസ് ഓഫ് ടങ്സ്റ്റൺ കോയിൽ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് ഈസ് 45 ഓം. 30 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 45 ഓം ആണ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് അറ്റ് 70 ഡിഗ്രി സെൽഷ്യസ്? 70 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് എത്രയാണ് എന്നതാണ് ചോദ്യം. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കണം മക്കൾ, എല്ലാവരും ശ്രദ്ധിക്കണം. സോ ആൽഫ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇവിടെ റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ ടേംസിലാണെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയാം കേട്ടോ. സോ ആൽഫ ഈക്വൽ എത്രയാണ്? 0.0045 ഡിഗ്രി സെൽഷ്യസ് പവർ ഓഫ് -1. ഇനീഷ്യൽ ടെമ്പറേച്ചറിനെ നമുക്ക് T0 എന്ന് വിളിക്കാം. T0 എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ്. ആ സമയത്തുള്ള റെസിസ്റ്റൻസ് നമുക്ക് R0 എന്ന് വിളിക്കാം. R0 എത്രയാണ്? 45 ഓം. ഫൈനൽ ടെമ്പറേച്ചറിനെ T എന്ന് വിളിക്കാം. അതെത്രയാണ്? 70 ഡിഗ്രി സെൽഷ്യസ്. ഫൈനലി ഉള്ള റെസിസ്റ്റൻസ് ആയ RT ആണ് കണ്ടുപിടിക്കുക. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് RT. റെഡി അല്ലേ? എല്ലാ കാര്യങ്ങളും അറിയാലോ. ഇതാണ് കണ്ടുപിടിക്കണം എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ. ഇനീഷ്യൽ ടെമ്പറേച്ചറിന് T0, ഇനീഷ്യൽ റെസിസ്റ്റൻസിന് R0, കണ്ടുപിടിക്കേണ്ട ഫൈനൽ റെസിസ്റ്റൻസിന് RT എന്ന് പറയാം. RTയുടെ ഫോമുല എൻ്റെ മക്കൾക്ക് അറിയാലോ. എന്താണ്? RT ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T മൈനസ് T0. ഇതാണ് നമ്മുടെ ഫോമുല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫോമുലയാണ്. ഡയറക്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, വേറെ ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ RT ഈക്വൽ ടു R0 എത്രയാണടാ? R0 എന്ന് പറഞ്ഞു വെച്ചാൽ 45 ആണ്. സോ 45 ഇൻറ്റു 1 പ്ലസ് ആൽഫ എത്രയാണ്? 0.0045. 0.0045 T മൈനസ് T0. T എത്രയാണ്? 70. സോ 70 മൈനസ് 45 ആണ്. സോറി, 70 മൈനസ് 30. 70 മൈനസ് 30. റെഡി അല്ലേ? 70 മൈനസ് 30. ഓൾ സെറ്റ്. ഇക്വേഷൻ നമ്പർ എത്രയായി കൊടുക്കാം? ഇക്വേഷൻ നമ്പർ ഒന്നും വേണ്ട, സിംപ്ലി ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ RT ഈക്വൽ ടു 45 ഇൻറ്റു 1 പ്ലസ് 0.0045. 70 മൈനസ് 30 എത്രയാണ്? 40. ദാറ്റ്സ് ഇറ്റ്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ RT ഈക്വൽ ടു 53.1 ഓം. ഇതാണ് ഫൈനൽ റെസിസ്റ്റൻസ് എന്ന് പറയുക കേട്ടോ. ഒന്ന് പഠിച്ചു വയ്ക്കുക. ഈ ടോപ്പിക്കിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഒന്ന് എല്ലാവരും പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് കേട്ടോ. റെഡി അല്ലേ? സെറ്റ്. മുന്നോട്ട് പോവാം. സോ ഗൈസ്, നമുക്ക് മുന്നോട്ട് പോയാൽ അടുത്തതിലോട്ട് കിടക്കാം. തയ്യാറല്ലേ? യെസ്, 53.1 ഓം കറക്റ്റ് ആണടാ. ഷഹാന യു ആർ റൈറ്റ്. പ്രണവ് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാവരും ഉത്തരം പറയുന്നു. എങ്കിൽ അടുത്തതിലോട്ട് കിടന്നാലോ? നെക്സ്റ്റ് വൺ എല്ലാവരും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, EMF തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നിങ്ങൾ പറ. ഒരു ബാറ്ററി എടുത്തു, അതായത് ഈ പറയുന്ന റിമോട്ടിനകത്ത് ബാറ്ററി ഉണ്ടാവും, മൊബൈൽ ഫോണിനകത്ത് ബാറ്ററി ഉണ്ടാവും, ഈവൻ നമ്മുടെ ഐപാഡിനകത്ത് ബാറ്ററി ഉണ്ടാവും, എല്ലാത്തിനകത്ത് ബാറ്ററി ഉണ്ടാവും. ഒരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ ആ ബാറ്ററിയിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ഉണ്ടാവും? ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്നത് എന്തൊക്കെ കൊണ്ടാണ്? നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? ഇലക്ട്രോളിറ്റിക് സെൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കാറുണ്ട്. മക്കളെ നിങ്ങൾ പറയടാ, ഒരു ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടായിരിക്കും? ഉറപ്പായിട്ടും ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ട്രോഡുകളും ഇലക്ട്രോലൈറ്റും ഉപയോഗിച്ചാണ്. ഇലക്ട്രോലൈറ്റിൽ 2 ഇലക്ട്രോഡുകൾ ഡിപ്പ് ചെയ്ത് വെച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ശരിയല്ലേ? സോ ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ട്രോഡിലും ഇലക്ട്രോലൈറ്റും ഉപയോഗിച്ചാണ്, ശരിയല്ലേ? സോ അവയെല്ലാം കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇവയെല്ലാം കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. സോ അതിനാൽ തന്നെ ബാറ്ററി നിർമ്മിക്കുമ്പോൾ തന്നെ ആ കെമിക്കൽ സബ്സ്റ്റൻസ് മൂലം അതിനകത്തൊരു ഇൻബിൽഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും. കാര്യം മനസ്സിലായോ? ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആയ ഇലക്ട്രോലൈറ്റ്സും ഇലക്ട്രോഡൊക്കെ കൊണ്ടാണ്. സോ ഈ പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് മൂലം
ബാറ്ററിക്കകത്ത് ഒരു ഇൻബിൽഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും, ഒരു സ്മോൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ കെമിക്കൽസ് മൂലം അതിനകത്തൊരു സ്മോൾ ഇൻബിൽഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുക. ആ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുക. സ്മോൾ ആർ ഉപയോഗിച്ചാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുക കേട്ടോ. സ്മോൾ ആർ ഉപയോഗിച്ചാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അടുത്ത EMF നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഈ പറഞ്ഞ ബാറ്ററി, ഇപ്പം ഞാനൊരു ബാറ്ററിയുടെ ഉള്ളിലുള്ള ഭാഗം ഞാൻ വരയ്ക്കാം. സപ്പോസ് ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്, സിമിലർ വേ 2 ഇലക്ട്രോഡുകളുണ്ട് അല്ലെ. ബാറ്ററിക്കകത്ത് 2 ഇലക്ട്രോഡുകൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായും 2 ഇലക്ട്രോഡുകൾ ഉണ്ടാവും, അവ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ശരിയല്ലേ? യെസ്. ഇവിടെയൊക്കെ ഇലക്ട്രോലൈറ്റുകൾ നിറച്ച് വെച്ചിട്ടുണ്ടാവും. ഫൈൻ. ഈ പറയുന്ന ഒരെണ്ണം പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും, ശരിയല്ല? ഒരെണ്ണം പോസിറ്റീവ് ഇലക്ട്രോഡും ഒരെണ്ണം നെഗറ്റീവ് ഇലക്ട്രോഡും ആയിരിക്കും. ഈ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? EMF എന്ന് പറയുക. EMF ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ്. ഒരു ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്ന ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡും ഉപയോഗിച്ചാണ്. സോ ഈ പറയുന്ന ബാറ്ററിക്കകത്തുള്ള 2 ഇലക്ട്രോഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് എന്ത് പറയുക? EMF എന്ന് പറയുക. ബാറ്ററിക്കകത്തുള്ള 2 ഇലക്ട്രോഡുകൾ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് EMF എന്ന് പറയുക കേട്ടോ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു ബാറ്ററി നമ്മൾ എടുത്തു, അത് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ബാറ്ററിയിലൂടെ കറണ്ട് ഒഴുകുന്നതിന് മുൻപായിട്ടുള്ള 2 ടെർമിനൽസിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് EMF എന്ന് പറയാം. അതായത് ഒരു ബാറ്ററി നമ്മളൊരു സർക്യൂട്ടിൽ വെച്ചിരിക്കുകയാണ്, പക്ഷേ ആ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ, അതിലൂടെ കറണ്ട് ഒഴുകുന്നില്ലെങ്കിൽ, ആ ബാറ്ററിയുടെ 2 ടെർമിനൽസിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ EMF എന്ന് ഡിഫൈൻ ചെയ്യാം. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഒരു ബാറ്ററിയിലുള്ള 2 ഇലക്ട്രോഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് EMF എന്ന് പറയാം. ഓറൽസ് ഒരു ബാറ്ററി ഒരു ഓപ്പൺ സർക്യൂട്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ആ ബാറ്ററിയിലൂടെ കറണ്ട് ഒഴുകുന്നില്ല എന്ന് വിചാരിക്കുക. ഈ സിറ്റുവേഷനിൽ ആ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനും നെഗറ്റീവ് ടെർമിനലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? EMF എന്ന് വിളിക്കാം. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അടുത്ത വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബാറ്ററി ഒരു സർക്യൂട്ടിൽ കണക്റ്റഡ് ആണ്, ആ ബാറ്ററിയിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട് എങ്കിൽ ആ സാഹചര്യത്തിൽ ആ ബാറ്ററിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസിനുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്ത് വിളിക്കാം? ടെർമിനൽ വോൾട്ടേജ് എന്ന് വിളിക്കാം. ബാറ്ററിയിലൂടെ കറണ്ട് ഒഴുകുന്ന സാഹചര്യത്തിൽ ആ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ടെർമിനൽ വോൾട്ടേജ് എന്ന് വിളിക്കാം. ബാറ്ററിയിലൂടെ കറണ്ട് ഒഴുകാത്ത സാഹചര്യത്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ EMF എന്ന് വിളിക്കുന്നു. ബാറ്ററിയിലൂടെ കറണ്ട് ഒഴുകുന്ന സാഹചര്യത്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ടെർമിനൽ വോൾട്ടേജ് എന്ന് വിളിക്കുന്നു. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാറ്ററി, ഇതൊരു ബാറ്ററി എടുത്തു എന്ന് വിചാരിക്കാം. ലൈക്ക് നമ്മളൊരു ബാറ്ററി എടുത്തു, ആ ബാറ്ററി നമ്മളൊരു ബൾബുമായിട്ട് കണക്ട് ചെയ്തു. ലൈക്ക് ഓക്കെ, ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവ് ടെർമിനലാണ്. സോ ഈ ബാറ്ററി ഇപ്പോൾ സർക്യൂട്ടിൽ കറണ്ട് ഒഴുകുന്നെന്ന് വിചാരിക്കുക. സോ ഈ സാഹചര്യത്തിൽ ഈ പറയുന്ന പോസിറ്റീവ് ടെർമിനലിനും നെഗറ്റീവ് ടെർമിനലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ കറണ്ട് ഒഴുകുന്ന സാഹചര്യത്തിൽ, സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുന്നു, ബാറ്ററിയിലൂടെ കറണ്ട് ഒഴുകുന്നു. സോ ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന സർക്യൂട്ടിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ ബാറ്ററിയുടെ 2 ടെർമിനൽസിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് എന്ന് പറയുക? ടെർമിനൽ വോൾട്ടേജ് അഥവാ V എന്ന് പറയുക. ഈ സാഹചര്യത്തിൽ ഒരു ബാറ്ററിയിലൂടെ കറണ്ട് ഒഴുകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്ത് വിളിക്കാം? ടെർമിനൽ വോൾട്ടേജ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് V. ടെർമിനൽ വോൾട്ടേജിൻ്റെ യൂണിറ്റ് പഠിച്ചു വെച്ചു, ദാറ്റ് ഈസ് വോൾട്ട്. EMFൻ്റെ യൂണിറ്റും എന്താണ്? വോൾട്ട് തന്നെയാണ് കേട്ടോ. EMFൻ്റെ യൂണിറ്റും വോൾട്ട് തന്നെയാണ്. ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം തന്നെയാണ്. റെസിസ്റ്റൻസിൻ്റെ അതേ യൂണിറ്റ് ആണ് കേട്ടോ ഇവയ്ക്കെല്ലാം ഉള്ളത്. ഒന്ന് പഠിച്ചു വെച്ചോട്ടാ. അടുത്ത റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EMF, ടെർമിനൽ വോൾട്ടേജ് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്. EMFും ടെർമിനൽ വോൾട്ടേജും ഇന്റേണൽ റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം എന്താണ്, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന കാര്യമാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, ഇതൊരു ബാറ്ററിയാണ്. ബാറ്ററിയുടെ EMF ആണ് E എന്ന് പറയുന്നത്, ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അത് കണക്ട് ചെയ്ത എക്സ്റ്റേണൽ റെസിസ്റ്റർ ആണ് R എന്ന് പറയുന്നത് കേട്ടോ. ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആറും എക്സ്റ്റേണൽ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആറുമാണ്. ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കുക കേട്ടോ. സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കുക കേട്ടോ. എല്ലാവരും മനസ്സിലാക്കണേ കേട്ടോ, ശ്രദ്ധിക്കണം. കറണ്ടിൻ്റെ ഇക്വേഷൻ ആണ് കറണ്ട് ഈക്വൽ ടു ടോട്ടൽ EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്, ശരിയല്ലേ? കറണ്ട് ഈക്വൽ ടു ടോട്ടൽ EMF ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്, റൈറ്റ്? നമുക്ക് എല്ലാവർക്കും അറിയാം. വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് അല്ല, I ഈക്വൽ ടു V/R പഠിച്ചില്ലേ? ഇവിടെ EMF ആയതുകൊണ്ട് ടോട്ടൽ EMF ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ I ഈക്വൽ ടു ഇവിടെയുള്ള EMF എന്താണ്? E ആണ്. റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r ആണ്. I ഈക്വൽ ടു E ഡിവൈഡ് ബൈ R പ്ലസ് R എഴുതാലോ. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുവാണ്.
ആർ പ്ലസ് ആറിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഐ ഇൻറ്റു ആർ പ്ലസ് ആർ ഈക്വൽ ടു ഇ എം എഫ് എന്ന് വരും. അതിനകത്തോട്ട് മൾട്ടിപ്ലൈ ആണ്. സോ ഐ ആർ പ്ലസ് ഐ ആർ ഈക്വൽ ടു എന്ത് വരും? ഇ എന്ന് വരും. മക്കളെ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്യണം. വാട്ട് യു മീൻ ബൈ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്? ഐ ഇൻറ്റു ആർ എന്താണ്? അത് ടെർമിനൽ വോൾട്ടേജ് അഥവാ വി ആണ്. സോ വി പ്ലസ് ഐ ആർ ഈക്വൽ ടു എന്ത് വരും? ഇ എന്ന് വരും. ഈ റിലേഷൻ ഒന്ന് പഠിക്കണേ. വി പ്ലസ് ഐ ആർ ഈക്വൽ ടു ഇ എന്ന് പറയുന്ന ഈ റിലേഷൻ പഠിച്ചു വെക്കണം, പരീക്ഷകൾ ചോദിക്കാറുണ്ട് കേട്ടോ. വി പ്ലസ് ഐ ആർ ഈക്വൽ ടു ഇ എന്ന് പറയുന്ന റിലേഷൻ പഠിക്കണം, പരീക്ഷകൾ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ, മുഴുവൻ മക്കളും ശ്രദ്ധിക്കണം. റൈറ്റ്, അടുത്ത, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ? ഒരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് മക്കളെ അഫക്റ്റ് ചെയ്യുക? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാവോ? മുഴുവൻ മക്കളും കമൻറ്റ് ചെയ്യാവോ? കമോൺ. ഒരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുക? നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുക മക്കളെ? പറടാ. സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഈസി ആയിട്ട് പറയാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നേച്ചർ ഓഫ് ഇലക്ട്രോഡ് അഫക്റ്റ് ചെയ്യും, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് അഫക്റ്റ് ചെയ്യും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് അഫക്റ്റ് ചെയ്യും, ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യും. ശരിയല്ലേ? യെസ്, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇലക്ട്രോഡ് അത് അഫക്റ്റ് ചെയ്യും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് അഫക്റ്റ് ചെയ്യും, ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യും. ഈ ഇത്രയും ഫാക്ടേഴ്സാണ് എന്തിനെ അഫക്റ്റ് ചെയ്യുക? ഇന്റേണൽ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുക. ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് സെൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കേട്ടോ. സാർ അത് ഇ ആണോ അതോ എപ്സിലോൺ ആണോ? അങ്ങനെ ഇങ്ങനെയാണ് എഴുതുക, ഈ പോലെ ഇങ്ങനെ എഴുതാം കേട്ടോ. ഇ എം എഫിന് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം കേട്ടോ, ഇങ്ങനെ എപ്സിലോൺ പോലെ ഡിനോട്ട് ചെയ്യാം കേട്ടോ. റെഡി? ഒരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്, പരീക്ഷകളൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്, ശ്രദ്ധിക്കണം. ഒരു ബാറ്ററി ഉണ്ട്, ബാറ്ററിയുടെ ഇ എം എഫ് 10 വോൾട്ട് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 ഓം ആണ്. അതൊരു എക്സ്റ്റേണൽ റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് 0.5 ആംപിയർ ആണ്. നമ്മളിവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കും. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കണം, എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സിമ്പിളാണ്. ഗിവൺ ഡാറ്റ എഴുതാം. ഇ എം എഫ് എത്രയാണ്? 10 വോൾട്ടാണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണ്? 3 ഓം ആണ്. കറണ്ട് എത്രയാണ്? ഐ അഥവാ കറണ്ട് ഈക്വൽ ടു 0.5 ആംപിയർ. കണ്ടുപിടിക്കേണ്ടത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവും ടെർമിനൽ വോൾട്ടേജും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാം. നിസ്സാരമായി കണ്ടുപിടിക്കാമല്ലോ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, ഒന്ന് കൂടെ നിന്നാൽ മാത്രം മതി. ഇക്വേഷൻ നമുക്കറിയാം, ഐ ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ. ഐ 0.5 ആണ്, ഇ എന്ന് പറഞ്ഞാൽ 10 ആണ്, ആർ നമുക്ക് കണ്ടുപിടിക്കണം, സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഞാൻ ആർ പ്ലസ് 3നെ ഇടത്തോട്ട് എടുക്കുവാണ്. സോ ആർ പ്ലസ് 3 ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ എന്ത് വരും? 0.5 താഴോട്ട് വരും. സോ ആർ പ്ലസ് 3 ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 0.5. സോ ആർ പ്ലസ് 3 ഈക്വൽ 10 ഡിവൈഡ് ബൈ 0.5 എത്രയാണ്? 20 ആണ്. സോ ആർ ഈക്വൽ ടു എന്ത് വരടാ? 20 മൈനസ് 3. സോ ആർ ഈക്വൽ എത്ര വരും? 17 ഓം. സോ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ കിട്ടുക? 17 ഓം ആണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. സിമ്പിളാണ്, ആ ഫോർമുലയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. സോ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 17 ഓം ആണ് നമ്മുടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. അത് കിട്ടി. അടുത്ത ടെർമിനൽ വോൾട്ടേജ് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലളിതമായി തന്നെ കണ്ടുപിടിക്കാം, വളരെ സിമ്പിളാണ്. വി ഈക്വൽ എന്താ ഫോർമുല? ഐ ആർ ആണ്. നമ്മുടെ കൈവശം എല്ലാം ഉണ്ട്. ഐ എത്രയാണ്? 0.5 ആണ്. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 17 ആണ്. 17 ഇൻറ്റു 0.5 എത്രയാണ്? 8.5. സോ 8.5 വോൾട്ട്. സോ ടെർമിനൽ വോൾട്ടേജ് ഈക്വൽ ടു 8.5 വോൾട്ട്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് എൻ്റെ എല്ലാ മക്കൾക്കും മനസ്സിലായില്ലേ? ഒരു സംശയമില്ലല്ലോടാ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഓൾ സെറ്റ്? ഓക്കെ, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അടുത്ത നമ്മൾ കോമ്പിനേഷൻ ഓഫ് സെല്ലുകളിലോട്ട് കിടക്കുന്നു. സെല്ലുകളുടെ കോമ്പിനേഷനാണ് അടുത്തായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോമ്പിനേഷൻ ഓഫ് സെൽ. അധികമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇത് പരീക്ഷകളിൽ അധികം ചോദിക്കാറില്ല, ബോർഡ് എക്സാമിനൊന്നും അധികം ചോദിക്കാറില്ല. എങ്കിലും സിലബസിലുള്ളത് കൊണ്ട് പഠിപ്പിക്കുകയാണ്. പൊതുവേ ഞാനിത് പബ്ലിക് ലൈവുകളിൽ പോലും പഠിപ്പിക്കാറില്ല, പക്ഷേ ഇത് റിവിഷൻ ലൈവാണ്. സോ എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കോമ്പിനേഷൻ ഓഫ് സെൽ ഇൻ സീരീസ് ആൻഡ് പാരലൽ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസമാണ്. നിങ്ങൾ എനിക്ക് പറഞ്ഞായോ ഇതെന്താ സാധനമെന്നും എല്ലാവരും പറയടാ. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താണ്, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും പറ. എ എന്താണ്, ബി എന്താണ്, എന്നിട്ട് ബാക്കിയുള്ള കാര്യത്തിലോട്ട് കിടക്കാം. എ എന്താണ്, ബി എന്താണ് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തിലോട്ട് കിടക്കാം. വേഗം പറ. എന്താണ് എ എന്ന് പറഞ്ഞാൽ, എന്താണ് ബി എന്ന് പറഞ്ഞാൽ? എല്ലാവരും പറയണം.
എ എന്ന് പറഞ്ഞാൽ എന്താണ്, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് പറയാൻ പറ്റും. സാർ സ്കൂളിലേക്ക് എടുത്തില്ലാലോ, സ്കൂളിൽ എടുത്തിട്ടില്ലേ? പിന്നെ സ്കൂളിൽ എടുത്തില്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കണം, സിലബസ് ഉള്ള കാര്യം എന്തോ എടുക്കാത്തതെന്ന് ചോദിക്കണം. ഓക്കെ, സ്കൂളിൽ ഉറപ്പായും എടുക്കണം കേട്ടോ. പറയണം മക്കളെ, എ എന്താണ്, ബി എന്താണ് നോക്കടാ. എ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കടാ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു പോസിറ്റീവ് ടെർമിനൽ, ഒരു നെഗറ്റീവ് ടെർമിനൽ. ഇവിടെ അഗൈൻ പോസിറ്റീവ് നെഗറ്റീവ്, ലൈക്ക് അറിയാലോ. സോ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സെല്ലാണ്. എ ആണ് നമ്മുടെ സ്വന്തം സെൽ എന്ന് പറയുന്നത്. സെല്ലുകൾ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് ബാറ്ററി എന്ന് പറയുന്നത്. നോക്കടാ, ഇവിടെ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കാണാൻ പറ്റുന്നില്ലേ? യെസ്, 3 സെല്ലുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ സെല്ലുകൾ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് എന്ത് പറയുക? ബാറ്ററി എന്ന് പറയുക. റൈറ്റ്. ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഉണ്ടെങ്കിൽ അത് സെല്ലാണ്. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് എന്ത് പറയുക? ബാറ്ററി എന്ന് പറയുക. സോ എ സെൽ ആൻഡ് ബി ഈസ് ബാറ്ററി. എ എന്ന് പറഞ്ഞാൽ സെല്ലാണ്, ബി എന്ന് പറഞ്ഞാൽ ബാറ്ററി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ സെല്ലുകളുടെ കോമ്പിനേഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സെല്ലുകളുടെ കോമ്പിനേഷനെ പറ്റിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, സെല്ലുകൾ 2 രീതിയിൽ കമ്പൈൻ ചെയ്യാം. സെല്ലുകൾ നമുക്ക് 2 രീതിയിൽ കമ്പൈൻ ചെയ്യാം. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കണക്ഷൻ ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. ഇതൊരു സെല്ല്, ഇത് അടുത്ത സെല്ല്. ഇതൊരു സെല്ല്, ഇത് അടുത്ത സെല്ലെന്ന് വിചാരിക്കട്ടെ. പെൻസിൽ എന്തുവാടാ? ഫൈൻ. ഇതാണ് 2 സെല്ലുകൾ. ഓക്കെ അല്ലേ? ഫൈൻ. ആദ്യത്തെ സെല്ലിൻ്റെ EMF E1 ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ സെല്ലിൻ്റെ EMF E2 ആണെന്ന് വിചാരിക്കുക. നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് അറിയാം. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. നോ ഡൗട്ട്, ആർക്കും തന്നെ സംശയമില്ലല്ലോ. സെറ്റ് അല്ലേ? ഓക്കെ. ഇത്തരം കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? സപ്പോർട്ട് മോഡ് എന്ന് പറയുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഒഴുകുന്ന എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ആണ്. സോ കറണ്ട് സെയിം ഡയറക്ഷനിലാണ് ഒഴുകുക. ശരിയല്ലേ? കറണ്ട് സെയിം ഡയറക്ഷനിലാണ് ഒഴുകുക. സോ ഇത്തരം കണക്ഷനെ വിളിക്കുന്ന പേരാണ് സപ്പോർട്ട് മോഡ് എന്ന് പറയുക. ഒരു സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലും അടുത്ത സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ മോഡ് ഓഫ് കണക്ഷനെ വിളിക്കുന്ന പേര് സപ്പോർട്ട് മോഡ് എന്നാണ്. ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലും അടുത്ത സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം കണക്ഷനെ വിളിക്കുന്ന പേര് സപ്പോർട്ട് മോഡ് എന്നാണ് പറയുക. ഇനി അടുത്തൊരു കണക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒപ്പോസിഷൻ. അതായത് നോക്കടാ, ഫസ്റ്റ് സെൽ, ഇത് ആദ്യത്തെ സെല്ലാണ്, ഇത് രണ്ടാമത്തെ സെൽ. അടുത്ത വരയ്ക്കാൻ പോകുന്ന രണ്ടാമത്തെ സെല്ലാണ്. ശ്രദ്ധിക്കണം, ദിസ് ഈസ് അവർ സെക്കൻഡ് സെൽ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? യെസ്, നമുക്കറിയാം ഇത് പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ EMF ഞാൻ E1 ആയിട്ട് എടുക്കാം, ഇതിൻ്റെ EMF E2 ആയിട്ട് എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നെഗറ്റീവും നെഗറ്റീവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവും നെഗറ്റീവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, നെഗറ്റീവും നെഗറ്റീവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരം കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഒപ്പോസിഷൻ മോഡ് എന്ന് പറയുക. സപ്പോർട്ട് മോഡ് ആണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, നെറ്റ് EMF എന്ന് പറഞ്ഞാൽ E=E1 + E2 ആണ്. നെറ്റ് EMF എന്ന് പറഞ്ഞാൽ E1 + E2 ആണ് സപ്പോർട്ട് മോഡാണെങ്കിൽ. ഒപ്പോസിഷൻ മോഡാണെങ്കിലോ നിങ്ങൾ തിരിച്ചറിയണം, നെറ്റ് EMF E= വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ E1 ആണ് വലുതെങ്കിൽ E1 - E2 എന്ന് എഴുതാം. നെറ്റ് EMF E1 - E2 എന്ന് എഴുതാം. കാരണം ഒപ്പോസിഷൻ മോഡാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. റൈറ്റ്, ക്ലിയർ അല്ല? ഇതാണ് സപ്പോർട്ട് മോഡും ഒപ്പോസിഷൻ മോഡും. ഈ ബേസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. റൈറ്റ്, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാട്ടെ. E1 വലുതായതുകൊണ്ട് E1 - E2. അപ്പോൾ ഡയറക്ഷൻ E1ൻ്റെ ഡയറക്ഷനിലായിരിക്കും. E1ൽ പോസിറ്റീവ് നെഗറ്റീവിലോട്ടായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യാം. വലുതിൻ്റെ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. അവിടെ നിൽക്കട്ടെ. അടുത്ത ഇതാണ് സപ്പോർട്ട് ആൻഡ് ഒപ്പോസിഷൻ മോഡ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്ത കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരണം. ഇത് സീരീസ് കോമ്പിനേഷൻ്റെ കാര്യം. ഇനി പാരലൽ കോമ്പിനേഷൻ ആണ് ഇരിക്കുക. പാരലൽ കോമ്പിനേഷനിൽ ആദ്യം സീരീസിൽ ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് നോക്കാം. ഇവിടെ നമ്മൾ നോൺ ഐഡന്റിക്കലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലോ? ഇവിടെ ഏത് കോമ്പിനേഷനാണ് പറയടാ? നെഗറ്റീവും പോസിറ്റീവും തമ്മിലാണ് കണക്ട്. ഏത് കോമ്പിനേഷനാണ്? സപ്പോർട്ട് മോഡാണോ ഒപ്പോസിഷൻ മോഡാണോ? വേഗം പറ. ഈ സർക്യൂട്ടിൽ നിങ്ങൾ കാണുന്നത് സപ്പോർട്ട് മോഡാണോ ഒപ്പോസിഷൻ മോഡാണോ? വേഗം പറ. റെസിസ്റ്റൻസിൻ്റെ കാര്യമൊന്നും വേണ്ട ആക്ച്വലി. ഇത് പറ, ഇവിടെ സപ്പോർട്ട് മോഡിലാണോ ഒപ്പോസിഷൻ മോഡിലാണോ നോക്കണം. നെഗറ്റീവും പോസിറ്റീവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഉറപ്പായും ഇത് എന്ത് മോഡാണ്? സപ്പോർട്ട് മോഡാണ്, നോ ഡൗട്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കടാ, ഇവിടെ ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് സപ്പോർട്ട് മോഡിൽ കണക്ട് ചെയ്ത് എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ്? ഒരു സംശയവും വേണ്ട, രണ്ടും കൂടി ആഡ് ചെയ്യുക. ദറ്റ് ഈസ് E ടോട്ടൽ നെറ്റ് EMF E+E എന്ന് വരും. E+E എന്ന് പറഞ്ഞാൽ 2E എന്ന് വരും. റൈറ്റ്, ഇവിടെ 2E. അപ്പോൾ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതാം? NE എന്ന് വരും. ഇവിടെ 2 റെസിസ്റ്റേഴ്സ് ആയപ്പോൾ 2E എന്ന് കിട്ടി. സോ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണെങ്കിലോ NE എന്ന് വരും. കാര്യം മനസ്സിലായോ? ഇവിടെ 2 റെസിസ്റ്റേഴ്സ് സപ്പോർട്ട് മോഡിലാണെങ്കിൽ E+E എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2E എന്ന് വരും.
എൻ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് ഇതുപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എൻ ഇ എന്ന് കിട്ടും. പഠിച്ചു വയ്ക്കുക, എൻ ഇ. സിമിലർ വേ പാരലൽ കോമ്പിനേഷൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പാരലലി ആണ് റെസിസ്റ്റേഴ്സ് ഇവിടെ, പാരലലി ആണ് ഇവിടെ സെല്ലുകൾ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. നോക്കിക്കുക മക്കളെ, പാരലൽ കോമ്പിനേഷൻ ആണ്, അതും ഐഡൻറ്റിക്കൽ ആണ്. പാരലായിട്ട് ഐഡൻറ്റിക്കൽ സെല്ലുകൾ എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഇ എം എഫ് എന്തായിരിക്കും? വേഗം പറ. പാരലായിട്ട് ഐഡൻറ്റിക്കൽ സെല്ലുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നെറ്റ് ഇ എം എഫ് എന്തായിരിക്കും? എല്ലാവരും കമൻറ്റ് ചെയ്യടാ. എന്തായിരിക്കും നെറ്റ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ? കമോൺ, നിങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കും. പാരലായിട്ട് ഐഡൻറ്റിക്കൽ സെല്ലുകൾ കമ്പൈൻ ചെയ്താൽ നെറ്റ് ഇ എം എഫ് എന്തായിരിക്കും? നമുക്കറിയാം, പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആണെന്ന് പഠിച്ചില്ലേ? സിമിലർ ഇ എം എഫ് സെയിം ആയിരിക്കും, ഒരു മാറ്റമില്ല. ഇ എം എഫ് എന്ത് തന്നെയായിരിക്കും? ഇ ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇ എം എഫ്, എല്ലാം സെയിം അല്ലേ? സോ പാരലലി ആണ് കണക്ട് ചെയ്തില്ലെങ്കിൽ നെറ്റ് ഇ എം എഫ് എന്തായിരിക്കും? ഇ ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇ ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പഠിക്കേണ്ടതാണ്, എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ട. ഇ ആയിരിക്കും കേട്ടോ. പാരലൽ ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആണെന്ന് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സിമിലർ ഇവിടെ ഇ എം എഫ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് നെറ്റ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഇ ആയിരിക്കും കേട്ടോ. കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ അറിയേണ്ട കുറച്ച് ഫോർമുലാസ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. ഈ ഫോർമുലാസ് ഒന്ന് പഠിച്ചു വെക്കുക. സീരീസ് കോമ്പിനേഷനിൽ നോക്കണം, സീരീസ് കോമ്പിനേഷനിൽ നോൺ ഐഡൻറ്റിക്കൽ സെല്ലുകളാണ്. നോൺ ഐഡൻറ്റിക്കൽ എന്ന് അവർ എടുത്തു പറയുന്നത് നോക്കണം. നോൺ ഐഡൻറ്റിക്കൽ സെല്ലുകൾ സീരീസ് കോമ്പിനേഷനിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ ടോട്ടൽ ഇ എം എഫ് എന്തായിരിക്കും? സപ്പോർട്ട് മോഡാണെന്ന് പറയുന്നു. സപ്പോർട്ട് മോഡാണെങ്കിൽ ഇ ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ ഇ എം എഫ് ഈക്വൽ ടു E1 പ്ലസ് E2 ആയിരിക്കും. ശരിയല്ലേ? സീരീസ് കോമ്പിനേഷൻ നോൺ ഐഡൻറ്റിക്കൽ സെല്ലുകൾ സപ്പോർട്ട് മോഡിൽ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഇ എം എഫ് E1 പ്ലസ് E2 ആയിരിക്കും. ഒപ്പോസിഷൻ ആണെങ്കിലോ E1 മൈനസ് E2 ആയിരിക്കും. എല്ലാവർക്കും അറിയാലോ, സപ്പോർട്ട് മോഡാണെങ്കിൽ E1 പ്ലസ് E2 ആണ്, ഒപ്പോസിഷൻ ആണെങ്കിൽ E1 മൈനസ് E2 ആണ്. നമ്മൾ പഠിച്ച കാര്യമാണ്. റെഡി? അടുത്ത പാരലൽ കോമ്പിനേഷൻ ശ്രദ്ധിക്കടാ. സീരീസ് കോമ്പിനേഷൻ പഠിച്ചു. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കടാ. നോൺ ഐഡൻറ്റിക്കൽ സെല്ലുകൾ പാരലൽ കോമ്പിനേഷനിൽ സപ്പോർട്ട് മോഡാണെങ്കിൽ പഠിക്കുക. സപ്പോർട്ട് മോഡാണെങ്കിൽ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. E1/R1 പ്ലസ് E2/R2 ഇൻറ്റു R ഇക്വലൻറ്റ്. ഈ ഫോർമുല ഒന്ന് പഠിക്കണം കേട്ടോ. ഇതിൻ്റെ പുന്നാമ്പുറങ്ങളൊന്നും ആവശ്യമില്ല, നേരിട്ട് ഫോർമുല പഠിച്ചാൽ മതി. ഇത് പരീക്ഷയിൽ പൊതുവേ ചോദിക്കാറ് പോലുമില്ല, എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോ. E1/R1 പ്ലസ് E2/R2. കാരണം ഓണപരീക്ഷയൊക്കെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതുകൊണ്ടാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. പൊതുവേ ബോർഡ് എക്സാം, പബ്ലിക് എക്സാമിന് അടുത്ത ഒരു 6-7 വർഷമായിട്ട് ഈ ചോദ്യമില്ല. 7 വർഷമായിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യമേ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, റെഡി? അടുത്തത് ഒപ്പോസിഷൻ മോഡാണെങ്കിലോ സിമ്പിളാണ്, നോക്കടാ. E1/R1 മൈനസ് E2/R2 ഇൻറ്റു R ഇക്വലൻറ്റ്. ഇതാണ് ഒപ്പോസിഷൻ മോഡിൻ്റെ ഫോർമുല കേട്ടോ. സപ്പോർട്ട് മോഡും ഒപ്പോസിഷൻ മോഡും സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ നിങ്ങൾ പഠിക്കണം, കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളൊക്കെ ചോദിക്കാറുണ്ട്. റെഡിയല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്താലോ? ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ന്യൂമറിക്കൽസ് വർക്കൗട്ട് ചെയ്താലോ? റെഡിയല്ലേ? കുറച്ച് സിമ്പിൾ ന്യൂമറിക്കൽസ് വർക്കൗട്ട് ചെയ്യാം. എല്ലാവരും റെഡിയല്ലേ? ഇസ്മായിലെ ക്ലാസ് അധിക സമയമൊന്നുമില്ല. ഇസ്മായിൽ ചിലപ്പോൾ വാപ്പാൻ്റെ പേരായിരിക്കും അല്ലേ? ക്ലാസ് അധിക സമയമൊന്നുമില്ല. ഈ കോമ്പിനേഷനും കഴിഞ്ഞു വെച്ചാൽ വീസ്റ്റം ബ്രിഡ്ജ് അറിയാലോ, അതുകൂടി പഠിപ്പിച്ചാൽ പരിപാടി കഴിഞ്ഞു. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും വെങ്കി പരീക്ഷകൾ ചോദിക്കുക, ഈ ടോപ്പിക്കേ പരീക്ഷകൾ ചോദിക്കാമല്ലോ, പിന്നെ എന്തിനാണ് ഈ ഡെറിവേഷനിലോട്ട് കിടക്കുന്നത്? റെഡി? കുറച്ച് ന്യൂമറിക്കൽസ് ഞാൻ പറഞ്ഞുതരാം. ബോർഡ് എക്സാം ഞാൻ പറഞ്ഞില്ല, ഒരു 7 വർഷമായിട്ട് ബോർഡ് എക്സാമിന് ഇതിൽ നിന്ന് ചോദ്യമേ ഇല്ല. പിന്നെ ഓണപ്പരീക്ഷ നിങ്ങളുടെ ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? ടീച്ചർമാർ ചിലപ്പോൾ അവരുടെ അറിവ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഡിഫിക്കൽട്ടാന്ന് തോന്നുന്ന പല ക്വസ്റ്റ്യൻസും എടുത്തിടും. സ്ഥിരമായി ചോദിക്കാത്ത, റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത ചോദ്യങ്ങൾ ചിലതൊക്കെ എടുത്തിട്ട് അവരുടെ താല്പര്യപ്രകാരം അവർ പഠിപ്പിച്ചു വന്നത് നീ പഠിക്കണം എന്ന രീതിയിൽ അവർ ചിലപ്പോൾ ഇടാറുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഞാൻ ലൈവ് പഠിപ്പിക്കുന്നത്. ഒരു ബോർഡ് എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ ലൈവിൽ ഞാൻ ഈ ടോപ്പിക്കുകളെ പഠിപ്പിക്കില്ല. കാരണം ക്രിസ്മസ് എക്സാമിന് എനിക്ക് ഉറപ്പാണ് ഇതൊന്നും ചോദിക്കാൻ സാധ്യതയേ ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളിപ്പോൾ പഠിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ശ്രദ്ധിക്കണം. 2 കോമ്പിനേഷൻ നൽകിയിട്ടുണ്ട്. രണ്ടും സീരീസ് കോമ്പിനേഷൻ ആണെന്നുള്ള കാര്യം അറിയാം. രണ്ടും സീരീസ് കോമ്പിനേഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പറയണം. ആദ്യത്തെ ഏത് കണക്ഷനാണ് പറ? സപ്പോർട്ടാണോ ഒപ്പോസിഷനാണോ? പറയണം. നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. സോ ഫസ്റ്റ് സർക്യൂട്ടിൽ ഏത് രീതിയിലാണ് കണക്ട് ചെയ്ത്? സപ്പോർട്ട് മോഡാണോ ഒപ്പോസിഷൻ മോഡാണോ? നെഗറ്റീവും പോസിറ്റീവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് സപ്പോർട്ട് മോഡാണോ ഒപ്പോസിഷൻ മോഡാണോ? വേഗം പറയടാ. സപ്പോർട്ട് മോഡാണോ ഒപ്പോസിഷൻ മോഡാണോ? ഒരു സംശയവും വേണ്ട, ഇത് സപ്പോർട്ട് മോഡാണ്. ദിസ് ഈസ് സപ്പോർട്ട് മോഡ്. നെക്സ്റ്റ് വൺ നമുക്കറിയാം, ഇത് പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്. നോക്കടാ, നെഗറ്റീവും നെഗറ്റീവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ ഒപ്പോസിഷൻ മോഡ്.
ഇത് ഒപ്പോസിഷൻ മോഡായിരിക്കും. ദിസ് ഈസ് എൻ ഒപ്പോസിഷൻ മോഡ്. റെഡി അല്ലേ? സോ അത് മനസ്സിലായി. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നെറ്റ് ഇ എം എഫും ഇക്വലൻറ്റ് റെസിസ്റ്റൻസുമാണ്. എല്ലാ വാല്യൂസ് തന്നിട്ടുണ്ട്. E1ൻ്റെ വാല്യൂ 6, E2 4 വോൾട്ട്, R1 1 ഓം, R2 2 ഓം എല്ലാം അവർ നൽകിയിട്ടുണ്ട്. ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അവിടെ മക്കളെ നോക്കിയാലോ, ഗിവൺ ഡാറ്റ എഴുതുവാണ്. E1 ഈക്വൽ ടു എത്രയാണ്? E1 ഈക്വൽ ടു 6 വോൾട്ട്. E2 എത്രയാണ്? E2 4 വോൾട്ട്. E1 6 വോൾട്ടും E2 4 വോൾട്ടും. R1 എത്രയാണ്? R1 എന്ന് പറഞ്ഞു വച്ചാൽ 1 ഓം. R2 എന്ന് പറഞ്ഞാൽ 2 ഓം. റെഡി അല്ലേ? R1ഉം R2ഉം E1ഉം E2 ഒക്കെ നമുക്കറിയാം. ഇനി ഓരോന്നായി കണ്ടുപിടിച്ചാലോ. ഒന്നാമത്തെ സർക്യൂട്ടിൻ്റെ നെറ്റ് ഇ എം എഫ് കണ്ടുപിടിക്കാം. സപ്പോർട്ട് മോഡാണെങ്കിൽ നെറ്റ് ഇ എം എഫ് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാലോ. സപ്പോർട്ട് മോഡാണെങ്കിൽ നെറ്റ് ഇ എം എഫ് ഈക്വൽ ടു E1 പ്ലസ് E2 ആണ്. അപ്പോൾ എന്ത് കിട്ടുവാടാ? 6 പ്ലസ് 4 എന്ന് കിട്ടും. 6 പ്ലസ് 4 എത്രയാണ്? 10 വോൾട്ട്. റെഡി അല്ലേ? ഒന്നാമത്തെ സർക്യൂട്ടിന് നെറ്റ് ഇ എം എഫ് കിട്ടി. ഇനി ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് പറടാ. രണ്ടും സീരീസ് കണക്ഷനാണ്. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ആണ്. ദാറ്റ് ഈസ് 1 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഓം. 3 ഓം അതും കിട്ടി. കാര്യം മനസ്സിലായോ? ഒന്നാമത്തെ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് എം എഫും കിട്ടി, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി. ഇനി രണ്ടാമത്തതിലോട്ട് കിടക്കാൻ പാടാ. സെക്കൻഡ് വൺ കമോൺ ഗൈസ്, ഇതാണ് രണ്ടാമത്തെ. സെക്കൻഡ് വണ്ണിലോട്ട് കിടക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. സെക്കൻഡ് വൺ അവിടെ നോക്കിക്കോ മക്കളെ. നെറ്റ് ഇ എം എഫ് അവിടെ ഒപ്പോസിഷൻ മോഡാണ്. സോ നെറ്റ് ഇ എം എഫിൻ്റെ ഫോമിൽ എന്താണ്? E1 മൈനസ് E2 ആണ്. ഒപ്പോസിഷൻ ആണെങ്കിൽ E1 മൈനസ് E2 ആണ്. എല്ലാവർക്കും അറിയാലോ. E1 എത്രയാണ്? E1 എന്ന് പറഞ്ഞാൽ 6 ആണ്. E2 4 ആണ്. സോ 6 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വോൾട്ട്. അത് കിട്ടി. ഇനി ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ ഒപ്പോസിഷൻ മോഡാണെങ്കിലും റെസിസ്റ്റേഴ്സ് എല്ലാം സീരീസ് ആണ്. റെസിസ്റ്റേഴ്സ് സീരീസ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, R1 പ്ലസ് R2 തന്നെയാണ്. സോ 1 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഓം. 3 ഓം കിട്ടിയില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഓൾ സെറ്റ്. അന്തസ്സായിട്ട് മനസ്സിലായില്ലേ മക്കളെ? ഇതെല്ലാവരും പഠിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. റെഡി സെറ്റ്. മുന്നോട്ട് പോവാം. എല്ലാവരും റൈറ്റ് ആൻസേഴ്സ്. നന്ദു, പ്രണവ്, ഫെനിക്സ്, ലിയ എല്ലാവരും അടിപൊളിയായിട്ട്. ഇത് സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. നിവേദ സിലബസിലുള്ളതാണ് നിവേദ. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നിനക്ക് വേണ്ടെങ്കിൽ നീ സ്കിപ്പ് ചെയ്തോ. സ്കൂളിൽ പഠിപ്പിച്ച് എന്തുകൊണ്ടാണ് സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കാതെ എനിക്കറിയില്ല. സിലബസ് NCERT സിലബസ് പ്രകാരം ഇത് പഠിക്കേണ്ടതാണ് കേട്ടോ. അടുത്ത് നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചോ. പാരലൽ കോമ്പിനേഷൻ. ഇത് ഓറിയൻറ്റഡായി ഈ ഒരു ചോദ്യം കൂടി നമുക്ക് പഠിക്കണം കേട്ടോ. പാരലിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി പഠിക്കണേ. സിമ്പിൾ ചോദ്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. വാടാ. ഏത് കോമ്പിനേഷനാണെന്ന് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഏത് കോമ്പിനേഷനാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നോക്കടാ. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്. സീരീസ് പോലെയല്ല പാരലൽ. അവിടെ സപ്പോർട്ടും ഒപ്പോസിഷനും പെട്ടെന്ന് നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാക്കാം. പോസിറ്റീവ് പോസിറ്റീവ് ലൈക്ക് ഒരേപോലെ സെല്ല്. പോസിറ്റീവ് ടെർമിനൽ ഏത് സൈഡാണോ അതേ സൈഡ് തന്നെ താഴത്തെ സെല്ലിനെയും പോസിറ്റീവ് ടെർമിനലാണെങ്കിൽ ഇത് സപ്പോർട്ട് മോഡിലാണ്. അതായത് ഒരേ പാറ്റേണിൽ സെല്ലുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാം? സപ്പോർട്ട് മോഡാണെന്ന് മനസ്സിലാക്കണം. നോക്കടാ, ഈ സെല്ലിൻ്റെ പോസിറ്റീവ് ഈ സൈഡാണ്, ഈ സെല്ലിനും അതുപോലെ തന്നെ നെഗറ്റീവ് നെഗറ്റീവ് ലൈക്ക് മനസ്സിലാവണ്ട. ഒരേപോലെയാണ് സെല്ലുകൾ താഴേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് സപ്പോർട്ട് മോഡാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ നോക്കടാ, ഈ സെല്ല് പോസിറ്റീവ് നേരെ തിരിച്ചിട്ടാണ് താഴത്തെ സെല്ല് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, താഴെ നെഗറ്റീവ് വരുന്നു ലൈക്ക്. സോ ഇത്തരത്തിലാണെങ്കിൽ അത് ഒപ്പോസിഷൻ മോഡാണെന്ന് മനസ്സിലാക്കാം. ലൈക്ക് ഇതാണ് പാരലൽ കോമ്പിനേഷനിൽ നിങ്ങൾ മനസ്സിലാക്കണം. സീരീസ് പോലെയല്ല, പാരലൽ ഒരേപോലെയാണെങ്കിൽ സിമിലർ പാറ്റേണിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തതെങ്കിൽ സപ്പോർട്ട് മോഡാണ്. അതിൻ്റെ പാറ്റേൺ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് മാറിയിട്ടാണ് അറേഞ്ച് ചെയ്തെങ്കിൽ അത് ഒപ്പോസിഷൻ മോഡാണെന്ന് മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ്. ബാക്കിയൊക്കെ സെയിം ആണ്. നോക്കണം, EMF E1 E2 നൽകിയിട്ടുണ്ട്, R1 R2 നൽകിയിട്ടുണ്ട്. എഴുതി വെച്ചാലോ. E1 ഈക്വൽ ടു എത്രയാണ്? E1 ഈക്വൽ ടു 3 വോൾട്ട്. E2 ഈക്വൽ ടു എത്രയാണ്? E2 എത്രയാണടാ? 4 വോൾട്ട്. R1 എത്രയാണ്? R1 ഈക്വൽ ടു 1 ഓം, R2 ഈക്വൽ ടു 2 ഓം. ഇതൊക്കെ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ഫസ്റ്റ് സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസും എഫക്റ്റീവ് റെസിസ്റ്റൻസും ഇക്വലൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സിമ്പിളാണോ? അത് നിങ്ങൾക്ക് ആ ഫോമിൽ ഓർമ്മയുണ്ടാ. നെറ്റ് EMF ഈക്വൽ ടു സപ്പോർട്ട് മോഡാണെങ്കിൽ E1 ബൈ R1 പ്ലസ് E2 ബൈ R2 ഇൻറ്റു R ഇക്വലൻറ്റ്. ശരിയല്ലേ? സോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിനകത്ത് R ഇക്വലൻ്റ് ആണ്, ഇക്വലൻ റെസിസ്റ്റൻസ് ആണ്. നോക്കിക്കേ, ഈ R1ൻ്റെ റെസിസ്റ്റൻസ് ആണ് 1 എന്ന് പറയുന്നത്, R2ൻ്റെ
2 ആണ്. രണ്ടും പാരലലി ആണ്, ശരിയല്ലേ? റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്താൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്താൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് സിമ്പിളായി കണ്ടുപിടിക്കാം. എന്താ ഫോമുല? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. സോ 1 × 2 ഡിവൈഡഡ് ബൈ 1 + 2 എന്ന് വരും. ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ 3, 2/3. ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്ര കിട്ടി? 2/3 ഓം എന്ന് കിട്ടി. കാരണം ഇവ രണ്ടും പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് ഇക്വലന്റ് റെസിസ്റ്റൻസ് സിമ്പിളായി കണ്ടുപിടിക്കാം. R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. റെഡി? ഇനി നമുക്ക് നെറ്റ് EMF കണ്ടുപിടിച്ചാലോ? നെറ്റ് EMF E1 എത്രയാണ് മക്കളെ? E1 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3 ഡിവൈഡ് ബൈ R1 എത്രയാണ്? R1 എന്ന് പറഞ്ഞാൽ 1, 3/1 പ്ലസ് E2 എത്രയാണ്? 4 ആണ്. 4/2 ഇൻറ്റു R ഇക്വലന്റ് ദാറ്റ് ഈസ് 2/3. ശ്രദ്ധിക്കണം, 3/1 എന്ന് പറഞ്ഞാൽ 3 ആണ്, 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇൻറ്റു 2/3 ദാറ്റ് ഈസ് 5 ഇൻറ്റു 2/3 വിച്ച് ഈസ് ഈക്വൽ ടു 10/3 വോൾട്ട്. സോ നെറ്റ് EMF എത്രയാണ്? സപ്പോർട്ട് മോഡിനകത്ത് 10/3 വോൾട്ട് ആണ് നെറ്റ് EMF എന്ന് പറയുക. സപ്പോർട്ട് മോഡിനകത്തുള്ള നെറ്റ് EMF എത്രയാണ് മക്കളെ? 10/3 വോൾട്ട്. ദിസ് ഈസ് അവർ നെറ്റ് EMF. കൃത്യമായി മനസ്സിലായില്ലേ? സപ്പോർട്ട് മോഡിനകത്തുള്ള നെറ്റ് EMF എത്രയാണ്? 10/3 വോൾട്ട് ആണ് കേട്ടോ. സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ. ഓൾ സെറ്റ്, പക്കാ ക്ലിയർ. എങ്കിൽ അടുത്ത് ഒപ്പോസിഷൻ മോഡ്, അതുകൂടി നോക്കിയാലോ. സെക്കൻഡ് വൺ ദാറ്റ് ഈസ് ഒപ്പോസിഷൻ മോഡ്. ഫോർമുലയൊക്കെ സെയിം ആണ്. നെറ്റ് EMF ഈക്വൽ ടു എന്താണ് മക്കളെ? E1/R1, ഇടയിലൊരു മൈനസ് മാത്രം ഇട്ടോ, മൈനസ് E2/R2 ഇൻറ്റു R ഇക്വലന്റ്. ബാക്കി എല്ലാം സെയിം ആണ്. E1 എത്രയാണ്? ഇതിലെ പോലെ തന്നെയാണ്, 3/1 മൈനസ് 4/2 ഇൻറ്റു 2/3. വേറെ ഒരു മാറ്റം ഇല്ല കേട്ടോ, ശരിയല്ലേ? ഇടയിലൊരു മൈനസ് മാത്രം ഇട്ടാൽ മതി. 3/1 എത്രയാണ്? 3 മൈനസ് 2 ഇൻറ്റു 2/3. 3 മൈനസ് 2 എന്ന് വെച്ചാൽ 1 ഇൻറ്റു 2/3. 1 ഇൻറ്റു 2/3 എത്രയാണ്? 2/3. യൂണിറ്റ് വോൾട്ട് ആണ്. സോ 2/3 വോൾട്ട്. ഇതാണ് രണ്ടാമത്തെ സർക്യൂട്ടിൻ്റെ നെറ്റ് EMF എന്ന് പറയുന്നത്. ആദ്യത്തെ 10/3, രണ്ടാമത്തെ 2/3. R ഇക്വലന്റ് കണ്ടുപിടിച്ചു, 2/3 ആണ് കേട്ടോ. സോ എല്ലാം കണ്ടുപിടിച്ചു. സോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയിൽ സ്ഥിരമായിട്ടൊന്നും കാണാറില്ല, പൊതുവേ കണ്ടിട്ടേ ഇല്ല. പക്ഷേ നമ്മുടെ സിലബസിലുണ്ട്. ഓണപ്പരീക്ഷയിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതുകൊണ്ട് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് മാത്രം പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് മാത്രം പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, പൊതുവേ എൻ്റെ പഴയ ലൈവുകളൊക്കെ എടുത്ത് നോക്കിക്കുക, ഈ ചോദ്യങ്ങളൊന്നും കാണാറില്ല, പൊതുവേ ആവശ്യം വരാത്തതുകൊണ്ടാണ് കേട്ടോ. എങ്കിൽ അടുത്തതിലോട്ട് കിടക്കുന്നു. ഇനി കഴിയാറായിട്ട്, ഓൾമോസ്റ്റ് കഴിയാറായിട്ട് കഴിഞ്ഞു. ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കുവാണ്. ഇലക്ട്രിക്കൽ എനർജി. എന്താണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞു വെച്ചാൽ? ഇറ്റ് ഈസ് ദ വർക്ക് ഡെലിവേർഡ് ബൈ ദ ബാറ്ററി ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവാൻ വേണ്ടി ബാറ്ററി ചെയ്യുന്ന വർക്കിനെയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുക. ഒരു സർക്യൂട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവാൻ വേണ്ടി ബാറ്ററി ചെയ്യുന്ന വർക്കിനെയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുക. അപ്പോൾ നോക്കാടാ, ശ്രദ്ധിക്കുക. ഒരു സർക്യൂട്ട് ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണേ. റെസിസ്റ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലൂടെ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ദിസ് ഈസ് എ ബാറ്ററി. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഒഴുകുന്നു വിചാരിക്കുക. ഫൈൻ. ആ ബാറ്ററി ഈ സർക്യൂട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഒഴുകാൻ വേണ്ടിയിട്ട് ആ ബാറ്ററി ചെയ്യുന്ന വർക്കിനെയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുക. ആ എനർജി എന്തിൻ്റെ ഫോമാറ്റിലായിരിക്കും ഡിസിപ്പേറ്റ് ചെയ്യപ്പെടുക? എന്തിൻ്റെ ഫോമാറ്റിലോട്ടായിരിക്കും പുറത്തു വരിക? ഒരു സർക്യൂട്ടിൽ ഇങ്ങനെ കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിനുവേണ്ടി ബാറ്ററി ചെയ്യുന്ന വർക്കിനെയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുക. ആ എനർജി എന്തിൻ്റെ ഫോമിലായിരിക്കും പുറത്തോട്ട് വരിക? ഒരു സംശയവും വേണ്ട, ഹീറ്റിൻ്റെ ഫോമിലായിരിക്കും പുറത്തോട്ട് വരിക, ശരിയല്ലേ? ആ എനർജി ഹീറ്റിൻ്റെ ഫോമിലായിരിക്കും പുറത്തു വരിക. റൈറ്റ്, എല്ലാവർക്കും അറിയാലോ, ആ എനർജി ഹീറ്റിൻ്റെ ഫോമിലായിരിക്കും പുറത്ത് വരിക. സോ ഇലക്ട്രിക്കൽ എനർജി ഇക്വേഷൻ എന്നത് ഹീറ്റിൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഏതൊക്കെയാണ് ഇക്വേഷൻ? H = I²RT, H = VIT, H = V²/R × T. ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ആ എനർജി ഹീറ്റിൻ്റെ ഫോമാറ്റിലായിരിക്കും ഡിസിപ്പേറ്റ് ചെയ്യുക. സോ ഹീറ്റിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അടുത്ത ഇലക്ട്രിക് പവർ. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഈസ് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ. വർക്ക് ചെയ്യുന്നതിൻ്റെ നിരക്കാണ്, അഥവാ എനർജി ബൈ ടൈം അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം എന്ന് പറയാം. സോ ഈ പറയുന്ന എനർജിയുടെ ഇക്വേഷനൊക്കെ ടൈം ഒഴിവാക്കി കഴിഞ്ഞാൽ പവറിൻ്റെ ഇക്വേഷൻ കിട്ടും. പവറിൻ്റെ ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും? പവർ = I²R, പവർ = V²/R, പവർ = VI. ഇക്വേഷനൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോടാ. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്, പഠിച്ചു വെക്കണം. യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെറ്റ്, സിംപ്ലി മനസ്സിലാക്കി മതി, വലിയ ചോദ്യങ്ങളൊന്നും വരില്ല. ഒരു ക്വസ്റ്റ്യൻ എപ്പോഴെങ്കിലും ചോദ്യം വരത്തുള്ളൂ, അത്തരം ഒരു ചോദ്യം ശ്രദ്ധിക്കണം. എ ലൈറ്റ് ബൾബ് ഈസ് റേറ്റഡ്. ഒരു ബൾബുണ്ട്, ബൾബിൻ്റെ പവർ 100 വാട്ടാണ്, വോൾട്ടേജ് 220 വോൾട്ടാണ്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്തൊക്കെയാണ്? പവർ എന്ന് പറഞ്ഞാൽ, പവർ എന്ന് പറഞ്ഞാൽ 100 വാട്ടാണെന്ന് പറയുന്നു.
വോൾട്ടേജ് 220 വോൾട്ടാണെന്ന് പറയുന്നു. റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിച്ചാലോ? സിമ്പിൾ അല്ലേ? ഈസി ആയി കണ്ടുപിടിക്കാം. ഫോമുല നമുക്കറിയാം, P = V²/R ആണ്. അപ്പോൾ R = V²/P ആണ്. സോ 220 × 220 / 100. വെട്ടിക്കളയട്ടെ, വെട്ടിക്കളയുവാണേ. 0 വെട്ടി 0 വെട്ടി 22 × 22 എത്രയാടാ? 484 ആണ്. സോ 484 ദിസ് ഈസ് അവർ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എത്രയാണ് മക്കളെ? 484 ഓം ആണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുക. യെസ്, ഇറ്റ് ഈസ് 484 ഓം. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? യെസ് ആന്ധ്ര, കറക്റ്റ് ആൻസർ ആണ്. റെഡി? ഇനി കുറച്ച് യൂണിറ്റ് കൺവേർഷൻസ് കൂടി ഒന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും. കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എനർജിയുടെ യൂണിറ്റ് ആണ് കേട്ടോ, പവറിൻ്റെ യൂണിറ്റ് അല്ല. കിലോ വാട്ട് അവർ ഈസ് എ യൂണിറ്റ് ഓഫ് എനർജി. എനർജിയുടെ യൂണിറ്റ് ആണ്. 1 കിലോ വാട്ട് അവർ എന്ന് വെച്ചാൽ 3.6 × 10⁶ ജൂളാണ്. അതുപോലെ തന്നെ 1 കിലോ വാട്ട്, കിലോ വാട്ടും മെഗാവാട്ടും ഒക്കെ പവറിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. 1 കിലോ വാട്ട് എന്ന് വെച്ചാൽ 10�3 വാട്ടാണ്. 1 മെഗാവാട്ട് എന്ന് വെച്ചാൽ 10�6 വാട്ടാണ്. ചിലപ്പോൾ ടീച്ചേഴ്സ് ഓണപ്പരീക്ഷ ആയതുകൊണ്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ യൂണിറ്റ് കൺവേർഷനൊക്കെ ചിലപ്പോൾ ബ്ലാങ്ക് ഇട്ട് തരാം. സോ ബ്ലാങ്ക് ഇട്ട് തന്നാൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ് കേട്ടോ. റൈറ്റ്, ലാസ്റ്റ് വണ്ണിലോട്ട് കടന്നാലോ? ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് കടന്നാലോ? ഈ ചാപ്റ്ററിൻ്റെ അവസാന ടോപ്പിക്കിലോട്ട് കിടക്കുന്നു. ലാസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് കിർച്ചോഫ് റൂൾസ്. കിർച്ചോഫിൻ്റെ റൂളുകളാണ് അവസാനമായിട്ട് പഠിക്കാനുള്ളത്. സിമ്പിളായിട്ട് പഠിക്കാം. ജംഗ്ഷൻ റൂൾ. എന്താ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്? നമ്മളൊരു ജംഗ്ഷൻ എടുത്തു. ഒരു ജംഗ്ഷൻ വരയ്ക്കട്ടെ. ഞാൻ ഒരു ജംഗ്ഷൻ വരയ്ക്കാൻ വെക്കും. ഇതൊരു ജംഗ്ഷനാണെന്ന് വിചാരിക്കാം. യെസ്, ദിസ് ഈസ് എ ജംഗ്ഷൻ. ഇതൊരു സർക്യൂട്ടിൻ്റെ ജംഗ്ഷനാണെന്ന് വിചാരിക്കാം. ഒരു ജംഗ്ഷനാണേ. കുറേ കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നൊരു ജംഗ്ഷനാണെന്ന് വിചാരിക്കുക. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് മാർക്ക് ചെയ്യാവേ. ഇത് ഇങ്ങനെ ഒരു കറണ്ട് വരുന്നു, ഇങ്ങനെ ഒരു കറണ്ട് വരുന്നു, ഇങ്ങനെ ഒരു കറണ്ട് പോകുന്നു, ഇങ്ങനെയും കറണ്ട് പോകുന്നു, ഇങ്ങനെയും കറണ്ട് പോകുന്നു. കറണ്ടിനൊക്കെ പേര് കൊടുക്കട്ടെ. ഇത് I1 ആണ്, ഇത് I2 ആണ്, ഇത് I3 ആണ്, ഇത് I4 ആണ്, ഇത് I5 ആണെന്ന് വിചാരിക്കുക. ലൈക്ക് എന്താണ് ജംഗ്ഷൻ റൂൾ പറയുന്നത്? ജംഗ്ഷനിൽ കറണ്ട് ഉണ്ടാവില്ല. ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് എല്ലാം ജംഗ്ഷനിൽ നിന്ന് പോകും. ദ എമൗണ്ട് ഓഫ് കറണ്ട് entering the junction will be equal to amount of current leaving from the junction. So ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് ഏതൊക്കെയാണ്? I1 ഉം I2 ആണ്. സോ I1 + I2 എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? I3 + I4 + I5 ഈക്വലൻ്റ് ആയിരിക്കും. എമൗണ്ട് ഓഫ് കറണ്ട് entering the junction will be equal to amount of current leaving from the junction. ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടിന് ഈക്വലൻ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ the algebraic sum of the current in the junction will be equal to 0. സിഗ്മ is 0ക്ക് ഈക്വലൻ്റ് ആയിരിക്കും. ഇങ്ങനെയും പറയാം. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു വെച്ചോ. ദാറ്റ് സിമ്പിൾ. വളരെ സിമ്പിളായ പരിപാടിയാണ്. ഈസി ആയി തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. റെഡി? ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ ചിലപ്പോഴൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഒന്ന് ഉത്തരം പറയാവോടാ. ഐയുടെ വാല്യൂ എത്രയാണ്? വേഗം പറ. ഒരു ജംഗ്ഷനാണ്. ഐയുടെ വാല്യൂ എത്രയാണ്? വേഗം കമൻറ്റ് ചെയ്തോ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഐയുടെ വാല്യൂ എത്രയാണ്? ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഈ സർക്യൂട്ടിലോട്ട് വരുന്ന കറണ്ട് ഏതൊക്കെയാണ്? 3 ആംപിയറും 2 ആംപിയറും വരുന്നു. അപ്പോൾ ഇവിടെ ഒഴുകുന്ന കറണ്ട് എത്രയായിരിക്കും? 5 ആംപിയർ ആയിരിക്കും. ആ 5 ആംപിയർ ഈ ജംഗ്ഷനിലെത്തുമ്പോൾ 4 ആംപിയർ ഇങ്ങോട്ട് ഒഴുകിപ്പോകുന്നു. അപ്പോൾ ഐ എത്രയായിരിക്കും? 5 ആംപിയർ ജംഗ്ഷനിലോട്ട് വരുന്നു. അതിനകത്ത് നിന്ന് 4 ആംപിയർ ഇങ്ങോട്ട് പോകുന്നെങ്കിൽ ബാക്കി ഇങ്ങോട്ട് എത്ര ആംപിയർ ആയിരിക്കും പോവുക? ഒരു സംശയവും വേണ്ട. I = 1 ആംപിയർ. ഐ എന്ന് പറയുന്ന കറണ്ട് എത്രയായിരിക്കും? അത് 1 ആംപിയർ ആയിരിക്കും. ഐ എത്രയായിരിക്കും? ഐ വിൽ ബി 1 ആംപിയർ. റൈറ്റ്? സിമ്പിൾ. വളരെ സിമ്പിൾ അല്ലേ? ഈസി ആയിട്ട് പഠിക്കാം. അടുത്താണ് ലൂപ്പ് റൂൾ. ലൂപ്പ് റൂളിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്, പല സ്കൂളുകളിലും അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഓഫ്ലൈൻ ട്യൂഷനൊക്കെ പോകുകയാണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞുതരും. അതായത് റെസിസ്റ്റർ ഇങ്ങനെ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ റെസിസ്റ്ററിൽ കറണ്ട് ഇങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൂപ്പ് ഇങ്ങോട്ടാണെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കണം. ഒരു ബാറ്ററി ഇങ്ങനെയാണ്, കറണ്ട് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടാണ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ എടുക്കുക. ഇങ്ങനെയൊക്കെ പല കോഡുകളൊക്കെ വെച്ച് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും, ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും, എൻട്രൻസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ഒന്നും +2 ബോർഡ് എക്സാമിന് ചോദിക്കില്ല. നമുക്കതിൻ്റെ ഏറ്റവും ബേസ് മാത്രം മതി. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോർഡ് എക്സാമിന് അത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിച്ച ചരിത്രമേ ഇല്ല. പിന്നെ അത്രയും ഡിഫിക്കൽട്ടായിട്ട് അത്രയും ആ ഡെപ്തിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. +2 ബോർഡ് എക്സാമിന് CBSE കുട്ടിയോ എൻട്രൻസ് പ്രിപ്പറേഷൻ കുട്ടിയാണെങ്കിൽ ആ ലെവലിൽ മനസ്സിലാക്കണം. നോഡൽ അനാലിസിസ് ലെവലിലൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചോ. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഡെഫിനിഷനാണ് ഇതെന്ന് പറയുന്നത്. എൻ്റെ സിമ്പിൾ ഡെഫിനിഷനാണ്. ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുത്താൽ അതിനകത്തുള്ള കറണ്ടും റെസിസ്റ്റൻസ് എല്ലാം കൂടിയിട്ട് ഗുണിച്ചിട്ട് കൂട്ടുന്നത് ആ സർക്യൂട്ടിൻ്റെ EMFന് ഇക്വലൻ്റ് ആയിരിക്കും. ദ അൾജിബ്രായിക് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് വിൽ ബി ഈക്വൽ ടു EMF. ഇത് പഠിച്ചാൽ ഏറ്റവും ലളിതമായ ഡെഫിനിഷൻ ഇതാണ്. ഇത് പഠിച്ചാൽ അത്രയും നല്ലതാണ്. ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഡെഫിനിഷൻ കൂടി പറഞ്ഞുതരാം. സോറി, ഇതെൻ്റെ അല്ലടാ.
ഇത് രണ്ടും എൻ്റെ ആണല്ലോ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇല്ല, പിന്നെ ക്ലോസ്ഡ് സർക്യൂട്ട് അൽജിബ്രൈക് സം ഓഫ് പ്രോഡക്റ്റ്. ഓക്കെ, ഓക്കെ, ഇതാണ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഡെഫിനിഷൻ. ഇതെൻ്റെ ഡെഫിനിഷൻ. ടെക്സ്റ്റ് ബുക്കിനകത്ത് ദ ആൽജിബ്രൈക് സം ഓഫ് ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഇൻവോൾവിംഗ് റെസിസ്റ്റൻസ് ആൻഡ് സെൽ ഇൻ എ ലൂപ്പ് ഈസ് 0. ലൈക്ക് അങ്ങനെയൊക്കെ പഠിക്കാം. അതായത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ലൈക്ക് സിഗ്മ ഡെൽറ്റ വി ഈക്വൽ ടു 0 ആ രീതിയിലൊക്കെ നിങ്ങൾ പഠിക്കാറുണ്ട്. സോ അത് അങ്ങനെ വേണ്ട, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുത്താൽ അതിനകത്തുള്ള കറണ്ടും റെസിസ്റ്റൻസും എല്ലാം കൂടി ഗുണിച്ചത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സർക്യൂട്ടിൻ്റെ EMF കിട്ടും. ദ ആൽജിബ്രൈക് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് in a closed circuit will be equal to the EMF of the circuit. അത് പഠിച്ചാൽ മതി. +2 ബോർഡ് എക്സാമിന് അത് മതി കേട്ടോ. നിങ്ങളൊരു CBSE സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുവാണെങ്കിൽ നോഡൽ അനാലിസിസ് വെച്ച് ഈ കോഡൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിക്കണം. ഇവിടെ സിമ്പിളായി പഠിച്ചാൽ മതി. റൈറ്റ്, ഞാൻ ഒരു ലൂപ്പ് വേണേൽ പറഞ്ഞുതരാം. ഒരു ലൂപ്പ് എടുക്കാം. ഇവിടെ കുറേ ലൂപ്പുകളുണ്ട്. നോക്കടാ, ഇവിടെ ഇതൊരു സെല്ലാണ്. അതിൻ്റെ EMF E ആണ്. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ആണ്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. I എന്ന് പറയുന്ന കറണ്ട് B എന്ന് പറയുന്ന ജംഗ്ഷനിലോട്ട് എത്തിയപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റായി. ഏതൊക്കെയാണ്? I1ഉം I2 ആയിട്ട് സ്പ്ലിറ്റായി. I1 I2 എന്ന് പറയുന്ന കറണ്ടാണ് R2വിലൂടെയും R3യിലൂടെയും ഒഴുകുന്നത്. I1 എന്ന് പറയുന്ന കറണ്ടാണ് R1യിലൂടെ ഒഴുകുന്നത് കേട്ടോ. ജസ്റ്റ് ഈ സർക്യൂട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. നമുക്ക് ഇതിനകത്തൊന്ന് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താലോ? നമുക്കൊന്ന് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. നോക്കണം, ഞാൻ എൻ്റെ മെത്തേഡിലുള്ള ലൂപ്പ് റൂളാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡ് മെത്തേഡിലുള്ള ലൂപ്പ് റൂൾ വേണമെങ്കിൽ ഞാൻ ആപ്പിനകത്തുള്ള ടോപ്പ് സീരീസിനകത്ത് അങ്ങനെ അപ്ലൈ അങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് തരാം കേട്ടോ. ടോപ്പ് സീരീസ് ഞാൻ എന്തായാലും ആപ്പിനകത്ത് റെക്കോർഡ് ചെയ്യും. അതിനകത്ത് ഈ കോഡൊക്കെ യൂസ് ചെയ്തുള്ള മെത്തേഡ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാ കൺവീനിയൻ്റ് അത് പഠിച്ചോ. ചിലപ്പോൾ സ്കൂളിൽ കോഡൊക്കെ യൂസ് ചെയ്ത് പറയുവാണെങ്കിൽ ആ രീതിയിൽ പഠിക്കണമെങ്കിൽ ആപ്പിനകത്ത് ടോപ്പ് സീരീസിനകത്ത് ആ രീതിയിൽ ഞാൻ പറയാം. അവിടെ ശ്രദ്ധിക്കണം. ആദ്യത്തെ ലൂപ്പ് ABEFA. ഏതാണ് ABEFA? നോക്കണം മക്കളെ, ABEF ഇതാ, ABEFA. സോ ഇതാണ് ലൂപ്പ് ഇടാം. ദിസ് ഈസ് അവർ ലൂപ്പ്. ഈ ലൂപ്പിലാണ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് അവർ ലൂപ്പ്. ഓക്കെ, ശ്രദ്ധിക്കണം. സോ ABEFA ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. സിമ്പിളി എടുക്കാം. ഒന്നും നിങ്ങൾ ആലോചിക്കണം, സിമ്പിളായിട്ട് എടുക്കാം. I1 എന്ന് പറയുന്ന കറണ്ട് R1യിലൂടെ ഒഴുകുന്നു. രണ്ടും കൂടി ഗുണിക്കണം. ഒന്നുമില്ല. I1 R1. അടുത്ത് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ വന്നിട്ട് നോക്കടാ. I എന്ന് പറയുന്ന കറണ്ട് R റെസിസ്റ്റൻസ് ഉള്ള സെല്ലിലൂടെ ഒഴുകുന്നു. ശരിയല്ലേ? I എന്ന് പറയുന്ന കറണ്ട് R റെസിസ്റ്റൻസ് ഉള്ള സെല്ലിലൂടെ ഒഴുകുന്നു. സോ പ്ലസ് ഐ ആർ ഈക്വൽ ടു, നിങ്ങൾ പറയടാ, ഈ ലൂപ്പിനകത്ത് EMF ബാറ്ററി ഉണ്ട്. ഈ ലൂപ്പിനകത്ത് ഒരു സെല്ലുണ്ട്. സെല്ലിൻ്റെ EMF എത്രയാണ്? E ആണ്. സോ ഈക്വൽ ടു E എന്ന് എഴുതാം. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ പരിപാടി. കഴിഞ്ഞു. ഇത്ര ഉള്ളടാ പരിപാടി. കറണ്ടും റെസിസ്റ്റൻസും കൂടി ഗുണിക്കുക. അവിടെയുള്ള എല്ലാ കറണ്ടും റെസിസ്റ്റൻസും കൂടി ഗുണിക്കുക. അതെന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? EMFന് ഇക്വലൻ്റ് ആയിരിക്കും. അതെന്തിന് ഇക്വലൻ്റ് ആയിരിക്കും മക്കളെ? EMFന് ഇക്വലൻ്റ് ആയിരിക്കും. സിമ്പിൾ പരിപാടിയല്ലേ? നിസ്സാരമായ പരിപാടി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസ് R1 അല്ലേ? I1 R1 പ്ലസ് IR വിൽ ബി ഈക്വൽ ടു E. ഇത്രയും എളുപ്പമുള്ള പരിപാടി വേറൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ലെവൽ ഓഫ് ലൂപ്പ് റൂൾ പഠിച്ചാൽ മതി. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. I1 എന്ന് പറയുന്ന കറണ്ട് R1 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ ഒഴുകുന്നു. I എന്ന് പറയുന്ന കറണ്ട് R ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉള്ള സെല്ലിലൂടെ ഒഴുകുന്നു. സോ I1 R1 പ്ലസ് IR, എല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയല്ലേ? IR ഈക്വൽ ടു അവിടെയുള്ള EMF E. ദാറ്റ്സ് ഇറ്റ്. ഇക്വേഷൻ നമ്പർ 1 ആയി കൊടുക്കാം. സിമ്പിൾ പരിപാടിയാണ്. അടുത്ത് BCDEB. അടുത്ത ലൂപ്പാണ് BCDEB. നോക്കടാ, BCDEB ഈ ലൂപ്പാണ്. നെക്സ്റ്റ് ലൂപ്പ്. ഈ ലൂപ്പിനകത്ത് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോകണം. നോക്കടാ, I2 എന്ന് പറയുന്ന കറണ്ട് R2വിലൂടെ ഒഴുകുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? സിംപ്ലി I2 R2 പ്ലസ് നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കടാ, I2 എന്ന് പറയുന്ന കറണ്ട് R3യിലൂടെ ഒഴുകുന്നു. സോ I2 R3. അടുത്ത ശ്രദ്ധിച്ചോ, I1 എന്ന് പറയുന്ന കറണ്ട് ആ ലൂപ്പിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ R1യിലൂടെ ഒഴുകും. നമ്മൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ R1യിലൂടെ ഒഴുകുന്നു. I1 എന്ന് പറയുന്ന കറണ്ട്. സോ മൈനസ് ഇട്ടോ, മൈനസ് I1 R1 ഈക്വൽ ടു, ഈ പറയുന്ന ലൂപ്പിനകത്ത് വല്ല ബാറ്ററിയോ സെല്ലോ ഉണ്ടോടാ? ഈ ലൂപ്പിനകത്ത് ബാറ്ററിയോ സെല്ലോ ഉണ്ടോടാ? ഇല്ല. സോ അതിനാൽ തന്നെ അവിടെയുള്ള EMF എത്രയായിരിക്കും? EMF 0. ഇക്വേഷൻ നമ്പർ 2. സിമ്പിൾ പരിപാടി. ഒരു ലൂപ്പ് കൂടി ഉണ്ട്. ആ ലൂപ്പ് കൂടി കൺസിഡർ ചെയ്യാം. തേർഡ് ലൂപ്പ് ACDFA. ഏട്ടാ, ഏതാണ് ACDFA? ടോട്ടൽ ലൂപ്പാണ്, വലിയ ലൂപ്പാണ്. നോക്കടാ, ഇതാണ് തേർഡ് ലൂപ്പ്. ACDFA ഔട്ടർ ലൂപ്പാണ്. ഔട്ടർ ലൂപ്പ് ഒന്ന് കൺസിഡർ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കണം. ഔട്ടർ ലൂപ്പ് കൺസിഡർ ചെയ്യണം. സിമ്പിളായി പറഞ്ഞുതരാം. ഔട്ടർ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ I2 എന്ന് പറയുന്ന കറണ്ട് R2യിലൂടെ ഒഴുകുന്നു കേട്ടോ. ഔട്ടർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളേ, ഇത് മാത്രം കൺസിഡർ ചെയ്യാം. അകത്തുള്ളത് വേണ്ട, പുറമേ ഉള്ളത് മാത്രം മതി കേട്ടോ. ഔട്ടർ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ പുറമേ ഉള്ളത് മാത്രം മതിയേ. ശ്രദ്ധിക്കുക. സോ I1 എന്ന് പറയുന്ന കറണ്ട് R2വിലൂടെ ഒഴുകുന്നു. നോക്കടാ, I2 എന്ന് പറയുന്ന കറണ്ട് R2വിലൂടെ ഒഴുകുന്നു. അപ്പോൾ I2 R2 പ്ലസ്
I2 എന്ന് പറയുന്ന കറണ്ട് R3 ഒഴുകുന്നു. അപ്പോൾ എന്ത് കിട്ടും? I2 R3. നെക്സ്റ്റ് വൺ, അടുത്ത് ഇവിടെ ഉണ്ട് കേട്ടോ, ആറിലൂടെ ഒഴുകുന്ന കറണ്ട് I അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ ബാക്കി ഇവിടെ വരുന്ന കറണ്ട് I ആയിരിക്കും, സംശയം ഉണ്ടാവില്ല. I എന്ന് പറയുന്ന കറണ്ട് ആയിരിക്കും. സോ I എന്ന് പറയുന്ന കറണ്ട് ആറിലൂടെ ഒഴുകുന്നു, പ്ലസ് IR ഈക്വൽ ടു ഔട്ടർ ലൂപ്പിനകത്ത് ഉറപ്പായിട്ടും എന്തുണ്ട്? EMF ഉണ്ട്. സോ പ്ലസ് ഈക്വൽ ടു E. സിമ്പിളായ പരിപാടിയാണ്, ഇതൊന്ന് പഠിച്ചു വയ്ക്കാട്ടോ. അതായത് കറണ്ടും റെസിസ്റ്റൻസും കൂടി ഗുണിക്കുന്നതിൻ്റെ സം എന്ന് പറഞ്ഞാൽ EMF ഇക്വലൻ്റ് ആയിരിക്കും. സോ ലൂപ്പിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുകയാണെങ്കിൽ മാത്രം നിങ്ങളൊരു നെഗറ്റീവ് സൈൻ ഇട്ടാൽ മതി, ബാക്കിയുള്ള കേസിലൊക്കെ പോസിറ്റീവ് ഇട്ടോ. അല്ലാതെ നിങ്ങൾ ആ പറഞ്ഞ നോഡൽ അനാലിസിസ് ഉപയോഗിച്ച് പ്ലസ് മൈനസ് അങ്ങനൊന്നും ആവശ്യമില്ല, ബേസിക് ഇത്ര അറിഞ്ഞാൽ മതി. +2 ഇതേ ചോദിക്കത്തുള്ളൂ, തല പോകുന്ന വിഷയമല്ല, സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലടാ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിനുള്ള ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കുന്നു. എനിക്കൊരു 5 മിനിറ്റ് വന്നാൽ ഞാൻ പരിപാടി അവസാനിപ്പിക്കാം. 100% ഉറപ്പുള്ള ചോദ്യം. ഇതില്ലാതെ നിങ്ങളുടെ ഓണപ്പരീക്ഷയിൽ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാൽ ടീച്ചർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇല്ലാതെ ടീച്ചർ ഓണപ്പരീക്ഷയിൽ ഒരു ചോദ്യ പേപ്പർ ഇടുകയാണെങ്കിൽ ടീച്ചർക്ക് ഈ ചാപ്റ്ററിന് വലിയ ധാരണയില്ലാന്ന് വിചാരിക്കാം. കാരണം ഈ കഴിഞ്ഞ 6-7 വർഷത്തിൽ എല്ലാ ചോദ്യ പേപ്പറിലും ഈ ചോദ്യമുണ്ട്. 6-7 വർഷത്തിലെ മുഴുവൻ ചോദ്യ പേപ്പറിലും ഈ ചോദ്യമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതില്ലാത്ത ചോദ്യ പേപ്പർ ഇല്ല. സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, പേരെഴുതി ഒപ്പിടാം, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. സിമ്പിളായി പഠിപ്പിച്ചു തരാം. ഒരു 5 മിനിറ്റ് എനിക്ക് തന്നാൽ 5 മിനിറ്റ് പരിപാടി തീർക്കാം. 9 മണിക്ക് പരിപാടി വരും. പടാ, ആദ്യം ഈ സർക്യൂട്ട് ഒന്ന് വരയ്ക്കാം. സർക്യൂട്ട് വരയ്ക്കാൻ ഒരു മടിയും കാണിക്കരുത്, അന്തസ്സായിട്ട് ഈ സർക്യൂട്ട് വരയ്ക്കാം. സർക്യൂട്ടിനകത്ത് 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. P, Q, R, S, 4 റെസിസ്റ്റേഴ്സ്. നടുവിലൊരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഇത്രയും കാര്യം മനസ്സിലായി. നടുവിലുള്ളത് എന്താണ്? ഗാൽവനോമീറ്റർ ആണ്. ഓക്കെ, കറണ്ട് ശ്രദ്ധിച്ചോ. ഇതൊരു സെല്ലാണ്, സെല്ലിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. I എന്ന് പറയുന്ന കറണ്ടാണ് ഒഴുകുന്നത്. ഈ I എന്ന് പറയുന്ന കറണ്ട് A എന്ന് പറയുന്ന ജംഗ്ഷനിലെത്തുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഏതൊക്കെയാണ്? I1ഉം I2. I എന്ന് പറയുന്ന കറണ്ട് A എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തുമ്പോൾ I1 ആയിട്ടും I2 ആയിട്ടും സ്പ്ലിറ്റ് ആവുന്നു. I1 എന്ന് പറയുന്ന കറണ്ട് B എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ വീണ്ടും രണ്ടായി സ്പ്ലിറ്റ് ആവുന്നു. ഏതൊക്കെയാണ്? IG-യും I3യും. IG എന്ന് പറയുന്ന കറണ്ടാണ് ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്നത്. I3 എന്ന് പറയുന്ന കറണ്ടാണ് Q എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ ഒഴുകുന്നത്. അതിനുശേഷം I2 എന്ന് പറയുന്ന കറണ്ടും IG എന്ന് പറയുന്ന കറണ്ടും കൂടി ചേർന്നിട്ട് I4 ആയിട്ട് എസ്സിലൂടെ ഒഴുകുന്നു. റൈറ്റ്, ഒരു തവണ കൂടി പറയാം, ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. കൂടെ വരയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അതായത് എല്ലാവരും ശ്രദ്ധിച്ചോടാ. I എന്ന് പറയുന്ന കറണ്ട് A എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോൾ I1 ആയിട്ടും I2 ആയിട്ടും സ്പ്ലിറ്റ് ആവുന്നു. I1 എന്ന് പറയുന്ന കറണ്ട് B എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തുമ്പോൾ IG ആയിട്ടും I3 ആയിട്ടും സ്പ്ലിറ്റ് ആവുന്നു. I2 എന്ന് പറയുന്ന കറണ്ട് D എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തുമ്പോൾ IG-യും I2-യും കൂടി ചേർന്നിട്ടാണ് I4 ആയിട്ട് ഒഴുകുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഈ സർക്യൂട്ട് നിങ്ങൾ വരച്ചു പഠിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതിവിടെ ഒന്നാമത്തെ ലൂപ്പായിട്ട് എടുക്കാം, ഇത് രണ്ടാമത്തെ ലൂപ്പായിട്ട് എടുക്കാം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒന്നാമത്തെ ലൂപ്പിനകത്ത് ABDക്കകത്ത് കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോകണം. വാടാ, ഈ ലൂപ്പിനകത്ത് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. നോക്കടാ, കറണ്ട് എന്താണ്? I1 Pയിലൂടെ ഒഴുകുന്നു. വാടാ മക്കളെ, പഠിച്ചോ. I1P പ്ലസ് അതേ ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ IG എന്ന് പറയുന്ന കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്നു. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് G ആയിട്ട് കൊടുക്കാം. സോ IgG. അടുത്തത് ആ ലൂപ്പിൽ ഓപ്പോസിറ്റ്, ഈ പറഞ്ഞ I1ഉം IG-യും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, പക്ഷേ I2 ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ I2 എന്ന് പറയുന്ന കറണ്ട് Rയിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുകുന്നു. സോ എന്ത് കൊടുക്കാം? -I2R ഈക്വൽ ടു, അവിടെ സെല്ലും ഇല്ല EMF-ഉം ഇല്ല. ലൂപ്പിലുണ്ടോ? ലൂപ്പിൽ സെല്ലോ ബാറ്ററിയോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സോ അതിനാൽ തന്നെ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ദാറ്റ്സ് ഇറ്റ്, ഈക്വൽ ടു 0. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. അടുത്ത നെക്സ്റ്റ് ലൂപ്പ് BCDB. രണ്ടാമത്തെ ലൂപ്പ് ശ്രദ്ധിച്ചോ, BCDB. ഇതാ BCDB, ഇതാണ് രണ്ടാമത്തെ ലൂപ്പ് കേട്ടോ. അതിനകത്ത് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോകണേ. സെക്കൻഡ് ലൂപ്പ്, അവിടെയുള്ള കറണ്ട് ഒക്കെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ I3 Qയിലൂടെ ഒഴുകുന്നു. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ I3 എന്ന് പറയുന്ന കറണ്ട് Qയിലൂടെ ഒഴുകുന്നു. ഇനി ബാക്കി രണ്ട് കറണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ശ്രദ്ധിച്ച മക്കളെ, ഇപ്പോൾ IG എന്ന് പറയുന്ന കറണ്ടും I4 എന്ന് പറയുന്ന കറണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. I3 മാത്രമാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്നുള്ളൂ. ഈ IG ആണെങ്കിലും I4 ആണെങ്കിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒഴുകുന്നത്. അപ്പോൾ എന്ത് പറയാം? -IgG -I4S. അവിടെയും സെല്ലും ബാറ്ററി ഒന്നുമില്ല. സോ ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 2. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഈ കാണുന്ന രണ്ട് ലൂപ്പിലും നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു? ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്തു. കറണ്ടും റെസിസ്റ്റൻസും കൂടി ഗുണിച്ചു. ഈക്വൽ ടു EMF ഇവിടെ ഇല്ല, കാരണം സെല്ലും ബാറ്ററി ഒന്നുമില്ല. സോ ഈക്വൽ ടു 0 കൊടുത്തു. പരിപാടി കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻറ്റ് പരിപാടിയാണ്. എല്ലാ അനിയന്മാരും അനിയത്തിനും ഇവിടെ ശ്രദ്ധിക്കണം. ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ ഈ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഒഴുകില്ല. അഥവാ IG എന്ന് പറയുന്ന ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ
ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഒഴുകില്ല. ദാറ്റ് ഈസ് ഐ ജി വിൽ ബി ഈക്വൽ ടു 0. ഐ ജി 0 ആയിരിക്കും. ഐ ജി 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേടാ, ഇത് കംപ്ലീറ്റ്ലി 0 ആയി, ഇത് കംപ്ലീറ്റ്ലി 0 ആയി. ശരിയല്ലേ? ഐ ജി 0 ആണെങ്കിൽ ഈ ഇക്വേഷനിൽ ഈ ടേംസ് ഒക്കെ പോവും. ബാക്കിയുള്ള ടേംസ് മാത്രം എടുത്ത് എഴുതിയാലോ? ബാക്കിയുള്ള ടേംസ് മാത്രം എടുത്ത് എഴുതുന്നു. ദാറ്റ് ഈസ് I1P മൈനസ് I2 ആർ ഈക്വൽ ടു 0. സിമിലർ വേ I3Q മൈനസ് I4S ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4. ഈ മൈനസ് ടേംസിനൊക്കെ വലത്തോട്ട് എടുക്കട്ടെ. മൈനസ് ഉള്ള ടേമിനെയൊക്കെ വലത്തോട്ട് എടുക്കുകയാണ്. സോ ശ്രദ്ധിക്കടാ, I1P ഈക്വൽ ടു എന്ത് വരും? I2R എന്ന് വരും. സിമിലർ വേ I3Q ഈക്വൽ ടു എന്ത് വരും? I4S എന്ന് വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 6. റെഡി അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ 5ഉം 6ഉം എടുത്ത് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഐ എം ഗോണ ഡിവൈഡ് ഇക്വേഷൻ 5 and 6. 5ഉം 6ഉം എടുത്ത് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഇക്വേഷൻ 5 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ശ്രദ്ധിക്കടാ മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കടാ. എന്താ വരിക? I1P ഡിവൈഡഡ് ബൈ I3Q ഈക്വൽ ടു I2R ഡിവൈഡ് ബൈ I4S. I2R ഡിവൈഡഡ് ബൈ I4S. ഇതിന് ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് കൊടുക്കാവേ. ശ്രദ്ധിക്കണം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂം ചെയ്യുന്നുണ്ടേ. ഈ ഐ ജി എന്ന് പറയുന്ന ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഒഴുകുന്നില്ല വിചാരിക്കുക. ഞാനിങ്ങനെ വെട്ടിട്ട് വയ്ക്കുന്നത് കറണ്ട് ഒഴുകുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് ഈ I1 എന്ന് പറയുന്ന കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ I1 എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? I3ക്ക് ഇക്വലൻ്റ് ആയിരിക്കും. ശരിയല്ലേ? I1 എന്ന് പറയുന്ന കറണ്ട് കംപ്ലീറ്റ്ലി I3 ആയിട്ട് ഒഴുകും. സിമിലർ വേ I2 എന്ന് പറയുന്ന കറണ്ട് കംപ്ലീറ്റ്ലി എന്തായിട്ട് ഒഴുകും? I4 ആയിട്ട് ഒഴുകും. കാരണം ഐ ജി എന്ന് പറയുന്ന കറണ്ട് ഇല്ല. സോ I1 എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? I3ക്ക് ഇക്വലൻ്റ് ആയിരിക്കും. I2 എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? I4ന് ഇക്വലൻ്റ് ആയിരിക്കും. സോ I1 വിൽ ബി ഈക്വൽ ടു I3 ആൻഡ് I2 വിൽ ബി ഈക്വൽ ടു I4. ശരിയല്ലടാ? അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എഴുതുന്നുണ്ട്. ശ്രദ്ധിക്കടാ മക്കളെ. I1 I3ക്ക് ഇക്വലൻ്റ് ആണ്. I2 I4ന് ഇക്വലൻ്റ് ആണ്. ക്യാൻസൽ ചെയ്യട്ടെ. അപ്പോൾ I3യും I1ഉം പോയി, I4ഉം I2ഉം ക്യാൻസൽ ചെയ്ത് പോയി. റൈറ്റ്? ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? P/Q ഈക്വൽ ടു R/S. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 8. ഇതാണ് നമ്മളോട് ഡിറൈവ് ചെയ്യാൻ പറയുക. 3 അല്ലെങ്കിൽ 4 മാർക്കിന് ഉറപ്പുള്ള ചോദ്യമാണ്. 100% ഉറപ്പുള്ള ചോദ്യമാണ്. 3 അല്ലെങ്കിൽ 4 മാർക്കിന് 100% 100% ഉറപ്പുള്ള ചോദ്യമാണ്. ഇതോടുകൂടി തന്നെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ചാപ്റ്ററിനകത്തുള്ള പരമാവധി കാര്യങ്ങൾ ഈ 3 മണിക്കൂറിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. 10 മണിയായില്ലേ? യെസ്, 10 മണിയായിട്ടുണ്ട്. പരമാവധി കാര്യങ്ങൾ മുഴുവനായിട്ട് ഞാൻ പഠിപ്പിച്ചു. ഒന്നും തന്നെ ഞാൻ സ്കിപ്പ് ചെയ്തില്ല. എല്ലാ ടോപ്പിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഇത്രയും മികച്ച ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് യൂട്യൂബിൽ പോയി ഒന്ന് കമൻറ്റ് ചെയ്യുക. ആപ്പിൽ ലൈവ് കണ്ട അനിയന്മാരും അനിയത്തിമാരാണെങ്കിൽ പോലും ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഒരു കമൻറ്റ്, വാലിഡ് കമൻറ്റ് എടുക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു ടോപ്പിക് പോലും സ്കിപ്പ് ചെയ്യാതെ പഠിപ്പിച്ചത്. സോ എന്തായാലും ഒരു കമൻറ്റെങ്കിലും, വാലിഡ് കമൻറ്റ് എല്ലാവരും യൂട്യൂബിനകത്ത് പോയിട്ട് ഇടുക. ജസ്റ്റ് താങ്ക് യു സാർ നൈസ് ക്ലാസ്സിൽ ഒതുക്കാതെ വിശദമായ ഒരു കമൻറ്റ് ഇടുക. കാരണം ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഒന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളിടുന്ന ഓരോ കമൻറ്റുകളുമാണ്. സോ അതുപോലെ തന്നെ ഒരു പുതിയൊരു കുട്ടി ഈ ലൈവ് കാണാൻ വരുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന നിങ്ങളുടെ കമൻറ്റുകൾ തന്നെയാണ്. എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഒന്ന് പോയി കമൻറ്റ് ചെയ്യുക. വിശദമായ ഒരു കമൻറ്റ് എല്ലാവരും ഇടുന്നു വിശ്വസിക്കുന്നു. എല്ലാ കമൻറ്റിനും റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കാം. സോ ഗൈസ്, ലവ് യു ഓൾ. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. നന്നായി പഠിക്കുക. ഫിസിക്സിന് ഇഷ്ടപ്പെട്ട് പഠിക്കുക. കൂടെയുണ്ട്. കാണാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ബൈ. തരാം.